പ്രൈസ്. മേഘത്തിന്റെ കീഴിലുള്ളതെല്ലാം ഷട്ടറിട്ട് മൂടാൻ പോവുകയാണ്. ഒറ്റ ശബ്ദം, ഒരു വെടി. അതിനാലെ പെന്തക്കോസുകാരൻ്റെ ഷേപ്പ് മാറ്റി കൊണ്ടുവന്ന തുണിയും പേഴ്സും വാച്ചും കാശും എല്ലാം ഈ കുറ്റിക്കാട്ടിലിട്ടേച്ച് നിങ്ങൾ പറന്നു പൊങ്ങി പോകുന്നതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. അല്ലാതെ നാളെ എന്നാ കിട്ടും, മറ്റന്നാളുടെ കിട്ടും, ലോണൊന്നും കിട്ടും, കാശില്ല. എൻ്റെ കുഞ്ഞമ്മേ തീരെ ഇത്രയും അവിഞ്ഞ വർത്താനം ദയവ് ചെയ്ത് പറയരുത്. ഞാൻ കാല് പിടിച്ച് പറയാം. പ്രൈസ് ലോർഡ്. കഴിവുകെട്ട ഒരു കർത്താവല്ല ഇന്ന് രാവിലെ 10 മണിക്ക് നീ വരുന്നതിന് മുമ്പ് ഈ ഹോളിൽ വന്നത്. അവൻ കഴിവുള്ളവനും പ്രാപ്തിയുള്ളവനും നിന്റെ ജീവിതത്തിന്റെ ഇരിപ്പും കെട്ടും മട്ടും തുടിപ്പും കഴിഞ്ഞ രാത്രിയിൽ നടന്ന സംഭവങ്ങളും പിണങ്ങിപ്പിരിഞ്ഞ് കടന്നതൊക്കെ അറിഞ്ഞിരുന്നൊരു ദൈവമാ. പ്രൈസ് ലോർഡ്. അവൻ ഇന്നലെ രാത്രിയിൽ അവനൊരു പ്രശ്നം ഉണ്ടാക്കി. നീ അത് പറഞ്ഞില്ല. അതിന്റെ മനോബന്ധത്തിൽ നിനക്ക് ആരാധിക്കാൻ സാധിക്കുന്നില്ല. അവനെ ദൈവം തൊട്ടോളും കാര്യമില്ല. നീ ഒന്ന് വെയിറ്റ് ചെയ്തേച്ചാൽ മാത്രം മതി. സ്വോത്രം. ഞാൻ ഇവിടുന്ന് പോയ ശേഷം, ഞാൻ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന് പോയ ശേഷം ഞാൻ അങ്ങ് ദുബായ് ഷാർജയിലൊക്കെ ആയിരുന്നു എനിക്ക് കൺവെൻഷനും മീറ്റിങ്ങും ഒക്കെ. ഞാൻ അങ്ങനെ ആ സ്ഥലത്തേക്ക് പ്രസംഗത്തിനായിട്ട് പോയി. അപ്പോൾ അവിടെ യുദ്ധം ഭയങ്കരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇറാനും മറ്റ് രാജ്യങ്ങളുമായിട്ട് കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധം. ആ യുദ്ധത്തിന്റെ നടുവിലേക്ക് ദൈവം എന്നെ പറഞ്ഞു വിട്ടു. 19-ാം തീയതി അങ്ങോട്ട് പോകാൻ പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഇപ്പൊ വീസ കയ്യിൽ ഇരിക്കുക. പക്ഷേ ദൈവം പെർമിഷൻ തരാതെ പോകാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ അനുവാദമില്ലാതെ നീ തെക്കോട്ടോ വടക്കോട്ടോ നരകത്തിൽ വേണമെങ്കിലും പോക്കോ, ഈസി ആയിട്ട് കയറിപ്പോരും. പ്രൈസ് ലോർഡ്. ദൈവഹിതമില്ലാത്ത ഏതെങ്കിലും പരിപാടിക്ക് ഒപ്പുവെക്കുകയോ കൈ കൊടുക്കുകയോ ഒളിച്ചു പോകുകയോ തലേ മുണ്ടിട്ട് പോകുകയോ മിസ്കോൾ അടിക്കുകയോ ചെയ്താൽ വിനാശകാലേ വിപരീത ബുദ്ധി. പ്രൈസ് ലോർഡ്. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിൽ കൈകൊള്ളും. ഭാഗാംവർഷത്തിന്റെ മുകളിൽ കൂടെ അണിയണിയായിട്ടുള്ള ഒരു മഹനീയ ശബ്ദം കേട്ടപ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട ദാവീദ് കാലെടുത്ത് വെച്ചത്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം അവിടെ നിന്ന് അനങ്ങിയില്ല. എന്റെ ദൈവം പറയാതെ, നിയോഗം കിട്ടാതെ, ദൈവാത്മാവ് ഇടപെടാതെ ഈ വിഷയത്തിൽ ഞാൻ കാലുകുത്തത്തില്ല. അവനാണ് തീരുമാനം എടുക്കുന്നവൻ. പ്രൈസ് ലോർഡ്. അവനാണ് ആണത്വമുള്ളവൻ. ഇന്ന് പകൽക്കാലവും ഈ ഉപവാസം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉറച്ച നിലപാടുണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ അവിടെ പോയി യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 19 ഒരു ഡേറ്റ് കാണിച്ചു. 19-ാം തീയതി ഞാൻ ഈ കൊച്ചി വന്നൊരു ഫ്ലൈറ്റ് കയറി. അവിടെ ആ ഫ്ലൈറ്റുകാരനെ കൊണ്ടിറക്കി ഞാൻ അവിടെ ചെന്ന് മീറ്റിംഗ് പൊടി പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി ആദ്യ ദിവസം തന്നെ ഒരു 3 എണ്ണം വന്ന് പൊട്ടി. പ്രൈസ് ലോർഡ്. അത് ഈ മോളിൽ കൂടെ പോകുന്നത് കാണാം. ഭയങ്കര ബേണാർഡ് കമ്പാർട്ട്മെന്റിന്റെ നീളമുള്ള ഒരു സാധനമാണ്. അതിന്റെ ഫ്രണ്ട് ഏതാ ഭാഗ്യം അറിയത്തില്ല. മൂളി എന്നെ കൂടെ പേടിപ്പിച്ചിട്ടാ, ഗോപിനാഥ എന്നെ തൊടരുത്, ഞാൻ എൻ്റെ വഴിക്ക് പോകുക എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ സാധനം അങ്ങ് പോകുക. എനിക്കിത് കാണാൻ ഭയങ്കര ആവേശമാണ്. ഞാൻ രാത്രിയിലെല്ലാം പുറത്തിറങ്ങി കസേര ഇട്ടത് കണ്ടുകൊണ്ടിരിക്കുക. അതൊക്കോട്ട് പോകുന്നു, വടക്കോട്ട് പോകുന്നു, ഇസ്രായേലിൽ പോകുന്നു. ഈ കുന്തം കേട്ടിട്ടുണ്ടെങ്കിലും സംഭവം കണ്ടിട്ടില്ല. കണ്ണ് തുറന്ന് കാണാൻ ഒരു ഭാഗ്യം ദൈവം നൽകി. അപ്പം കൊണപ്പെടാത്ത പെന്തക്കോസുകാരെല്ലാം കുത്തിയിരുന്ന് തലയും കുത്തി എന്ന് ഉപവസിക്കുക. താവേ ശത്രുവായവൻ വിട്ട സാധനം ഞങ്ങളുടെ മേൽ പതിക്കരുതേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം എന്നെയും നിങ്ങളെയും പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു അന്യദേശത്തിട്ട് ഒരു കുഴിപോകുമ്പോ നിന്റെ ഉച്ചി വീണ് നീ മുടിഞ്ഞു പോകുമെന്നും പറഞ്ഞൊരു വിളിയല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? ദീർഘായുസ്സും നന്മയും ഐശ്വര്യവും സമ്പത്തും ആരോഗ്യവും സമാധാനവും നിത്യജീവനും 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ക്രൂശിൽ വരിച്ച ആ മഹാത്മാവിന്റെ ആ തേജസ്സാണ്. പ്രൈസ്തലോ. സൗന്ദര്യം ഇച്ചിരി കുറവാണെങ്കിലും അകത്തെ ശക്തിയോട് സൗന്ദര്യമുള്ള സൂത്രപുത്രയാണ് ദൈവം നിന്നെ ഇരുത്തിയിരിക്കുന്നത്. പ്രൈസ്തലോ. അങ്ങനെ യുദ്ധങ്ങൾ പൊടി പിടിച്ചു. കണ്ടുളർക്കിയാൻ കണ്ടു. വിടുതലുടെ ശുശ്രൂഷ നടന്നു. സ്തോത്രം. കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു. എയർപോർട്ടുകളെല്ലാം അടച്ചു. എനിക്ക് പോരാൻ പറ്റാത്ത സാഹചര്യമായി പോയി. അപ്പോൾ സഹോദരൻ പറഞ്ഞു, ഇനി എങ്ങനെ പാസ്റ്ററെ പോകുന്നു? എനിക്ക് കൺവെൻഷൻ നോട്ടീസ് അടിച്ചിരിക്കുക, ഇവിടെ വന്ന് പ്രസംഗിക്കുകയും ചെയ്യണം. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ പോയി കൺവെൻഷൻ പ്രസംഗിക്കും. പാസ്റ്റർ എങ്ങനെ പോകും? നീന്തി കയറുവോ? ഇയാൾ എന്നതാ അവിടെ പറയുന്നത്. ഞാൻ ഈ ഫ്ലൈറ്റിൽ കൂടെ തന്നെ പോകുമെന്ന് പറഞ്ഞു. എയർപോർട്ടുകളെല്ലാം അടച്ചിരിക്കുന്ന സ്ഥാനത്ത് ആ യുദ്ധത്തിന്റെ നടുവിൽ ദൈവം എല്ലാ എയർപോർട്ടും അടച്ചിരിക്കുക. പെട്ടെന്ന് ശനിയാഴ്ച ഒരു ഫ്ലൈറ്റ് ഉണ്ടെന്നും പറഞ്ഞ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കമ്പനി കണ്ടു. അവൻ പിടിച്ചൊരു കുത്തി ഒരു സീറ്റ് എനിക്ക് ഓക്കെ ആക്കി. 2 ലക്ഷം രൂപയാ അവിടുന്ന് ഒരാള് കൊച്ചിയിലോട്ട് അന്നേരം വരണമെന്നുണ്ടെങ്കിൽ ചാർട്ടർ ഫ്ലൈറ്റ് ആണ്. പ്രൈസലോ. ഈ സാധനം എങ്ങനെ വന്ന് ഇതിലേ വന്നെന്ന് അറിയത്തില്ല. സ്വർഗം സാക്ഷി 11,500 രൂപയ്ക്ക് ഈ സാധനം എൻ്റെ ഒരു രോമം പോലും പൊഴിയാതെ എയർപോർട്ടിൽ കൊണ്ടിട്ട് അവിടെ പോയി. പക്ഷെ എന്നെ കൊണ്ടുവന്ന സാധനം തിരിച്ചു പോയില്ലെന്നുള്ളത്. അതിന് പോകാൻ പറ്റിയില്ല. പ്രൈസലോ. അന്നേരത്തിന് 5-6 കൂടെ അവിടെ വീണു. അപ്പോൾ അവിടുന്ന് ദുബായിൽ ഇങ്ങോട്ട് എയർപോർട്ടിലേക്ക് അവിടുത്തെ ഓഫീസർ വിളിച്ച് പറഞ്ഞു, ഹലോ കൊച്ചിൻ എയർപോർട്ടല്ലേ, ഇപ്പോൾ ഇവിടുന്ന് വന്ന എമിറേറ്റ്സ് ഇങ്ങോട്ട് തിരിച്ചു വരണ്ട, അത് മിക്കവാറും കടലിൽ വീഴത്തേ ഉള്ളൂ, യുദ്ധം തീർന്നിട്ടേ വിടാവുള്ളൂ എന്ന് പറഞ്ഞു. പ്രൈസലോ. അപ്പോൾ എന്നെ കൊണ്ടിട്ട് ഞാൻ വീട്ടിലും പോയി കൺവെൻഷൻ പോയി പ്രസംഗിച്ചു. അതാണ് ക്രൂരരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും നീ ഒരു അനർത്ഥം ഭയപ്പെടുകയില്ല. മുമ്പേ ഇവിടെ പാസ്റ്റർ ബിജു പാസ്റ്റർ പ്രസംഗിച്ചു. പേടിയില്ലാത്ത ഉപദേശന്മാരൊക്കെ ദാനിയേലിന്റെയും സിംഹത്തിന്റെയും കാര്യമൊക്കെ പ്രസംഗിക്കത്തുള്ളൂ. ഈ പേടിയുള്ള ഈ തല്ലിപ്പൊളി ഉപദേശന്മാരെല്ലാം ശത്രുവായി ഇവൻ തകർത്ത് കളയുവാൻ, ദാവീദിനെ പലപ്പോഴും ഇല്ലാതാക്കുവാൻ ഇച്ചിരി മൈദാമാവ് ഉരുട്ടി ഒരു സൂപ്പർ ബോൾ ഒട്ടിച്ചേക്കണം. പ്രൈസുള്ള. സാത്താൻ
പോരാട്ടം മാങ്ങാത്തിൽ വേറെ ജോലിയൊന്നുമില്ല. പ്രൈസ്. നമുക്കിവിടെ മനോഹരമായി നമ്മുടെ യേശു തമ്പുരാൻ ആരാധന, സമാധാനം, സന്തോഷം, നിത്യത, വീണ്ടെടുപ്പ്, ഇത് നല്ല മനോഹരമായി സബ്ജക്റ്റ് ഇരിക്കുമ്പോൾ തന്നെ കൂടോത്രം, ആഭിചാരം, മന്ത്രവാദം, അഭിചാരം, ശത്രു, പ്രൈസലോ, അതിൻ്റെ അകത്ത് ഇവർ കിടന്ന് കളിച്ചു. അത് വെച്ച് അവർ 10 പൈസ ഉണ്ടാക്കുന്നത്. സ്തോത്രം. സാത്താൻ എന്ന് പറയുന്ന ആ വൃത്തികെട്ട സാധനത്തിന്റെ പേര് സഭയിൽ പോലും പ്രസംഗിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. ഈ ലോകത്തിന്റെ പ്രഭു വരുന്ന അവൻ എന്നോട് എന്ത് കാര്യം? ഈ ദൈവം പിശാചിന്റെ പ്രവൃത്തിയെ യേശു അഴിച്ചു കളഞ്ഞു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ വമ്പൻ നേട്ടങ്ങളിലൂടെ 3 മണിക്കൂറുകൾ കൊണ്ട് യേശു കരസ്ഥമാക്കി. മാനവജാതിക്കുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിന്മേൽ ശരീരം തകർക്കപ്പെട്ടു. വലിയ നേട്ടങ്ങളാണ് 3 മണിക്കൂറുകൾ ഉണ്ടായത്. സൂര്യചന്ദ്ര നക്ഷത്രാദികളും സൗരയൂഥങ്ങളും സകല മണ്ഡലങ്ങളും കണ്ണടച്ചു കൊടുത്തു. അവരുടെ സൃഷ്ടികർത്താവാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി മരിക്കാനായിട്ട് ക്രൂശന്മേൽ കയറിയിരിക്കുന്നത്. സൂര്യൻ പ്രകാശം കൊടുത്തില്ല, ചന്ദ്രൻ പ്രകാശം കൊടുത്തില്ല. ഒരു ഇരുണ്ട അവസ്ഥയായിരുന്നു 3 മണിക്കൂർ സമയം. കല്ലറകൾ തുറന്നു, ഭൂമി കുലുങ്ങി, വിശുദ്ധന്മാരുടെ ശരീരം ചടപട ചാടി എഴുന്നേറ്റു. യെരൂശലേം ദേവാലയത്തിന്റെ തിരശീല പുരോഹിതൻ കെട്ടിത്തൂക്കിയിട്ട് തിരശീല, പ്രൈസലോ, ദൈവം തന്റെ ഗബ്രിയേൽ ദൂതനെയോ മിഖായേൽ ദൂതനെയോ ആയിരിക്കാം, ഏതായാലും രണ്ടായിട്ട് കീറി കളയാൻ പറഞ്ഞു. പ്രൈസ്. രണ്ടും 2 വടന്നുണി പോലെ കീറിപ്പോയി. ഉമ്മാർ രാവിലെ രണ്ടും കൂടെ കീറി കിടക്കുന്നു. പ്രൈസലോ. അതുകൊണ്ടൊരു കാര്യം പറഞ്ഞേക്കാം, പൗരോഹിത്യത്തിന് നിന്നെ മറച്ചു പിടിക്കാൻ സാധ്യമല്ല. അന്യാരാധനയുടെ തിരശീലകൾക്കോ അതിന്റെ വെടിശബ്ദങ്ങൾക്കോ അതിന്റെ പൂജാതി കർമ്മങ്ങൾക്കോ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു ഭക്തനെ ബ്ലോക്ക് ചെയ്യാൻ, വഴിതടയാൻ, ആരോഗ്യത്തെ കെടുത്താൻ, ആയുസ്സിന്റെ ദൈർഘ്യം കുറയ്ക്കാൻ സാധ്യമല്ല. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ ഉറക്കുന്നവൻ തകർന്നു പോകുന്നു. സ്തോത്രം. ഈ ലോകത്തിന്റെ പ്രഭുവിനെ എന്നേക്കുമായി തള്ളിക്കളഞ്ഞു. അങ്ങനെ ഈ ലോകത്തിന്റെ പ്രഭുവിനെ എന്നേക്കുമായി തള്ളിക്കളഞ്ഞു. അവൻ എന്നോട് യാതൊരു കാര്യമില്ല. കർത്താവിന് കാര്യമില്ലാത്തതിനായിട്ട് നമ്മൾ വല്ല കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? പ്രൈസ് അല്ലോ. ഇപ്പം പാസ്റ്റർ ബിജു ഇവിടെ ഒരു പ്രവർത്തനം, പാസ്റ്റർ ജോസി, അവർ സഹോദരന്മാർ ഒന്നിച്ചുകൂടി ആരംഭിച്ചൊരു പ്രവർത്തനമാണല്ലോ നിങ്ങളുടെ ഈ കൂട്ടായ്മ. ഈ കൂട്ടായ്മയെ ആരംഭിച്ചപ്പോൾ നല്ല ഒന്നാന്തരം കേൾക്കാൻ കൊള്ളാവുന്ന 10 തെറി ഒരുത്തം വിളിച്ചെന്നിരിക്കട്ടെ, ചീത്ത വിളിച്ചെന്നിരിക്കട്ടെ, അദ്ദേഹത്തെ വളരെ നീചമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു പുള്ളി ഇവിടെ സങ്കടപ്പെട്ടിരുന്ന് പ്രാർത്ഥിച്ചു. ചേട്ടനും അനിയനും കൂടെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്ന ഒരു സഹോദരൻ ഇവിടെ വന്ന് ബിരിയാണിയും കഴിച്ച് അവരുടെ കാറയിലും കയറി ജംഗ്ഷനിൽ ചെന്നേച്ച് ആ തെറി വിളിച്ചെൻ്റെ തോട്ടലിട്ടുകൊണ്ട് ചേട്ടാ അവൻ എന്നാണ്ട് വിശേഷമൊക്കെ സന്തോഷമായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇത് ബിജു കണ്ടു കഴിയുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഉള്ളിൽ വരുന്നത്? സ്തോത്രം. ഇവൻ 2 സ്ഥലത്ത് നിൽക്കുന്ന സാത്താന്റെ സന്തതിയാണ്. സത്യത്തിന്റെ പക്ഷത്തെ നിൽക്കാവൂ, നീതിയുടെ ഭാഗത്തെ നിൽക്കാവൂ. തരം കിട്ടുന്നിടത്ത് പോയി പറയുകയും തരം കിട്ടുന്നത് പോലെ നടക്കുകയും തരം കിട്ടുന്നത് പോലെ മേടിക്കുകയും ചെയ്യുന്ന പരിപാടി അവസാനിപ്പിച്ചോണം. എന്താണ് ചെയ്യേണ്ടത് ദൈവമക്കളെ? ഞാൻ യഹോവയോടൊരു തീരുമാനം എടുത്തുപോയി, എനിക്കതിൽ നിന്നും പിന്മാറിക്കൂടാ. സ്തോത്രം. നല്ല തീരുമാനമെടുക്കാൻ ഈ ഉപവാസ പ്രാർത്ഥന ഇടയായി തീരട്ടെ. അങ്ങനെ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, എന്റെ അരിക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല. സ്തോത്രം. അല്ലാതെ ചെല്ലുന്നിടത്തെല്ലാം കൈ വളർത്തിക്കൊണ്ടിരിക്കും. ഒരു രക്ഷയില്ല. എന്നാ എടുക്കുന്ന മഴയും വെള്ളപ്പൊക്കമോ ആകപ്പാടെ നീ മെഴുകുതിരി കൊണ്ടുവന്നിട്ടുണ്ടോ, അല്ലെ പൂജാതി കർമ്മങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ വരവ് നോക്കിയാണ് ലോക ദൈവങ്ങൾ ജനത്തെ അനുഗ്രഹിക്കുന്നത്. സ്തോത്രം. എന്നാൽ ദൈവം അങ്ങനെയല്ല, ഹൃദയങ്ങളെ നോക്കിയിട്ടാണ് അനുഗ്രഹിക്കുന്നത്. ആവശ്യത്തോടെ പുറത്തു പറയാൻ വരാത്ത ചില സ്വകാര്യ ദുഃഖങ്ങളുമായി ചില സ്ത്രീ സഹോദരിമാരുടെ വന്നിട്ടുണ്ട്. അപ്പം ആരെപ്പോഴും ഒന്നും വേണ്ട, പരിമളത്തൈലവുമായിട്ട് ആ യേശുവിൻ്റെ സന്നിധിയിലേക്ക്, ആ വീട്ടിലേക്ക്, ബഥാനിയിലേക്ക് ആ സഹോദരി കടന്നു വരുമ്പോൾ അവിടെ നെഞ്ചിടിക്കുകയായിരുന്നു. വല്ലതും പറയുമോ, ആൾക്കാർ വല്ലതും പറയുമോ, പരിഹാരം ഉണ്ടാവുമോ? കിട്ടിയതാകപ്പാടെ 300 വെള്ളിക്കാശ് വിലയുള്ളതായ ഒരു പലമര ബോട്ടിലായിരുന്നു അവൾ കൊണ്ടുവന്നു. അവൾ തന്നെ പൊട്ടിച്ച് യേശുവിൻ്റെ തലയിൽ ഒഴിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. ദൈവം അത്ര വിശ്വസന. അതുകൊണ്ട് ഇച്ചിരി ഒറ്റപ്പെടലും കഷ്ടങ്ങളും പ്രയാസങ്ങളും നിന്ദകളും വേദനകളും ഒക്കെ ഇടയ്ക്ക് ഇച്ചിരി റേഷനരിയോ കഴിച്ച് പ്രൈസൊല്ല. നീ സുലേഖ മാത്രം വിട്ട് കഞ്ഞി കുടിക്കുന്ന പുള്ളിയായിരുന്നു. ഈ ഇട നിനക്ക് റേഷനരി ഒരാഴ്ച ദൈവം തമ്പരാൻ തന്നു. സ്തോത്രം. ആക്രാന്തം മാറി. പ്രൈസൊല്ല. ചിക്കൻ ഇല്ലാതെ നിനക്ക് ചോറ് ഇറങ്ങത്തില്ല. ബിരിയാണി എന്ന് കേട്ട് കഴിയുമ്പോൾ തന്നെ ഹാർട്ട് ഇടിക്കുക. ഇതൊക്കെ എൻ്റെ പേര് ജഡമെന്നാ പറയുന്നത്. ദൈവം തരുന്നതനുസരിച്ച് കർത്താവ് അങ്ങ് തരുന്നത് എന്താണോ സന്തോഷത്തോടെ സ്തോത്രം. ആ ഒരു നല്ല മനസ്സുണ്ടായിരിക്കണം. താഴ്ചയിലിരിപ്പാനും ഉയർച്ചയിലിരിപ്പാനും നിനക്ക് സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. 100 രൂപ കൊണ്ട് ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ നീ പഠിക്കണം. 500 രൂപ കൊണ്ട് ജീവിക്കാനും പഠിക്കണം. ഞാൻ ഇത് പഠിപ്പിച്ച ശേഷമാണ് ഈ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം ഇറക്കിയത്. സ്തോത്രം. അതുകൊണ്ട് എന്ത് പറ്റി? നിഗളം, അഹങ്കാരം, ദ്രവ്യാഗ്രഹം, ഞാനെന്ന ഭാവം ഇത്യാദി വിഷയങ്ങളിലെല്ലാം ദൈവം പരിപൂർണമായി വിടുതൽ നൽകി. 1 രൂപയ്ക്ക് പോലും കള്ളം പറയത്തില്ല. ആരോഗ്യമുള്ള ശരീരം. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ എന്താ സംഭവം? ദൈവം തമ്പുരാന്റെ വലിയൊരു ദാനമാണ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒരു സ്തോത്രം പറയും. ദൈവമേ സ്തോത്രം, എൻ്റെ ഈ പ്രായത്തിൽ ഇത്രയും പ്രൈസുള്ള സച്ചിനെ പോലൊരു ആരോഗ്യം, PT ഉഷയെ പോലൊരു ബോഡി എനിക്ക് ദൈവം തന്നല്ലോ കർത്താവേ. സ്തോത്രം. എൻ്റെ മിടുക്കും കഴിവൊന്നും അല്ല, ദൈവത്തിന്റെ വലിയ ദാനമാണ്. മാത്രം നന്ദി പറ ദൈവത്തിന്. ഇതെല്ലാം കേട്ടേണ്ട കുശുമ്പ അസൂയ. പ്രൈസല്ല. ആരോഗ്യമുണ്ട്, പൈസയുണ്ട്, കൂടെ ഗൾഫിൽ പോകുന്നു. കുഞ്ഞ, ഇതാ നീ ഗുണപ്പെടാത്തതിന്റെ ഒന്നാമത്തെ കാര്യം. പ്രൈസല്ലോ. സ്തോത്രം.
നന്നായി വരട്ടെ, അനുഗ്രഹിക്കപ്പെട്ട് വരട്ടെ, വളർന്നു വരട്ടെ, അനുഗ്രഹിക്കണം. മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നിന്റെ മനസ്സ് തുടിക്കുമ്പോൾ അതിന്റെ രണ്ടരട്ടിയായിട്ട് നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും തലമുറകളുടെ മേലും ദൈവാഗ്രഹം ഒഴുകി വരും. അത് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയാണ്. സ്തോത്രം. ചില ദൂതുകൾ, ആലോചനകൾ, ചില വചനങ്ങൾ, വചന വെളിപ്പാടുകളുടെ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മക്കൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ തിയോളജിയുടെയും തോട്ട്സിന്റെയും ഹിസ്റ്ററിയുടെയും ചരിത്രത്തിന്റെയും ദൈവശാസ്ത്രത്തിന്റെയും പുറകെ പോകുന്ന ആളൊന്നുമല്ല. ഞാൻ ദൈവത്തിന്റെ പുറകെയും ദൈവത്തിന്റെ വചനത്തിന്റെ പുറകെയും പോകുന്ന ആളാണ്. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരുന്നതായ ദൂതുകൾ അത് ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കും. പ്രൈസ് ഗോഡ്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, തീത്തോസ്, തിമോത്തിയോസ് ഇവർക്കൊക്കെയും ദൈവം കൊടുത്ത ദൂതുകൾ ഒരു BTH ദൈവശാസ്ത്രപരമായ ദൂതുകളൊന്നും അല്ലായിരുന്നു. പിന്നെന്തായിരുന്നു? ദൈവാത്മാവ് അഭിഷേകം പ്രാപിച്ചപ്പോൾ ആ ദൈവ പരിജ്ഞാനത്താൽ വചനത്തിന്റെ വാതിൽ ദൈവം കൊടുത്ത് അവരിൽ കൂടെ ദൈവം ജനത്തോട് സംസാരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇവിടെ വന്ന് ദൈവദാസന്മാരെല്ലാം നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം ഇതൊരു ആത്മാവിന്റെ സന്ദേശമായിരുന്നു. അത് പരിശുദ്ധാത്മാവാണ് സംസാരിച്ചത്. അത് ബുദ്ധിയുടെ ദൂതോ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളോ ഒന്നുമായിരുന്നില്ല. പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആരംഭിക്കും. നമ്മുടെ മനസ്സിനോട് സംസാരിക്കും. നമ്മുടെ കുറവുകളെ ബോധ്യപ്പെടുത്തും. നമ്മുടെ ലംഘനങ്ങളെ ദൈവം ബോധ്യപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് കുഞ്ഞെ? ഇന്നെല്ലാം ഒരു മോചനം തരുന്നതിന് വേണ്ടിയാണ്. നിന്റെ ശരീരത്തിന് ചില ഡാമേജ് ഉണ്ടെങ്കിലും, നിന്റെ വലതുകാല വേദനയുണ്ടെങ്കിലും, നടുവിന്റെ വേദന ഇച്ചിരി ലീക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിലും, ശ്വാസം മുട്ടലും ആന്ത്രവായും കൂർക്കമ്പലി ഉണ്ടെങ്കിലും, നീ 3 ദിവസം നിന്നെ ഇരുത്തിയിരിക്കുന്നത് ഒരു കാര്യത്തിൽ ഞാൻ നിനക്ക് വിടുതൽ തരാനായിട്ടാണ്. പരിശോധിച്ചാൽ ജനറൽ മെഡിസിനെ നീ നാളെ DC ഹോസ്പിറ്റലിൽ കണ്ടേ പറ്റത്തുള്ളൂ. പരിശോധിച്ചാൽ ഒരു സർജറിക്കുള്ള വക നീ ഒപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ യഹോവയുടെ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ നിന്റെ അസ്ഥിക്കകത്തും മാംസത്തിന്റെ അകത്തും ശരീരാത്മദേഹികളിലും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന, ലോകത്തിൽ ആർക്കും തൊടാൻ പറ്റാത്ത സന്ധ്യമഞ്ചുകളെ തുളച്ചു ചെല്ലുന്ന അത്യുന്നതന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വലിയൊരു വാള്, അത് സന്ധ്യമഞ്ചകളിലേക്ക്, അസ്ഥികളിലേക്ക്, മാംസങ്ങളിലേക്ക് സൂചി പോലെ കുത്തുന്ന ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ ചെന്ന് നിർവീര്യമാക്കി കളയും. സ്വത്രം. കരങ്ങൾ ഉയർത്തിയ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരു പ്രതിഫലം കിട്ടത്തില്ല ഈ സ്തുതിച്ചുകൊണ്ട്. എന്തുകൊണ്ടാ? നിങ്ങൾ സോമനസ ചെയ്തതല്ല, ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്തുതിച്ചതാ. അനുഗ്രഹം മുഴുവൻ ഇരിക്കുക. നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാതെ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. ഞാൻ പറയാതെ സ്തോത്രം ചെയ്യണം. ഞാൻ പറയാതെ ആരാധിക്കണം. അല്ല ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല. എനിക്ക് തന്നെ അനുഗ്രഹം കിട്ടും. സ്തോത്രം. അറിഞ്ഞും കേട്ടൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. എനിക്കത്രേ പറയാനുള്ളൂ. സ്തോത്രം. അറിയേണ്ടവനെ അറിഞ്ഞ് താഴേണ്ടതുപോലെ താഴുക, വീഴുക, കേഴുക. 3 പാസ്വേഡുകളാണ് ഏറ്റവും കയ്യിലുണ്ടല്ലോ. 58, 63, 74, 42 എന്ന് പറയുന്ന പോലെ ഒരു ക്രിസ്ത്യാസിയുടെ, ഒരു പെന്തക്കോസ് വിശ്വാസിയുടെ ഏറ്റവും വലിയ പാസ്വേഡാണ് വീഴുക, താഴുക, കേഴുക. ഒന്നാമത്തെ കാര്യം ദൈവസന്നിധി തല്ലി അരിഞ്ഞങ്ങ് വീണോണം. സ്തോത്രം. രണ്ടാമത്തെ കാര്യം ആ വീഴ്ചയിൽ ദൈവസന്നിധി നിന്നെ തന്നെ അങ്ങ് താഴ്ത്തണം. മനസ്സിലായല്ലോ പറഞ്ഞത്? ഹല്ലേലൂയ. താഴ്ത്തണം. മൂന്നാമത്തെ കാര്യം നീ കേഴണം. കേഴുക എന്ന് പറയാൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ കരയുക എന്നാണ് പറയുന്നത്. സ്തോത്രം. എൻ്റെ ഭാഷ എന്നാളൊരു സഹോദരി എന്നോട് പറഞ്ഞ് കരയുന്നുണ്ട്. ലീലാമ്മയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചീറ്റി പോവാ. എൻ്റെ പ്രൈസലോ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഞെരുക്കി വരുന്ന 2 തുള്ളി വന്നേലായി പോയലായെന്ന്. പ്രൈസലോ. ഞാൻ പറഞ്ഞു ബ്ലോക്ക് എവിടെയോ ബ്ലോക്ക് ഉണ്ട്. പ്രൈസലോ. സ്തോത്രം. കെട്ടിയോൻ്റെ നേരെ നീ കണ്ണുരുട്ടിയോ? പ്രൈസലോ. പച്ചത്തറി നാട്ടുകാരെ പറഞ്ഞോ? ദൈവത്തിന് സ്തോത്രം. എന്തെങ്കിലും പരിപാടി കാണിച്ചോ? പ്രൈസലോ. മനുഷ്യ ജീവിതത്തിൽ ചില കുറവശങ്ങളും ബലഹീനതയും ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഉള്ളതൂടെ നിൽക്കാൻ പോവുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബ്ലോക്ക് മാറ്റാനുള്ള പരിപാടി നോക്കിക്കോളാൻ പറഞ്ഞു. ചെയ്യാം പക്ഷേ ചെയ്യാം. ഞാൻ ചെയ്തേ പറ്റത്തുള്ളൂ. പ്രൈസ് അല്ലാതെ മേലാണ്ടിരിക്കെ പ്രാർത്ഥിക്കാമെന്ന് വെച്ച് പറഞ്ഞു. ഞാൻ അങ്ങനെ തീർത്ത് പറയത്തുള്ളൂ. പോയി വന്നേ പോന്നു. സ്വത്രം. എന്തുകൊണ്ടാ? നമുക്കൊന്നേ ഉള്ളൂ. ഇരുട്ടും വെളിച്ചവും. പോവുകയാണെങ്കിൽ നല്ല നിലയിൽ നല്ല ബന്ധക്കോസ് അനുഭവത്തിൽ പോവുക. പ്രീസല്ല. ഇല്ല ഇതിൻ്റെ അകത്ത് പോകരുത്, വേറെ വല്ല പണിക്കും പോകണം. അണ്ട വല്ലാർത്തമ്മയൊക്കെ ചുമ്മാ ഒരു തൊഴിലില്ല കുത്തിപ്പിടിച്ചിരിക്കുന്നു. അങ്ങോട്ട് നിൽക്കാൻ കാണിച്ചല്ല. വല്ലാർപ്പ് ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരാ. ഞാനിപ്പോൾ ജോസിയോട് പറഞ്ഞു, സ്വോത്രം കൊരട്ടിമുത്തി, ചീങ്കണ്ണി മറിയ, പോതെ മാറാവ്, പ്രൈസുള്ള കൂത്താട്ടുകൾ, അമ്മണി, മുണ്ടക്കൻ, ശാന്ത, ഓരോ പേരാ മേരിക്കിട്ടിരിക്കുന്ന പേരുകളാണ്. വേറെ ജോലിയൊന്നുമില്ല. നമ്മുടെ കർത്താവിൻ്റെ പേരെന്ന് പറഞ്ഞാൽ, നാമമെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അത് ഏറ്റവും ശ്രേഷ്ഠകരമായ നാമമാണ്. അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവേ, സമാധാന പ്രഭു, അവൻ ഹൃദയത്തിലിരുന്നാൽ നമുക്ക് സമാധാനത്തിന്റെ ഉറവായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കൂട്ടായ്മയെക്കുറിച്ച്, നിങ്ങളുടെ സഭയെക്കുറിച്ച്, നിങ്ങളുടെ ആരാധനാ മേഖലകളെക്കുറിച്ച്, ഇതിൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് ലഭിക്കപ്പെട്ടതായ വലിയൊരു സന്ദേശം ഇന്നലെ രാവിലെ ഉണ്ടായി. അത് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായമാണ് ആദ്യമായിട്ട് ദൈവം എൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടത്. 3-ന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. മതി. പ്രൈസ് ദി ലോർഡ്. നടന്നും തുള്ളിയും
ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവരോടുകൂടെ അവൻ ദേവാലയത്തിൽ കിടന്നു. ആരായവൻ? പ്രൈസ് ദി ലോർഡ്. അവനെ കുറിച്ചാണ് ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് അറിയേണ്ടത്. സ്വത്രം. ആലയത്തിൽ കിടന്നവൻ അവിടെ അഭ്യാസം കാണിക്കുകയല്ലായിരുന്നു. ചുമ്മാ വായും പൊളിച്ച് തട്ടുകട പൊറോട്ട ഉണ്ടാക്കിയ പോലെ ഉഴുന്നുവട അലമാരിക്കാതിരിക്കുന്ന പോലെ വായും പൊളിച്ചിരുന്ന ചുമതലയ്ക്ക് എഴുന്നേറ്റ് കൊണ്ടുപോകുന്ന പരിപാടി അല്ലായിരുന്നു. അവനെ കണ്ടുപിടിക്കണം. അവൻ ആരാ? അവൻ ആ ഹോളിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരുത്തനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വത്രം. അവൻ ആരാ ഇങ്ങോട്ട് വന്നത്? അവൻ എങ്ങനെയാന്ന് ആലയത്തിൽ എന്നാന്നറിയാം? അവൻ നടന്നു. അല്ലാതെ കൊണ്ട് വെച്ചടത്ത് കൊണ്ട് വെച്ചേച്ച് അതുപോലെ തന്നെ അവൻ എടുത്തോണ്ട് പോകുകയല്ലായിരുന്നു. അത് പുറത്ത്. പ്രൈസ് ദി ലോർഡ്. അവൻ നടന്നും തുള്ളിയും. സ്വത്രം. തുള്ളി വല്ല കൈ കിട്ടാഞ്ഞും കൊണ്ടല്ല, വീട്ടിൽ കിടന്ന് ചിലത് കാണിച്ചു കിടന്ന് തുള്ളുന്ന പോലെ അല്ല. സ്വത്രം. ഈ തുള്ളിച്ച ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ അവൻ തുള്ളിയതാണ്. തുള്ളാത്ത ശരീരത്തിൽ തുള്ളലുണ്ടായി. ചില സഭയ്ക്കകത്ത് എന്നാ തുള്ളൽ മാത്രമേ ഉള്ളൂ, വചനവും ഇല്ല, ആരാധനയില്ല, വെളിപ്പാടും ഇല്ല, ദൂതുമില്ല, ചുമ്മാ കിടന്ന് തുള്ളിച്ച. പ്രൈസലോ. അടിയുടെ കുറവ്. പ്രൈസലോ. അതുകൊണ്ടാണ് നാട്ടുകാർ കയറി അടിച്ചു പൊട്ടിക്കുന്നത്. ദൈവത്തിന് മഹത്വം. അപ്പൊ എന്നാ എടുക്കണം? നടത്തിപ്പുണ്ടായിരിക്കണം. ദേവാലയത്തിൽ നിനക്കൊരു നടത്തിപ്പുണ്ടായിരിക്കണം. ചില കാര്യങ്ങൾ നിന്നെ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രവർത്തനങ്ങളെ ട്രാക്ട് കൊടുക്കുക, സുവിശേഷീകരണം നടത്തുക, ആ ബിരിയാണി ചെമ്പൊന്ന് മാറ്റി വെക്കുക, ആ ബിജുവിന്റെ കാറൊക്കെ ഒന്ന് കഴുകി കൊടുക്കുക, ആ ചെരുപ്പൊക്കെ കഴുകി ഞാൻ വരുമ്പോൾ ഒരു 10,000, 50,000 ഒക്കെ എനിക്ക് ചുമ്മാ തരിക. പ്രൈസലോ. ഞാൻ ഒരെടുത്ത് സ്വോത്രമായിട്ട് ഇവിടെ ഇടുക. ഇതൊക്കെ ചെയ്യുന്ന സ്വർഗത്തിൽ പോലും തടസ്സമല്ല. സ്വോത്രം. ആരും കാശും കൊണ്ട് വരരുത് കേട്ടോ. ഞാൻ നിങ്ങളുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി പറഞ്ഞതാ. ആ ദൈവത്തിന് മഹത്വം. ഞാൻ കാശിന്റെ പുറകെ ഒന്നും പോകുന്ന ആളൊന്നുമല്ല. ദൈവത്തിന് മഹത്വം. എനിക്ക് 1 സെന്റ് ഭൂമി പോലും എൻ്റെ പേരിൽ. എത്രയോ രാജ്യങ്ങൾ കവർ ചെയ്തു, എത്രയോ ലോകരാഷ്ട്രങ്ങളിൽ സഞ്ചരിച്ചു, എത്രയോ കോടീശ്വരന്മാർ ബന്ധപ്പെട്ടു. ഇഷ്ടം പോലെ വാരിക്കൂട്ടാമായിരുന്നു. ഞാൻ ഇഷ്ടം പോലെ വാരിക്കൂട്ടി. എന്താ? ദൈവ വിഷയമായി ഞാൻ സമ്പന്നനാകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ സ്വോത്രം. ഇന്നലെ ഒരുത്തിയുടെ ബാങ്ക് പരിശോധിച്ചപ്പോൾ 242 ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത്. നിനക്ക് ആ ഫെഡറൽ ബാങ്കിലാണ് ഒരു അക്കൗണ്ട് ഉണ്ട്. എത്ര രൂപയുണ്ട്? 95 രൂപ കാണും. പ്രൈസലോ. നീ അവളെ കണ്ടുപിടി. അവൾ 242 വാക്കിൽ അവിടെ അപ്പം കാശ് ഉണ്ടാക്കി കൊടുത്തു. പ്രൈസലോ. സ്വോത്രം. പക്ഷേ നിന്നെ പരിശോധിച്ചാൽ ഒരു അക്കൗണ്ട് നിന്റെ ഹൃദയത്തിലുണ്ട്. നിന്റെ ഹൃദയത്തെ പരിശോധിച്ചാൽ ഒരു അക്കൗണ്ട് ഉണ്ട്. സ്വർഗത്തിൽ വലിയൊരു നിക്ഷേപം. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. കണ്ടാൽ സൗന്ദര്യമില്ലെങ്കിലും, BPL കാർഡാണെങ്കിലും, മാസത്തിൽ നിനക്കൊരു വരുമാനമില്ലെങ്കിലും, വിശ്വാസ ജീവിതമാണെങ്കിലും നിനക്ക് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു അക്കൗണ്ട് ഉണ്ട്. അതൊരിക്കലും കാര്യമാകത്തില്ല. പ്രൈസ്. ആ പാസ്ബുക്ക് സ്വർഗത്തിലെ ദൈവം അതിനെ കടിച്ചിരിക്കുന്നത്. ദൈവത്തിന് ഇന്നുവരെയും തക്ക സമയത്താണ് ദൈവം നിന്നെ ചെറുതും വലുതുമായ വിഷയത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ നിന്നെ സഹായിച്ചത്. അതുകൊണ്ട് വീർപ്പും മുട്ടി ഭാരപ്പെട്ട് നീ നാളെ നീ എന്നാ എടുക്കും? കാണുന്നവരോടും പോകുന്നവരോടും ഒന്നും പരാതി പറയരുത്. അവിഞ്ഞ സാക്ഷ്യം ഞായറാഴ്ച എന്ന് പറയരുത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പലപ്പോഴും നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവദാസന്മാർക്ക് തുണി തല്ലോട്ട് പറഞ്ഞ് വലിച്ച് കയറ്റിയിട്ട് പ്രൈസലോ. എങ്ങനെയൊന്നും അറിയത്തില്ല. എങ്ങനെ കർത്താവിനെ ആശ്രയിക്കുന്നില്ല. ദൈവമക്കളെ പ്രാർത്ഥിക്കുക. എന്താ ഇത്? വേറെ ജോലിയൊന്നുമില്ല. സ്വോത്രം. 15 രൂപ ബുറുക്കാപ്പി മേടിച്ച് കുടിച്ചൊരു വഴന്ന് വീട്ടിലെങ്ങാനും പോകാനുള്ള പണി നോക്കി. പ്രൈസലോ. നിന്റെ ഈ കണ്ണുനീര് കാണാനാണ് ഇങ്ങോട്ട് വന്നത്. പ്രൈസലോ. കർത്താവ് വേണം ആകെപ്പോളെ ദുഃഖിപ്പിച്ചിരിക്കുക. എൻ്റെ ദൈവമേ, കർത്താവ് പറയും ഇവക്ക് വേണ്ടി എന്തുമാത്രം ഉപകാരം ഞാൻ ചെയ്തു. ഇവിടെ ചത്ത് ജീവിച്ച സഹോദരിയല്ലേ. ഇന്ന് ഇവിടെ കണ്ണുനീരും കഥനകഥയൊന്നും മാറിയിട്ടില്ലേ. പ്രൈസലോ. ദൈവത്തിന് സ്തോത്രം. പണ്ട് വ്യാകുല മാതാവിനോട് പ്രാർത്ഥിക്കാൻ പോയതുപോലെ കത്തോലിക്ക പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന മാർട്ടിൻ വ്യാകുല മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ മക്കളുടെ 3 പേരുടെയും കല്യാണം കഴിഞ്ഞു, ഇനിയും 2 പേരുടെയും കൂടി കൊണ്ട് വ്യാകുല മാതാവേ നടത്തണമേ, അത് റെഡിയാക്കി തരണമേ, ഉത്തരവാദിത്തപ്പെട്ട കരങ്ങളിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ആക്കണമേ. മാതാവിന് 2 കുരിശും വരച്ച് 3 വെളിയിലും കത്തിച്ച് മുട്ട ചെന്നൊരു വീഴ്ചയും വീണു. 2 ആഴ്ച അടുപ്പിച്ച് ചെയ്തു. ഒരു പരിപാടി നടന്നില്ല. സ്തോത്രം. ആള് കുടിയനായിരുന്നു. അവസാനത്തെ 4-ാമത്തെ ആഴ്ച ഇങ്ങോട്ട് വന്ന് മുണ്ട് കയറ്റി അങ്ങ് കുത്തി. ആളിന് സ്വഭാവമൊക്കെ അങ്ങ് മാറി. മാറ്റൻ വേറെ മാർട്ടിനാക്കി മാറി. തോപ്പുംപടി മാർട്ടിനായിട്ട് മാറി. ഇവിടെ വ്യാകുലം മാറിയിട്ടല്ലേ എൻ്റെ പിള്ളേരെ വ്യാകുലം മാറുന്നു. അങ്ങനെ ഒരു ഗതികേടൊന്നും എൻ്റെ അകത്ത് വരത്തില്ല. ദുഃഖത്തോടും ഭാരത്തോടും എൻ്റെ സന്നിധിയിൽ വന്ന ദൈവസന്നിധിയിൽ നിന്ന് ഒരു മക്കളെയും ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ആവശ്യബോധത്തോടെ വന്ന് ആരെയും ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അനുഭവം ഉണ്ടല്ലോ. റോഡിൽ വെച്ച് കരഞ്ഞപ്പോഴോ, ഓട്ടോയിൽ വെച്ച് ദുഃഖിപ്പിടിച്ചൊരു ഓഫീസിന്റെ മുമ്പിൽ നിങ്ങളെ വിളിച്ചപ്പോഴും, ആശുപത്രിയിൽ ബില്ലടിക്കാൻ നിവൃത്തിയില്ലാതിരുന്നപ്പോഴും ഒക്കെയും തക്ക സമയത്ത് സഹായിച്ച ഒരു കരമുണ്ടെങ്കിൽ നിന്നെ അറിഞ്ഞ അതുഷനായി ദൈവത്തിന്റെ കരവും അവൻ നിയോഗിച്ച ആളുകളുമാണ്. സ്തോത്രം. അവൻ ആലയത്തിൽ പള്ളിക്കകത്തൊരു പുതിയ പുള്ളി വന്നിട്ടുണ്ട് കേട്ടോ. സ്തോത്രം. ദേവാലയത്തിന്റെ പേരാണ് സുന്ദരം. എന്താണ് സുന്ദരം എന്ന് പറഞ്ഞാൽ? ബ്യൂട്ടിഫുൾ, മനോഹരമായ ദേവാലയം. മനോഹരമായ ദേവാലയം. സുന്ദരം എന്ന ദേവാലയം. അതിന്റെ പടിവാതുക്കൾ അമ്മയുടെ ഗർഭം മുതൽ എന്ന് പറഞ്ഞാൽ 28 കെട്ട് കഴിഞ്ഞ നിമിഷം മുതൽ ഇവൻ ചുമട്ടുതൊഴിലാളിയുടെ കയ്യിൽ അവനിരിക്കുന്നത്. സ്തോത്രം.
ആരും ചിരിക്കരുത്, ആരും കരയരുത്. വചനത്തെടിവോളെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഇത് കെട്ടുകഥയും കിഴവിക്കഥയൊന്നുമല്ല. സംശയമുള്ളവർ പോയി വചനം വായിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഇവന് 40 വയസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടില്ല, കുട്ടികളുണ്ടായിട്ടില്ല. സ്തോത്രം. മറ്റുള്ളവരെ എപ്പോഴും നടക്കാനോ ഓടാനോ ഒന്നും അവന് കഴിയത്തില്ല. എല്ലുകളെയും സന്ധികളെയും കൂട്ടിപ്പിടിച്ചിരിക്കുന്ന, വരിഞ്ഞു മുറക്കുന്ന ഒരു വലിയ രോഗം, പിള്ളവാതം ഇവനെ പിടിച്ചിട്ട് അവന് നടക്കാൻ പറ്റത്തില്ല. ചിട്ടപ്പിള്ളയെ അവന് ഈ അസുഖമായിരുന്നു. 40 വർഷം, 40-ലധികം വർഷമായി അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ സുന്ദരംഗവാലയത്തിന്റെ തൊട്ടുവാതുക്കൽ 40 വർഷക്കാലമായിട്ട് ഇരുന്ന് തെണ്ടുകയാണ്. ആദ്യത്തെ 10 വയസ്സ് വരെ പ്രൈസ് ദി ലോർഡ് മറ്റുള്ളവർ ഇവന് വേണ്ടി തെണ്ടി അങ്ങോട്ട് കൊടുക്കുകയും സംസാരപ്രാപ്തി ആയപ്പോൾ ഇവൻ തെണ്ടാനും തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഏതായാലും കൊള്ളാം, വീട്ടുകാർക്കും ചുമട്ടു തൊഴിലാളികൾക്കും നല്ല വരുമാനം. ദൈവത്തിന് സ്തോത്രം. ഇവന്റെ കാലൊടിഞ്ഞ നിമിത്തം പലരും അവനെ കൊണ്ട് അവനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിന്റെ വൈകുല്യങ്ങൾ നിമിത്തം, അത് ചില ബലഹീനതകൾ മറ്റുള്ളവരെ ഈ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നീ മുന്നേ മുതലെടുത്തോണ്ടിരിക്കുകയായിരുന്നു. വീട്ടുകാർക്കും നാട്ടുകാർക്കും സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും മറ്റുള്ളവർക്കും വേണ്ടി നീ ഓടിക്കൊണ്ടേയിരുന്നു. ജീവിക്കാൻ പറന്നുപോയൊരു മനുഷ്യനായിട്ട് നീ മാറി. പ്രൈസ് ദി ലോർഡ്. നിനക്കൊരു താങ്ങില്ല, നിനക്കൊരു തണലില്ല, നിനക്കൊരു ഉത്തരവാദിത്തപ്പെട്ടവരില്ല. വല്ലവർക്കും വേണ്ടി തെണ്ടുകയും ഭിക്ഷയാചിക്കുകയും വഴി കിടക്കുകയും ചെയ്തൊരു മനുഷ്യ ശരീരം. അവഗണിക്കപ്പെട്ട അവസ്ഥയിൽ ആ വീട്ടിൽ കിടന്ന സ്ഥാനത്ത് നിന്റെ അടുത്തേക്ക് ഇത് 2 സഹോദരന്മാർ, 2 കർത്തൃദാസന്മാർ കടന്നു വരുന്നുണ്ട്. ദൈവത്തിന് മഹത്വം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രതിഫലം കിട്ടാൻ പോകുന്നില്ല. ഞാൻ പറയാനിടയ്ക്ക് ചെയ്താൽ പ്രതിഫലം കിട്ടും. ഞാൻ പിന്നെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പത്രോസ്, മിസ്റ്റർ യാക്കോബും പത്രോസും യോഹന്നാനും കൂടെ അവരാണിപ്പോൾ വന്നിരിക്കുന്നത്. അവർ ചൂടോടെയാണ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അവരതുവരെ എവിടെയായിരുന്നു? അവർ മർക്കോസിന്റെ മാളിക മുറിയിൽ ആത്മാവിന്റെ നിറവോടെ അന്യഭാഷയെ ദൈവത്തെ ആരാധിച്ച് തലേ തോർത്തുകൊണ്ട് വെള്ളമെല്ലാം തൂത്തി ഡ്രസ്സെല്ലാം മാറി 3000-നെ വെള്ളത്തിൽ മുക്കി വെച്ച് കയറി വരുന്ന ഒരു വലിയ മനുഷ്യനാണ് പത്രോസ്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ തൊട്ടു പിന്നാലെ യോഹന്നാനുണ്ട്. 2 പേരും കൂടാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. അവർക്ക് താല്പര്യമുണ്ടായി. മാളിക മുറിയിലെ ആരാധന കഴിഞ്ഞല്ലോ, ഇനി ദേവാലയത്തിൽ പോയി എന്ന് പ്രാർത്ഥിച്ചിട്ട് അതുവഴി അങ്ങ് അടുത്ത മീറ്റിങ്ങിന് പോകാം, ദൈവം അയക്കുന്ന സ്ഥാനത്തേക്ക് പോകാം എന്നുള്ളൊരു ദൈവ നടത്തിപ്പിന്റെ നിയോഗപ്രകാരം അങ്ങനെ 2 കർത്തൃദാസന്മാർ അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ്. അവർ പോയ കൂട്ടത്തിൽ ദൈവത്തിന് സ്തോത്രം, ഇവരവനെ കണ്ടതല്ല, അവൻ ഇവരെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. വല്ലതും കിട്ടുമെന്ന് കരുതി, അങ്ങനെ എഴുതിയിരിക്കുന്നത്, വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ ഒന്ന് നോക്കി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചില സംഗതികളൊക്കെ നോട്ടം വിട്ട് ചില പുള്ളികളൊക്കെ ഈ ഭാഗത്ത് കിടന്ന് കറങ്ങുന്നുണ്ട്. നിന്നെ പാക്കാൻ പിടിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ചെന്നാൽ വല്ലതും കിട്ടും, പറഞ്ഞാൽ വല്ലതും പാസ്റ്റർ തരും. പ്രൈസ് ദി ലോർഡ്. എഴുതി കൊടുത്താൽ വല്ലതും കിട്ടും, വിളിച്ചു പറഞ്ഞാൽ കൊണ്ടും തരും. ആ കഥകെ മനസ്സിൽ വെച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ യഹോവയിൽ ആശ്രയിക്കണം. മനുഷ്യരിൽ ആശ്രയിക്കുന്ന യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. എന്തുകൊണ്ട്? എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്. സ്തോത്രം. സഹായത്തിന് വേണ്ടി ഒരുത്തന്റെ പുറകെ പാത്രം പിടിച്ചും പേപ്പർ കാണിച്ചും ഒപ്പിട്ടും രസീത് കൊണ്ട് നടക്കരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്താലും അപേക്ഷയാലും സ്വർഗത്തിലെ ദൈവത്തിനോട് അറിയിക്കുക. കർത്താവ് പറയാ. പ്രൈസ് ദി ലോർഡ്. ഈയിടെ മഴയും വെള്ളമൊക്കെയാ. ഒന്നാമത്തെ കാര്യം, പെട്രോളിനും വില കൂടി വലിയ ടൈറ്റായിട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ബിജുവിനോട് ചോദിച്ചു, അവരെല്ലാം കണ്ണോട് ഇച്ചിരി കാശ് മേടിച്ചുകൊണ്ട് പോകും എന്ന് പറയുന്ന ഒരു അവിഞ്ഞ വർത്താനമൊന്നും യേശു പറയത്തില്ല. പറഞ്ഞ മനസ്സിലായോ? സ്തോത്രം. നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന ദൈവം ഞങ്ങളെ കൊന്നാലും കൊന്നില്ലെങ്കിലും തന്നാലും തന്നില്ലെങ്കിലും ഈ കുന്തത്തെ സേവിക്കുന്ന പരിപാടി ഞങ്ങളില്ല. വിട്ടുപോകുന്ന കത്തോലിക്കയിലേക്ക് ഞാൻ പോകത്തില്ല, കരസ്മാറ്റിക്കിനില്ല, ഡാമിയന്റെ അവിടെ ഞാനും നീ പോകത്തില്ല. ഏതോ അതങ്ങ് വിളിച്ച് തലേ തുണിയിട്ട് പോയ പുള്ളികളിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഡാമിയൻ കയറി വന്നുകൊണ്ടോ? കള്ളപ്രവാചകന്മാരുടെ ആടുകളുടെ വേഷം കൊണ്ടിങ്ങനെ നടക്കും. പക്ഷെ അവരെ CT സ്കാൻ ചെയ്ത് നോക്കിയാൽ അകത്ത് ചെയ്യുന്ന ചെന്നായും പുറത്തിരിക്കുന്ന മുട്ടനാടിന്റെ തോലുമായിരിക്കുന്നത്. സ്തോത്രം. വെള്ളപ്പാൻറ് കണ്ടോ, വെള്ള ഷർട്ട് കണ്ടോ, വെള്ള ജൂബ കണ്ടോ? ഇപ്പം കള്ളപ്രവാചകന്മാർക്കും ദുരുപദേഷ്ടാക്കന്മാർക്കും ആവുന്നുമല്ല, അവർക്ക് അണ്ടർടേക്കറിന്റെ ടീഷർട്ടാണ് ഉള്ളത്, ഗുസ്തിക്കാരന്റെ ടീഷർട്ട്. പ്രൈസ് ദി ലോർഡ്. അത് കളർ മാറിക്കൊണ്ടിരിക്കുക. പച്ച, മഞ്ഞ, ചുവപ്പ്, ഉമ്മാക്കിയുടെ തലമുള്ളത്. പ്രൈസ് ദി ലോർഡ്. കിങ്കോബ്ര പത്തി പിരിച്ച് നിൽക്കുന്ന സ്റ്റിക്കർ ഉള്ളത്. ഇതൊക്കെ അവരുള്ളത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ നല്ല ദൂതും കേൾക്കാം. ഫയർ ഫയർ കയർ അവിടെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വിനാശകാലെ വിപരീത ബുദ്ധി. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആ നല്ല ഉപമതി. നീ വിശ്വസിച്ചവൻ വിശ്വസ്തയുള്ളവനാണ്, ഉമതിയാണ്. ആലയത്തിൽ വരുമ്പോൾ എവിടെ വെച്ച് നിന്നെ അനുഗ്രഹിച്ചു റോഡിൽ ഇറങ്ങപ്പോൾ അത്ര എതിരേലും പോടി എനിക്കെന്നാന്ന് പറയുന്ന ഒരു കർത്താവല്ല. നിന്നോടൊപ്പം കടന്നു വന്ന് ഇവിടുന്ന് ഉറങ്ങിയ ശേഷം നിന്നോടൊപ്പം സഞ്ചരിച്ച് എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരുമെന്ന് വചനത്തിലുണ്ടെങ്കിൽ ആ സാന്നിധ്യം വീർപ്പുമുട്ടുന്ന രാത്രികളിലും ഒറ്റപ്പെടുന്ന വേളകളിലും നിനക്ക് മനസ്സിന് ധൈര്യം നൽകും.
അഭിഷേകം പ്രാപിച്ചാൽ രുചിച്ചറിയാം. ശാന്തമായിരിക്കാൻ പറയും. നീ മിണ്ടാതെ ഇതെല്ലാം കേട്ടേച്ച് വീട്ടിൽ ചെന്നാൽ ആ ഗുണപ്പെടാത്ത ആ കാർക്കോടകം വീട്ടിൽ വന്നേച്ച് 2 സ്മോൾ അടിച്ചേച്ച് അതും ഇതും പറയുമ്പോഴത്തേന് ഇങ്ങനെ നീ പറഞ്ഞുകൊണ്ട് പോകും. എന്നാൽ ആ അടിച്ചവനാണെണ്ണം തരും. കൈ കെട്ട് കഴിയുമ്പോൾ 2 തെറി നീയും പറയും. എന്നിട്ട് ചില കുറവുകളുമായി കഴിഞ്ഞ ആഴ്ച ചില വാക്കിന്മേൽ ചില കുറവുകളും ബലഹീനതകളും കൊണ്ടൊക്കെ ഉണ്ടായി. നീ തന്നെ അനുഭവിച്ചോളൂ, ഞങ്ങളാരും ഉത്തരവാദിയല്ല. സ്തോത്രം. നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമായി മാറരുത്. ഈ വാക്കുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന അധരം കൊണ്ട് മറ്റൊരു മനുഷ്യനെ നശിപ്പിക്കാനും തകർക്കാനും വൃത്തികെട്ട വാക്കുകളും മോശപ്പെട്ട പദപ്രയോഗം ചെയ്യാൻ പോകരുത്. കല്ല് വെച്ച നുണ പറയാൻ പോകരുത്. ഒരുത്തൻ്റെ കൈ കാശോ പണമോ എവിടുന്നേലും കിട്ടുന്നുണ്ടെങ്കിൽ രാവിലെ കുറുക്കൻ്റെ ചിന്ത വരും, എന്നതിലൊരു കള്ളത്തരം പറഞ്ഞ് ഇച്ചിരി അങ്ങ് മേടിച്ചാലും. പ്രൈസലോ. അച്ഛാ, ഞാൻ വന്നത് എനിക്ക് 17-ാം തീയതി ഒരു 50,000 രൂപ ആവശ്യമുണ്ട്. പ്രൈസൽ കക്ഷീൻ്റെ അകത്തുണ്ട്. ഒരു 80,000 രൂപ ആവശ്യമുണ്ട്. ഒരു 31-ാം തീയതി ഒരു 10, 10:30, 11, 11:30, 4, 4:30, 5 മണിയോടുകൂടെ പൈസ കൊണ്ടൊക്കെ തന്നേക്കാം. പ്രൈസലോ. അയ്യോ, അതും ഇല്ലേ, ടൈറ്റാണല്ലോ. അങ്ങനെ പറയരുത് അച്ഛാ, അത് അത്യാവശ്യമുള്ള കാര്യമാണ്. അത്ര ഒരു 30 തരാം. നോക്കങ്ങനെ എന്നാ ഒരു 40 തരാം. പ്രൈസലോ. സ്വത്രം. എല്ലാം പറഞ്ഞ് റെഡിയാക്കി കാശും എല്ലാം മേടിച്ച് അല്ല ആള് പോയ പോക്കാട്ട്. പല 31 കഴിഞ്ഞിട്ടും പ്രൈസലോ ആളിനെ കണ്ടിട്ടില്ല, വന്നിട്ടില്ല. ഇടയ്ക്ക് തോപ്പുംപടി വെച്ചോ ലിസ്യു ജംഗ്ഷനിൽ വെച്ചോ എങ്ങാണ്ടൊന്ന് കണ്ടു. അന്നേരം ഓട്ടോയുടെ പിറകിൽ മുങ്ങി. പ്രൈസലോൺ. ദൈവത്തിന്റെ സ്തോത്രം. നീ 15-ാം സങ്കീർത്തനം വായിക്കരുത്. ഒറ്റപ്പെടലും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും വരാം. ഒരു കാര്യം ഓർത്തോണം, കർത്താവേ സ്തോത്രം, ദൈവം ഒരുക്കുന്ന വഴിയല്ലാതെ മറ്റൊന്നും എനിക്ക് വരരുത്. കർത്താവ് തരുന്ന നന്മയല്ലാതൊന്നും എൻ്റെ അക്കൗണ്ടിൽ വരരുത്. ദൈവം തരാത്തതൊന്നും എൻ്റെ കയ്യിൽ വരരുത്. പല ദിവസം ഞാൻ മുണ്ട് മുറുക്കി കൊടുത്ത് പൈപ്പ് വെള്ളം കുടിച്ചാൽ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തത്. പല ഹോട്ടലുകളുടെ ഫ്രണ്ടിൽ ഞാൻ നോക്കി നിന്നിട്ട് ഒരു ചായ ആരെങ്കിലും മേടിച്ചു തരാൻ, ഒരു ഊണിന് വേണ്ടി ഞാൻ കെഞ്ചി. ബസ് സ്റ്റാൻഡുകളിലും റോഡുകളിലൊക്കെ ഞാൻ പാട്ടുപാടി സുവിശേഷം ചെയ്യുമായിരുന്നു. എന്നെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. ഒരു ഷർട്ടും ഒരു പാൻറ്റുമാണ് ദൈവം എനിക്ക് അക്കാലഘട്ടങ്ങളിൽ തന്നത്. എന്തിനാ? എൻ്റെ കഷ്ടതയിലൂടെ എന്നെ കടത്തിവിടുക, പിൻകാലങ്ങളിൽ അനുഗ്രഹിക്കാൻ, പിൻകാലങ്ങളിൽ ഉയർച്ചാൻ, പിൻകാലങ്ങളിൽ ലോക പ്രശസ്തമായ നിലയിൽ ദൈവം കൊണ്ടുവരാൻ. എന്നെ താഴ്ചയിലേക്ക് ദൈവം കടത്തിവിടുമ്പോൾ ആ താഴ്ചയിൽ നീ താഴ്ന്നോണം. പ്രൈസ് ദി ലോർഡ്. ക്രൂശിലെ മരണത്തോളം യേശു തന്നെത്താൻ താഴ്ത്തി. എന്ത് സംഭവിച്ചു? പിതാവായ ദൈവം ഏറ്റവും മേലായ നാമം യേശു തമ്പുരാന് നൽകി. അതാണ് അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയി. ആ മാതൃക നിനക്കും ഉണ്ടായിരിക്കണം. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ മനുഷ്യരിലേക്ക് ഓടുക. മനുഷ്യനാ മുമ്പിൽ വരുന്നത് മുഴുവൻ. എന്തെങ്കിലും വിഷയം വന്നാൽ, എന്തെങ്കിലും മാനസികമായോ ശാരീരികമായോ സാമ്പത്തികമായോ ഏത് വിഷയം വന്നാലും പാസ്റ്ററല്ലേ, അതെല്ലോ പാസ്റ്ററെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ, വിഷയം വെച്ച് പ്രാർത്ഥിക്കണം, വിളിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇതെല്ലാം കണ്ട് ഇവിടെ നോക്കിയിരിക്കുക. വെറുതെ ഇവക്ക് വേണ്ടി ക്രൂശേ കയറിയതാ, ചോര ഒഴുകിയതാ. അവിടെ വർത്താനം കേട്ടില്ല. വിഷയം എന്നോട് അറിയിക്കേണ്ട സ്ഥാനത്ത് അവൾ നേരെ ബിജുവിനെ അറിയിച്ചത്. പ്രൈസ് ദി ലോർഡ്. ബിജു ആ കുരിശ് കടന്ന സ്ഥലം പോലും കണ്ടിട്ടില്ല, കോൽക്കത്ത പോലും കണ്ടിട്ടില്ല. സ്വത്രം. ഒരു വിഷയമുണ്ടായി കഴിയുമ്പോൾ സ്ഥലം പാസ്റ്ററെയോ പ്രാർത്ഥിക്കുന്നവരെ വിളിച്ച് ഫോണിലൂടെ ഗ്രൂപ്പിലിടുകയല്ല ചെയ്യേണ്ടത്. ആ ഗ്രൂപ്പിലിടുന്നതോ കൊള്ളാം, ആ ഗ്രൂപ്പിൽ ചിലർ നിന്നെ കൊണ്ട് പോയിരിക്കാൻ സൂക്ഷിച്ചോണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഗ്രൂപ്പുകളിൽ ദൈവത്തിന് സ്വത്രം. യഥാർത്ഥ ആത്മീയ ജീവിതം നശിക്കുന്നവരൊന്നും ഗ്രൂപ്പുകളിക്കകത്ത് പോകത്തില്ല. അവർ കല്ലറവാതൊക്കെ മറിയ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നതായിട്ട് കണ്ടു. ഇമ്രാശം നാട്ടുകാർ. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു മെസ്സേജിൻ്റെ അകത്ത് ഏതോ ഒരു ഇതിൻ്റെ അകത്ത് കണ്ടു. അപ്പം 16 പേര് ഗ്രൂപ്പിൻ്റെ അകത്ത് ഇങ്ങനെ ഒരാളുടെ ഒരു വിദേശിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്കെല്ലാ വിഷയങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. പ്രൈസലോ. ആകാശം ഇടിഞ്ഞു വീഴാതിരിക്കാൻ പ്രാർത്ഥിക്കാം, കടലിലെ ജലം കുറഞ്ഞു പോകാതിരിക്കാൻ പ്രാർത്ഥിക്കാം, മുളക് കൂട്ടുമ്പോൾ എരിവ് വരാതിരിക്കാൻ പ്രാർത്ഥിക്കാം, ഇരുട്ടായി കഴിഞ്ഞാൽ ഉറക്കം വരാതിരിക്കാൻ പ്രാർത്ഥിക്കാം. പ്രൈസലോ. ഒറ്റ കണ്ണടച്ച രാത്രി കടന്നുറങ്ങുക. ഇതെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അന്നേരം പ്രൈസലോ ആ സഹോദരിയുടെ പുറകിൽ കൂടെ ഹസ്ബൻഡ് ടോയ്ലറ്റിൽ നിന്ന് ഒരു തലക്കെട്ടും കെട്ടി തോർത്ത് കൊടുത്തുകൊണ്ട് പുറകിൽ കൂടെ പോകുന്നതിൻ്റെ അതോടെ സ്ക്രീനിൽ കാണാം. അന്നേരം അതിൻ്റെ അത്രയും ഓരോന്ന് വായും വിളിച്ച് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അന്നേരം സഹോദരി അവിടെ നോക്കുന്നു, ഇവിടെ നോക്കുന്നു, നെറ്റിൻ്റെ അകത്ത് നോക്കുന്നു, ഇവിടെ നോക്കുന്നു, കുഞ്ഞുമോളെ നോക്കുന്നു. പ്രൈസലിൽ എന്തെല്ലാം വിഷയങ്ങളാണ്. ഇതൊന്നും പ്രാർത്ഥനയൊന്നുമല്ല. ഇതൊക്കെ ഒരു പ്രൈസൽ തൊഴിലുറപ്പ് പദ്ധതി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്താണ് ദൈവമക്കളെ പ്രാർത്ഥന എന്ന് പറയുന്നത്? ഈ ഇരിക്കുന്ന അന്തർഭാഗത്തിരിക്കുന്ന ഈ മനുഷ്യ ശരീരത്തിൻ്റെ ഉൾഭാഗത്ത് വെച്ചിരിക്കുന്നതായ സീക്രട്ട് പോയിന്റാണ് മനുഷ്യഹൃദയം. അതിൻ്റെ അകത്താണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവരൂപത്തിൽ വസിക്കുന്നത്. ആ പ്രാവ് അത് പ്രൈസ് ദി ലോർഡ്, അത് ആ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും അതിന് പരിപാവനമായ ഒരു സ്ഥലത്തേക്ക് അതിന്റെ സൃഷ്ടികർത്താവുമായിട്ടൊരു കുറുങ്ങലുണ്ട്. അതാണ് പ്രാവിനെ പോലെ കുറുകുക, ഞെരുങ്ങുക എന്ന് പറയുന്നത്. ദൈവവും മനുഷ്യനുമായി ആത്മാവിൽ സംസാരിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്.
അല്ല കുറഞ്ഞ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാകുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ, നീയോ ഉപവസിക്കുമ്പോൾ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാം സീക്രട്ട് സീക്രട്ട് സീക്രട്ട്, രഹസ്യം രഹസ്യം എന്നാ. നിങ്ങൾക്കറിയാവോ? ഒന്ന് വേണമെങ്കിൽ നോക്കിക്കോ. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം എടുത്താട്ടെ. ഇപ്പോൾ ആ കാര്യം പറയാനുള്ള നല്ലൊരു പ്രേരണ കിട്ടിയോണ്ടാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. മത്തായി ഒരാൾ 6:3 വായിരേ, വേറൊരാൾ 6:6 വായിരേ, വേറൊരാൾ 6:18 വായിരേ. വായിച്ചേ. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്. അടുത്തയാള്. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം. 18-ാമത്തെ വാക്യം വായിച്ചേ കുഞ്ഞെ. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. കണ്ടോ? അത് ഉപവാസത്തെ കുറിച്ചാ. അപ്പൊ ഉപവസിക്കുമ്പോൾ പബ്ലിസിറ്റി നടത്താൻ പാടുള്ളതല്ല. ഉപവാസമാണോ? ഞാൻ ഉപവാസം. ഇതെത്ര ദിവസം? 12-ാമത്തെ ദിവസം. 12-ാമത്തെ ദിവസം. കണ്ണെല്ലാം കൊഴിഞ്ഞ് തട്ടുകട പൊറോട്ടായിക്ക് മാവിടിച്ചതുപോലെ, ബാലരമയ്ക്കകത്ത ലുട്ടാപ്പിയുടെ മുഖം പോലെ. അത് അറിയിക്കുക. കാണുന്നവരെയും പോകുന്ന എല്ലാ SNDP-ക്കാർ, NSS-കാർ, പെന്തക്കോസുകാർ, IPC-കാരനെ, IPC-ക്കാരെ എല്ലാവരെയും അറിയിക്കുക. ഉപവാസം. പുള്ളി അവരിതൊരു അവാർഡ് കിട്ടിയതല്ല. ഉപവാസമാണ്. അത് ഉപവാസമാണ്. കുഞ്ഞറിയരുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇങ്ങോട്ട് തന്നെ സാത്താൻ ചോദിക്കുക, എന്നാ ഉപവാസമാണെന്ന് തോന്നുന്നില്ല കണ്ടിട്ട്. പക്ഷെ സാത്താൻ ഇങ്ങോട്ട് ചോദിക്കും, പ്രൈസ് ദി ലോർഡ്, എന്നാ കുഞ്ഞോട് ഉപവാസമൊക്കെയാണോ? പ്രൈസ് ദി ലോർഡ്. ഉപവാസമോ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വളരെ തന്ത്രപരമായ ചില ചോദ്യങ്ങൾ ചോദിക്കണം. ഇവന്റെ രഹസ്യമായിരിക്കണം. തലയിൽ എണ്ണ തേച്ച് എണ്ണ എടുക്കണം, മുഖം കഴുകണമെന്നായിരിക്കും. തലയിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു, ഉപവസിക്കുമ്പോൾ എണ്ണ എടുക്കണം. നീ ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനെ മുഖം വിരൂപമാക്കുന്നു. നീയോ ഉപവസിക്കുമ്പോൾ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിനെ തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക എന്ന് പറഞ്ഞാൽ, തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക എന്ന് പറഞ്ഞാൽ എന്നതാ? സ്തോത്രം. ആ കടയിൽ പോയി ഇച്ചിരി വെളിച്ചെണ്ണ മേടിച്ച് ഒരു കുപ്പി തലയോട് ഒഴിച്ച് പ്രൈസിലെ PH സോപ്പിട്ട് മുഖം നല്ലപോലെ കഴുകി. ഇങ്ങനെ ഇതല്ല അതിൻ്റെ അർത്ഥം. ഇതിനകത്ത് വലിയൊരു അർത്ഥമുണ്ട്. പ്രൈസലോ. സ്തോത്രം. തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക എന്ന് പറഞ്ഞാൽ എണ്ണ എന്തിനെ കാണിക്കുന്നു? എണ്ണ അഭിഷേകത്തെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കാണിക്കുന്നു. ഉപവസിക്കുമ്പോൾ നിന്റെ മേൽ ഒരു ദൈവത്തിന്റെ എണ്ണയുണ്ട്, നിന്റെ മേൽ വീടും. പഴയ നിയമത്തിൽ അതിന് അഭിഷേക തൈലമെന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ എണ്ണയില്ല, കാണുന്നില്ല. ഈ സാധനം കാറ്റായിട്ട് വന്ന് നിന്റെ ബോഡിക്കകത്ത് വന്ന് കയറുക. ശരസിലും മനസ്സിലും ചിന്തയിലും മനസ്സിലും എല്ലാം ഇത് കാറ്റായിട്ട് വന്ന് അടിച്ചു കയറി അഴുക്കെല്ലാം കൂടെ കാറ്റടിച്ച് പുറത്ത് കളയും. കാറ്റ് എവിടെ നിന്നും പോകുന്നു, എങ്ങോട്ട് പോകുന്നു അറിയത്തില്ല. പക്ഷെ ഒരു അടി അടിച്ചു പോയി കഴിയുമ്പോൾ അറിയാം ഏതോ ഒരു വലിയ വിടുതൽ ശരീരത്ത് നടന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനാലെ നിന്റെ മുഖത്തിന്റെ തേജസ് അങ്ങ് മാറും. ഉപവാസം കഴിയുമ്പോൾ മുഖത്തിന്റെ ചിലരുടെ മുഖം വെളുത്തിരിക്കുന്നതിനുണ്ട്, നല്ല തേജസ്സാ. പ്രൈസ് ദി ലോർഡ്. കള്ളന്മാരും ദുഷ്ടന്മാരും അടിച്ചു വീട്ടത്തൊരു നുണച്ചിപ്പാറും ഒന്നും മുഖത്ത് നോക്കത്തില്ല. അവരിങ്ങനെ നോക്കി വെച്ചു, പ്രൈസ് ദി ലോർഡ്, എവിടെ പോയാൽ അങ്ങോട്ട് പോയേച്ചു വന്നാന്ന് തോന്നുന്നല്ലോ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തിന്റെ ആത്മാവ്. സ്തോത്രം. ഉപവസിക്കുന്ന ആൾക്കാരുടെ മുഖത്ത് കൃപയുള്ള സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും പാസ്റ്റർമാരുടെയും മുഖത്ത് പൈശാചിക പോരാട്ടമുള്ളവർ ഫേസ് ടു ഫേസ് ഇങ്ങനെ നോക്കത്തില്ല. സ്തോത്രം. അവർ നോക്കുന്നത് വേണാട് എക്സ്പ്രസിലും മരത്തിലും പോസ്റ്റയിലും പ്രൈസ് ദി ലോർഡ് BD സതീശന്റെ പോസ്റ്റയിലും ഒക്കെ നോക്കി അവർ സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിന്റെ കണ്ണിമ നേരെ മിഴിക്കണം. പ്രൈസ് ദി ലോർഡ്. വക്രതയില്ലാത്ത മുഖവും വഞ്ചനയില്ലാത്ത കണ്ണുകളും മാത്രമേ ഫേസ് ടു ഫേസ്. പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പോൾ പാസ്റ്റർ ജോസിയോട് സംസാരിക്കുക. ജോസി പാസ്റ്റർ എന്നെ കൊണ്ട് വിശേഷ സുഖമായിരിക്കുന്ന സിസ്റ്ററൊക്കെ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പറഞ്ഞു അദ്ദേഹം പറയും, ഉണ്ട് പാസ്റ്റർ വന്നിട്ടുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ 2 ദിവസമായിട്ട് വന്നിട്ടുണ്ട്, അവരുമായിട്ട് വീട്ടിലൊക്കെ ഉണ്ട്. ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഫേസ് ടു ഫേസ് അല്ല സംസാരിക്കുന്നത്. സ്തോത്രം. ഞാൻ തിരുവല്ലായ്ക്ക് തിരിഞ്ഞും പുള്ളി ഊളംപാറയ്ക്ക് തിരിഞ്ഞും അല്ല സംസാരിക്കുന്നത്. ഇങ്ങനെ ചില പുള്ളികൾ സംസാരിക്കുന്നതാണ്. നിങ്ങൾ ചോദിച്ചാൽ കള്ളന്മാരെ ഇവര്. പ്രൈസ് ദി ലോർഡ്. റോഡ് സൈഡിൽ നിൽക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. വർത്താനം ഭയങ്കര പൊടിപൊടിയായിട്ട് നടക്കുന്നുണ്ട്, പക്ഷേ ഇവന്മാരെ മുഖത്ത് നോക്കത്തില്ല. ചില കള്ളികളുണ്ട്, ഒരു സംസാരം പറയും, ഭയങ്കര സംസാരിക്കും, പക്ഷേ മുഖത്ത് നോക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ആള് പോകാൻ അറിയാൻ നോക്കും. പ്രൈസ് ദി ലോർഡ്. ഓ ഇല്ല, ബാബു കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു, അവനിങ്ങനെ ജോലിയൊക്കെ കഴിച്ച് അവനങ്ങ് തിരിച്ചങ്ങ് പോയി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒന്നല്ല പറഞ്ഞാലൊന്നും കേൾക്കത്തൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. പഠിച്ച കള്ളിയായോളാം. പ്രൈസ് ദി ലോർഡ്. നിന്റെ കണ്ണിൻ്റെ അകത്ത് തന്നെ ഗുരുവാണോ നേരെ സംസാരിക്കാനായിട്ട്? പ്രൈസ്. ആരോട് സംസാരിക്കാണെങ്കിലും മുഖത്ത് നോക്കി സംസാരിക്കണം. മരത്തേലും കാട്ടിലെ പാസ്റ്ററോട് പറയുകയാണെങ്കിൽ വിശ്വാസി ആരോട് നോക്കിയാലും നേരെ നോക്കിയാൽ സംസാരിക്കാവൂ. അവിടെ എവിടെ നോക്കി പറയരുത്. അത് തട്ടിപ്പ് കേസ് കേട്ടാ. ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനെ ഇത് വക്ര ഹൃദയം അന്നയുടെ അകന്നിരിക്കുമെന്ന്.
വഞ്ചനയുള്ളവൻ എൻ്റെ വീട്ടിൽ വസിക്കത്തില്ല. കയ്യിലിരിപ്പും വഞ്ചനയും കുരുട്ടുപുത്തിയും വിളച്ചിലും ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ നീ വസിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. വേറൊരു വീടുണ്ട്, അവിടെ കുറച്ച് കാടും എല്ലാം പിടിച്ച് വല്ലപ്പോഴും ഒക്കെ ആൾക്കാർ വരികയും പോവുകയും ചെയ്യും. തുരപ്പനയിലൊക്കെയുണ്ട്. അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു എന്ന്. അതിൻ്റെ പുറത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആ സിമെന്റിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായോ? ദീർഘായുസ് വേണോ? നന്മ വേണോ? പ്രൈസലോ. മക്കളെയും കൊച്ചുമക്കളെയും കണ്ട് ഐശ്വര്യത്തോടെ നന്മയോടുകൂടെ ജീവിക്കണോ? സ്തോത്രം. ഒരു കാര്യം നീ ഓർത്തച്ചാൽ മതി, നിന്റെ പ്രാണനും ശരീരവും ഒക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ ഡിപ്പോസിറ്റ് ചെയ്യണം. പ്രൈസലോ. സൂസമ്മയാകുന്ന ഞാൻ 46 വയസ്സുള്ള എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ജീവിതത്തെയും ഈ കാണുന്ന സ്റ്റീൽ ബോഡിയെയും എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച എൻ്റെ കർത്താവായി യേശുവിന് വേണ്ടി പൂർണ്ണമായി ഞാൻ സമ്മതിക്കുന്നു. ഈ ശരീരം കൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞാൻ ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും അങ്ങേക്ക് വേണ്ടി ഉള്ളവളാണെന്ന് നിനക്ക് പറയാൻ എന്നാ ഈ നാണക്കേട്? പഞ്ചായത്ത് തന്നെ ആരെല്ലാം ആപ്ലിക്കേഷൻ കൊണ്ട് കൊടുക്കണോ? ശരിക്കൊന്ന് സമർപ്പിച്ച് പ്രൈസല്ലോ. കുറച്ച് ഉണക്ക പ്രാടിയം, മണ്ണാണ്, പൊടിയാണ്, ആലുവ, കട്ടയാണ്, ഹോളാവരിസിയാണ് അടിച്ചു മാറ്റാൻ കർത്താവിനെ സുഖിപ്പിക്കുക. ആ പ്രാർത്ഥനയൊന്നും വേണ്ട. ഒരു കാര്യം പറഞ്ഞാൽ തീർത്തങ്ങ് പറയണം, കർത്താവ് 10 ദിവസം ഉള്ളെങ്കിലും അങ്ങ് യഥാർത്ഥമായി സ്നേഹിക്കുന്ന, വഞ്ചനയില്ലാത്ത, കപടയില്ലാത്ത, മാനപ്പെട്ട ഒരു നല്ല ഹൃദയം അപ്പ എനിക്ക് തരണമേ. അടിയൻ മുഖാനോ ആർക്കും ഒരു ദോഷം ചെയ്യാൻ ഇടയാകരുത്. എൻ്റെ കുടുംബത്തിലെ പ്രതിസന്ധിക്ക് അടിയനൊരു കാരണമായി മാറരുത്. ചിലതിനൊക്കെ ഞാൻ എടുത്തിയാടി മറുപടി പറയുമായിരുന്നു. ഞാൻ എടുത്തിയാട്ടക്കാരിയായിരുന്നു, തൻ്റെടിയായിരുന്നു, പുളിച്ച തെറി ഞാൻ പറയുമായിരുന്നു. അങ്ങയ്ക്കത് ഇഷ്ടമല്ലല്ലോ. കർത്താവേ, ഇന്നെല്ലാം എന്നെ വിടുവിക്കണം. എന്തുകൊണ്ടെന്നാൽ ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഹല്ലേലൂയ. ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറണം. ദൈവത്തിന്റെ സ്തോത്രം. പിന്നെ ചിലരെ കണ്ടു കഴിയുമ്പോൾ ചിലരെ ഒരു നല്ല പാൻറ്റും നല്ല ഷർട്ടും നല്ല ഒരു ബാഗും ഒരു നല്ല എല്ലാ സെറ്റപ്പും നല്ല കാറും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ചില ബന്ധക്കോസുകാരാണ് അവരെ എടുത്തിട്ട് ഞങ്ങൾക്ക് വീടുമൊന്നും ഇല്ല ചായ, ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾ വിശ്വാസത്തിൽ ഇങ്ങനെ പോവുകയാണ്, 2 കല്ലുമൊക്കെ നാട്ടി ഇതൊക്കെ മാറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനി ഇങ്ങനെയൊക്കെ പോകുന്നു, കർത്താവിൻ്റെ കൃപയാലൊക്കെ പോകുന്നു. ഇങ്ങനെ നീ അവശത ദുഃഖമൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേന് അവർ പോക്കറ്റിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ എടുത്ത് തരുമെന്നാണ് നീ ഓർക്കുന്നത്. നീ ഒരു 10 രൂപ അങ്ങോട്ട് കൊടുക്കാനായിട്ട് അവൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അമേരിക്കക്കാരൻ ന്യൂയോർക്കിൽ നിന്ന് ഒരു അവറാച്ചം വന്നു, വെണ്ണിക്കുളക്കാരൻ 3 നില വീടാണ് വെച്ചിരിക്കുന്നത്. ഓത്രം പാവപ്പെട്ട സഭയിൽ ഒരു ദിവസം പ്രസംഗിക്കാൻ വന്നപ്പോഴേ കർത്താവിൻ്റെ ദാസന് വലിയ സന്തോഷമായി. ഇന്ന് സ്വോത്രകാഴ്ചക്ക് കാഞ്ഞു പിടിക്കും, എനിക്ക് 10,000 രൂപ ഒക്കെ തരും, മോളിക്കുട്ടി എനിക്ക് പഠിപ്പിക്കുകയോ ചെയ്യാം. പ്രൈസല. വെറുതെയാ മോനെ, വെറുതെയാ. അപ്പം കർത്താവിൻ്റെ വന്നവുടനെ പറഞ്ഞു, നമ്മുടെ അവറാച്ചാൻ അമേരിക്കയിലായിരിക്കുന്നു, വന്നിട്ടുണ്ട്, കർത്തൃദാസൻ ഇന്ന് പകൽക്കാലം പൂർണ്ണ സമയം കൊടുക്കുക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ അവിടെ തന്നെ ഇരുന്നു. മറ്റേ അമേരിക്കക്കാരൻ വന്ന് എഴുന്നേറ്റ് തന്നു. പ്രൈസലോ. സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളെയൊക്കെ വീണ്ടും കാണാൻ ദൈവം ഭാഗ്യം നൽകിയല്ലോ. എൻ്റെ 2ാമത്തെ വീടിൻ്റെ നില പണിതുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സിമിൻ്റെ ഒരു 60 ചാക്ക് വേണം, ഒരു 30 ചാക്കേ ലഭിച്ചിട്ടുള്ളൂ. ഇനി ഒരു 30 ചാക്കൂടെ കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് ആ പണി തീർത്ത് അടുത്ത ഫെബ്രുവരി 16 പോകാൻ സാധ്യതയുള്ളൂ. ഈ നാദസ്വരം വായിച്ചുകൊണ്ടിരിക്കുന്നതിന് മുമ്പ് വാളംപുളി നിന്ന് കാണിക്കുന്നത് പോലെ ഓത്രം. ഇവൻ 2 നിലയുടെ സിമെന്റ് ചാക്കിൻ്റെ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1 രൂപ സ്വോത്ര കാഴ്ചയ്ക്ക് വേണ്ടി കൂലിപ്പണിയും കട്ടിപ്പണിയും പ്രയാസം ചെയ്ത് ജനവിജനമായി ഇരിക്കുന്നത്. പ്രൈസലോ. അത് നിങ്ങളെല്ലാം 30 ചാക്ക് സിമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് 21-ാം തീയതിക്ക് അങ്ങോട്ട് കിട്ടുക വേണം. കിട്ടിയെങ്കിലേ നമുക്ക് പണി പൂർത്തിക്ക് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. പ്രൈസലോ. സ്തോത്രം. അപ്പോൾ ഇതുവരെ വളരെ പ്രതീക്ഷയിരുന്ന ജനമാണ്. പ്രൈസലോ. അവരെല്ലാം ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാം. ഒരു സങ്കീർത്തനത്തിൽ ഒരു വാക്യം വായിച്ചുകൊണ്ട് ഇരുന്നു കൊണ്ടാണ്. 86-ാം സങ്കീർത്തനം 1-ാം വാക്യം, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. ആശയെല്ലാം വെള്ളത്തിലായില്ലേ? ആശയെല്ലാം അമേരിക്കയെല്ലാം വെള്ളത്തിലായില്ലേ? ഗൾഫെല്ലാം വെള്ളത്തിലായില്ലേ? യഹോവയിൽ ആശ വെക്കുന്നവന് പ്രത്യാശയുള്ളവനാണ്. യഹോവ ഐശ്വര്യവും ദാരിദ്ര്യവും സമ്പത്തും ആരോഗ്യവും ബലവും തരും നമ്മുടെ ദൈവം മാത്രമാണ്. മാംസഭുജമല്ല. മനുഷ്യന്റെ വാക്കുകൾ വിശ്വസിക്കരുത്. നിന്നെ അങ്ങനെയാക്കാം, നിന്നെ ഇങ്ങനെയാക്കാം, നിന്നെ ഏതാണ്ടൊക്കെ ആകാം. ആ വാക്കുകൾ വിശ്വസിക്കരുത്. യഹോവയുടെ വാക്ക് നീ വിശ്വസിക്കുക. നിന്റെ വാക്ക്, ദൈവത്തിന്റെ വാക്ക് നീ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വാക്ക് നീ വിശ്വസിക്കായികയാൽ അത് സംഭവം നടക്കുന്നതും വരെ നീ വാതുറക്കത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. യോഹന്നാൻ വാതുറന്നില്ല, എല്ലാം വാങ്ങിയത് കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. എലിസബത്തിനെ വിളിച്ച് കാണിച്ചു വെള്ളം കൊടുക്കാൻ. പ്രൈസ് ദി ലോർഡ്. പായിട്ടോ കിടക്കാനും. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാ? പറഞ്ഞ കാര്യം അങ്ങ് വിശ്വസിച്ചതിലേക്ക് കിടന്ന് ഞാൻ കുഞ്ഞെ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് ഇവിടെ നിന്ന് പ്രസംഗിച്ച ദൈവദാസന്മാരുടെ ദൂത് കേട്ട് തോന്നല അവളോടാ ഇവളോടാ പാസ്റ്ററോടാ ആ പരിപാടി ഞാൻ കൈവച്ചായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിന്നോട് തന്നെ പറഞ്ഞത് നീ തന്നെ ഏറ്റെടുക്കണം. ചങ്കിനടിച്ച് ചില ദൂതുകൾ മൈക്കിലൂടെ ശബ്ദമായിട്ട് നിന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ വഴിമാറ്റി വിടരുത്. ആലോചന ഏറ്റെടുത്ത് ദൈവശബ്ദം ഏറ്റെടുത്ത് നിന്നെ തന്നെ ദൈവസന്നിധിയിൽ വീഴുക, താഴുക, കേഴുക. ഈ 2026 നിന്ദിച്ചവരുടെ നടുവിൽ, തള്ളിയിറക്കിയവരുടെ നടുവിൽ, മാറ്റിയിറത്തിയവരുടെ നടുവിൽ ഒരു വലിയ വിടുതൽ കാണണ്ടേ? പറിച്ചപ്പോഴും ഒരു കൊട്ട, നാട്ടപ്പോഴും ഒരു കൊട്ട. 90 ജാനപ്പെട്ട ഇരുന്ന പോലെ തന്നെയാ
ഇപ്പോഴും ലിസി ഇരിക്കുന്നത് ഒരു വ്യത്യാസവും ഇല്ല. സാരിക്കും ബ്ലൗസിനും വ്യത്യാസം അത് കീറിപ്പോയതുകൊണ്ട് വേറെ പുതിയതും മേടിച്ചു, അല്ലാതെ ആളിനൊരു വ്യത്യാസവും ഇല്ല. അന്നേരം ആ നാട്ടുകാർ പറയുന്നത് ഇവനാ പഴയ പുള്ളി തന്നെയാന്ന്, ഇവളാ പഴയ ആള് തന്നെയാ. ആ ഗതികേട് വരരുത്. നമ്മളിലുള്ള മാറ്റങ്ങൾ ദൈവം കാണട്ടെ. പ്രൈസലോ. ഇപ്പം ജോസിയും ബിജു അവർ ഈ നാട്ടുകാരാ. അവർ നിങ്ങളെ പുറത്തോട്ടിറങ്ങി നിങ്ങൾ അന്വേഷിച്ച് നോക്കുക, അവർ പഴയ ബിജു ആണെന്ന് ഒരിക്കലും ഒരുത്താൻ പറയത്തില്ല, പഴയ ജോസിയാണെന്ന് പറയത്തില്ല. കാരണം അവരുടെ ജീവിതത്തിലും സ്വഭാവത്തിലും ഇടപെടലിലും വന്ന മാറ്റങ്ങൾ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിലുള്ള മാറ്റങ്ങൾ ജനം കാണണം. സഹോദരിമാരെ, നിങ്ങളിലുള്ള മാറ്റങ്ങൾ രൂപാന്തരം ദൈവജനം കാണട്ടെ, സമൂഹം കാണട്ടെ. അത് സാക്ഷ്യത്തിന്റെ സൗരഭ്യവാസനയായിട്ട് അത് ദേശത്തിന്മേൽ ഉജ്ജ്വലമായ രീതിയിൽ ഉയർന്നു വരട്ടെ. ദുഃഖങ്ങളും ഭാരങ്ങളും എല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് കരഞ്ഞു കുതിച്ച് ഡെഡ് ബോഡി എടുത്തിരിക്കുന്നവർ യേശുവിനോട് തിരിക്കരുത്. നസറേനായ യേശു കടന്നുകൊണ്ട് പോകുമ്പോൾ കാറുകയും ജോയിൻ ചെയ്യുന്ന കർത്താവിന് ഇഷ്ടമുള്ള കാര്യമേ അല്ല. നസറേനായ യേശു കടന്നു പോകുമ്പോൾ കാറുകയും ജോയിൻ ചെയ്യുന്ന യുവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ലെന്ന് തെളിവ്. നൈനിലെ വിധവ വൈദ്യനുമായിട്ട് ചവോടക്കനെ പോയപ്പോൾ വഴിസൈഡി വെച്ച് യേശു കണ്ടു, കാറച്ചും കൂച്ചയും കണ്ടു. എന്നെ ഞാൻ ചോദിച്ചു, ആ കൊച്ചൻ മരിച്ചു പോയെന്ന് പറഞ്ഞു. നിർത്താൻ പറഞ്ഞു. സാധനം നിർത്തി യേശു തൊട്ട് സംഗതി എഴുന്നേപ്പിച്ച് അവനെ പറഞ്ഞു വിട്ടു. കണ്ടോ, ആരും കാർഗം കൂഞ്ചി കർത്താവിന്റെ സന്നിധി വന്ന് ആവശ്യമില്ലാതെ കാർഗം കൂഞ്ചി ചെയ്യുന്ന ഇഷ്ടമുള്ള കാര്യമല്ല. ആലയത്തിൽ വന്ന് യുമാ കറന്നൊരു കാർഗം കൂഞ്ചി ചെയ്യരുത്. കരയണമെന്നുണ്ടെങ്കിൽ രഹസ്യമായി ദൈവസന്നിധിയിൽ നിന്റെ നൊമ്പരങ്ങളും നിന്റെ വേദനകളും നീയും നിന്റെ കർത്താവും തന്നെ ഇരുന്ന് കരയണം, പറയണം, കാര്യങ്ങളെല്ലാം പറയണം. പക്ഷെ ആലയത്തിൽ വരുമ്പോൾ അനുഭവിച്ച ദുഃഖങ്ങളോ ഭാരങ്ങളോ വേദനകളോ പരീക്ഷകളോ പ്രയാസങ്ങളോ ഒന്നും സാക്ഷ്യമായിട്ട് പറയാൻ പാടുള്ളതല്ല. കഴിഞ്ഞ രാത്രിയും ഞാൻ വളരെയധികം ദുഃഖിച്ചു. ഒറ്റപ്പോളെ കണ്ണടച്ചില്ല. ഫോൺ കോൾ വന്നപ്പോഴത്തേന് മനസ്സങ്ങ് പൊട്ടി. ഒത്രം അന്നേരത്തിന് എങ്ങനെയോ സ്പ്രേ പോലെ 2 തുള്ളി കണ്ണുനീരും കൂടെ വന്നു. പ്രൈസ് ദി ലോർഡ്. ആകെപ്പാടെ അതൊന്നും ഉണർവിലേക്കല്ല, ഉണർവിന്റെ നാശത്തിലേക്കാണ് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ മുറിഞ്ഞ ഹൃദയത്തോടെ ആ വേദനയോടെ നീ ഇരിക്കുമ്പോഴാണ് അന്നത്തെ യോഗത്തിൽ ദൈവം നിന്നോട് തന്റെ ദാസന്മാരിൽ കൂടെ സംസാരിക്കും. അല്ലെങ്കിൽ നിന്നോട് നേരിട്ട് സംസാരിക്കും, നിന്നെ ബലപ്പെടുത്തും. സാരമില്ല കുഞ്ഞ, ഇതൊക്കെ അങ്ങ് മാറും. ഈ കഷ്ടതയും പ്രയാസവും ഒക്കെ നീ അല്പം കഴിയുമ്പോൾ മറക്കും. സ്ത്രീ പ്രസവിക്കുമ്പോൾ വേദനയുണ്ടെങ്കിലും പിന്നത്തേതിൽ കുഞ്ഞുപിടിയിൽ വന്ന് വളർന്ന് വലുതായി മമ്മീന്ന് വിളിക്കുമ്പോൾ നീ ഹാപ്പിയാകുന്നത് പോലെ തന്നെ ഇപ്പോൾ നീ അനുഭവിച്ച ഒറ്റപ്പെട്ട സംഭവം ആ വ്യക്തിയിൽ നിന്ന് നിനക്ക് നേരിട്ടത് അധികം സന്തോഷമായി മാറുമെന്നാണ് ഇപ്പോൾ ദൈവാത്മാവ് നിന്നോട് പറഞ്ഞത്. സ്വത്രം. അടിവയറ്റിൽ നിന്ന് 2 ഗ്യാസ് പോയി. അയ്യോ എൻ്റെ വയറ്റിൽ ക്യാൻസറാ. രാത്രി ഉറക്കം വരാതെ നിന്നിഷ്ടം. അയ്യോ എൻ്റെ ശ്വാസകോശം തകർന്നു പോയി. ദൈവത്തിന് സ്തോത്രം. ചാറ് കുറെ 10 പ്രാവശ്യം മൂത്രം പോയി. അയ്യോ എൻ്റെ കിഡ്നി അടിച്ചു പോയി. അതൊക്കെ നിന്റെ തോന്നലുകളാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പോകാനാണ് ഇവിടെ ആരും കാണത്തില്ല. പാസ്റ്റർ ബിജുവും ഒരു ഭാര്യ ഇവിടെ ജോസിയും മാത്രം, ഈ ചെടിയും മാത്രം ഇവിടെ കണ്ടാനേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊക്കെ ഇഷ്ടം പോലെ പോകുമായിരുന്നു. ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, ശരീരത്തിന്മേൽ പല അസ്ഥികളും മാംസപേശികളും ശരീരങ്ങളും ഉണ്ട്. കാറ്റിന്റെയും കോളിന്റെയും മഴയുടെയും 4 വസന്തത്തിന്റെ വേരിയേഷൻ നിമിത്തം മുട്ടുവേദന, നടുവേദന, കാൽവേദന, കോച്ച്, കൊളുത്ത് ഇതൊക്കെ ഉണ്ടാകാം. പക്ഷെ അതെല്ലാം സ്വാഭാവികമായിട്ട് അതിനെ പ്രതിരോധിച്ചു മാറ്റാനുള്ള ഒരു ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ ബോഡിക്കകത്ത് ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഇത് വരാനിടയായി തീരരുത്. 1 കിലോ ഇറച്ചി മേടിച്ച് നിനക്ക് വീട്ടിൽ കൊണ്ടുപോയി അവക്കും പിള്ളേർക്കും എല്ലാം കൂടെ കഴിക്കാമല്ലോ. നീ ആരും കാണാൻ ഇങ്ങോട്ട് ഞായറാഴ്ച രാവിലെ പോയി ആ തട്ടുകടയിൽ പോയി 2 ബീഫ് ഫ്രൈ, 6 പൊറോട്ട, 2 താറാവും കൂടെ അടിച്ച് വീട്ടിലോട്ട് കയറി വന്ന് ചാച്ചാ ബാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പെൺട്രി ഒരിക്കൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കേടാ. അവന് ഇപ്പം ഫുൾ പൂളിങ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളുടെ കയ്യിൽ ഉള്ളത് കൊണ്ടൊരു സന്തോഷം നിങ്ങൾക്കുണ്ടായിരിക്കണം. മറ്റുള്ളവന്റെ സമ്പത്ത് വെച്ച് അവൻ ഉയർച്ചയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് മാനുഷികമായിട്ടൊരു അസൂയ വരും. പ്രൈസ് ദി ലോർഡ്. അവർക്കെല്ലാം കാറായി, അവർക്ക് വീടായി, മാടയായി, ഗോടയായി. പ്രൈസ് ദി ലോർഡ്. മൂത്ത കൊച്ചാണ്ട് ജർമ്മൻ ഭാഷ പിടിച്ച് അങ്ങോട്ട് പോയി. ഇളയ കൊച്ചാണെങ്കിൽ ആസ്ട്രേലിയയായി പോയി. അവനിപ്പോൾ ഇളയ പാലാരി വട്ടത്ത് അങ്ങോട്ട് ജോലി കിട്ടിയെന്ന് പറയുന്നത് കേട്ടു. 40,000 രൂപ എടുക്കുക. പ്രൈസ് ദി ലോർഡ്. അതിന് നിനക്കെന്നാ നോക്കണം. അവർ കിടന്ന് കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് കിട്ടി, നിനക്കൊന്നുകൊണ്ട് കിട്ടിയില്ല. നിന്റെ ഈ മുടിഞ്ഞ നശിച്ച ഹൃദയമുള്ളതുകൊണ്ട് നിനക്ക് കിട്ടാതെ. കുശുമ്പ് അത് മാറ്റ. കർത്താവെ, ചില കൂട്ടിപ്പിടിപ്പിരും നുണയും കുശുമ്പും ഒക്കെ എനിക്കുണ്ട്, അസൂയ എനിക്കുണ്ട്. ഞാൻ പുറമേ കോൾഗേറ്റ് ചിരിയിരിക്കുന്നുണ്ട്, അങ്ങനെയൊന്നും എനിക്കില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നെ സ്കാൻ ചെയ്ത് നോക്കിയാൽ ഞാൻ പരമ ദുഷ്ടയാ കർത്താവേ. ദൈവത്തിന് എല്ലാം ഒന്ന് മാറ്റി തരണമേ. ഈ ഉപവാസ പ്രാർത്ഥനെങ്കിലും എന്നെ ഒന്ന് ഗുണപ്പെടുത്തി തരണമേ. ഈ ആണ്ട് കൂടെ നിന്നില്ലെങ്കിൽ, ഈ ഉപവാസ പ്രാർത്ഥന ഞാൻ ശരിയായില്ലെങ്കിൽ എന്നെ സെമിത്തേരിയിലേക്ക് വിട്ടേരെ, എന്നെ വെട്ടിക്കളഞ്ഞിട്ടെന്നുള്ളത് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നാ പിന്നെ അങ്ങോട്ട് ആയിക്കൂടെ? അല്ലല്ല, നിങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞാൽ അങ്ങനെ തന്നെ നശിച്ചു പോകും. പെന്തക്കോസും കുന്തമൊന്നുമല്ല ദൈവത്തിന്റെ വിഷയം. ഒരു വ്യക്തിയുടെ മാനസാന്തരമാണ് ദൈവത്തിന്റെ വിഷയം. ഒരു പുതിയ ഹൃദയം നമുക്കുണ്ടായിരിക്കണം, പുതിയ നല്ല ആത്മാവ് ഉണ്ടായിരിക്കണം, പുതിയ ജീവിത അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം. ഹാലേലൂയ. ക്രിസ്തുവേശുമായിട്ട് കൂട്ടായ്മ അനുഭവിക്കുന്ന പങ്കിട്ട ആത്മസമൃദ്ധിയുടെ ദൈവിക സന്തോഷത്തിന്റെ പ്രശ്നങ്ങളെ മുമ്പിലേക്ക് വാരിയെറിയാതെ അതിനെ പിന്നിലേക്ക് വിട്ട ശേഷം നീയും നിന്റെ കർത്താവും കൂടെ മുമ്പോട്ടൊന്ന് കുതിക്കണം. പ്രൈസ് ദി ലോർഡ്.
ഈ വേദപുസ്തകം എടുത്തവന്റെ പേരിൽ പള്ളിക്കാരോ പട്ടക്കാരോ ജാതികളോ മറ്റുള്ളവരോ രാഷ്ട്രീയക്കാരോ നിന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, കല്യാണ സ്ഥലത്ത് വെച്ചോ പെരുന്നാൾ സ്ഥലത്ത് വെച്ചോ നിന്നെ കണ്ടപ്പോൾ ഉമ്മാക്കിയെ നോക്കുന്ന പോലെ നോക്കിയിട്ടുണ്ടെങ്കിൽ നീ ഭാരപ്പെടേണ്ട. ഏതെങ്കിലും ഭാഗത്ത് എവിടെയെങ്കിലും നീ ഒറ്റപ്പെട്ടുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട. അന്നേ പത്രോസും അന്ന് ശിഷ്യന്മാരും യേശുവും ശിഷ്യന്മാരും എല്ലാം ആ കടലിന്മേൽ കടന്നു വരികയാണല്ലോ. നിങ്ങൾ വായിച്ചിട്ടുണ്ട്. 1-ാം യാമം, 2-ാം യാമം, 3-ാം യാമം, 4-ാം യാമം, 3 യാമങ്ങളും പോയി. സുഖകരമായ യാത്ര. ശിഷ്യന്മാർ പറഞ്ഞു, ഇത്ര മനോഹരമായ യാത്ര. നാഥ നോക്കി ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രൻ, പ്രൈസ് ദി ലോർഡ്. നാഥനതെല്ലാം കണ്ടോണ്ടിരിക്കുക. 4-ാം യാമത്തിൽ യവന്മാര് കിടന്ന് അനുഭവിക്കാൻ പോകുന്നത് അന്നേരം നമുക്ക് കാണാം. നാഥൻ പറഞ്ഞ നല്ല അന്തരീക്ഷമൊക്കെയാ മക്കളെ, പ്രൈസ് ദി ലോർഡ്. 4-ാം യാമത്തിലേക്ക് വന്ന് കടൽ ഇളകുന്ന പോലെ തോന്നുന്നു കേട്ടോ. നാഥ പ്രൈസ് ദി ലോർഡ്. നാഥനൊന്നും മിണ്ടിയില്ല. നാഥ കണ്ടമാനം ഇളകുന്നുണ്ട് കേട്ടോ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പിന്നെ അങ്ങ് ഇളകി. പിന്നെ ഭയങ്കര ഇളക്കമായിരുന്നു. കുതിച്ചു പൊങ്ങി എല്ലാം ഇങ്ങോട്ട് വന്നു. ക്ഷണനേരത്തിലെ വ്യത്യാസം വന്നത്. ദൈവത്തിന് സ്തോത്രം. 2-ാമത്തെ യാത്ര, കാറ്റിനെയും കടലിനെയും അവൻ ശാസിച്ചു, അത് ശാന്തമായി. അടുത്ത യാത്ര, 4-ാം യാമം തന്നെ വന്നപ്പോൾ എന്നാ എടുത്തു? യേശു പടകിലില്ലായിരുന്നു. യേശു പടകിലില്ലാതിരുന്നു. അപ്പോൾ എവിടെയായിരുന്നു? യേശു അക്കരയായിരുന്നു. ശിഷ്യന്മാരെ ഇക്കരയ്ക്ക് പറഞ്ഞു വിട്ടു. രാത്രിയുടെ 4-ാം യാമത്തിൽ കാറ്റും കോളും തിരയും വന്നു. ഈ നിമിഷം മുങ്ങാറായി, നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്നുള്ള കൂട്ടപ്രാർത്ഥന, ശിഷ്യന്മാരുടെ കൂട്ടപ്രാർത്ഥന. പുക പോലൊരു രൂപം ഗലീലാക്കടലിന്റെ മുകളിലൂടെ ഒരു വൈറ്റ് കളറിൽ അവർ അടുക്കുന്നതായിട്ട് തോന്നി. അതുവരെ കൂടെ നടന്ന ശിഷ്യന്മാര് ഹല്ലേലൂയായും പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് നാഥ പൊന്നേ കരളെന്ന് പറഞ്ഞ ഈ പുള്ളി വെളിപ്പാടില്ലാത്ത കുറച്ച് മണ്ടന്മാർ വിളിച്ചു പറയാ, ഭൂതം ഭൂതം ഭൂതം. കർത്താവിനെ അറിയാൻ മേലെ ചുമ്മാ സ്തോത്രം പറയാനൊന്നും പോയേക്കരുത്. പറയസല്ലോ. കണ്ടതിനെ എല്ലാം കണ്ടേച്ച് കർത്താവ് കണ്ടതാ കാണിച്ചതാ. ഇരുമ്പ് വെട്ടി, പോസ്റ്റ് കാല്, പാണ്ടിലോറി തല കുത്തി നിൽക്കുന്നു. ഒരു സർപ്പം വന്നതിനോട് സുഖമാണോ എന്ന് ചോദിച്ചതൊന്നും വെളിപ്പാടല്ലേ, വെളിവുകേടാ. പ്രൈസലോ. കുരുത്തക്കേട് കണ്ട ചൂടൊന്നും വന്ന് പറഞ്ഞേക്കരുത്. ഞാൻ പറഞ്ഞേക്കും ഇതിന്റെ പുറകെയൊന്നും മാറത്തില്ല. വചനത്തിൽ കൂടിയുള്ള വെളിപ്പാടുകളെ ദൈവം അംഗീകരിക്കത്തുള്ളൂ. വ്യക്തമായതും സ്പഷ്ടമായതും കൃത്യമായതും ദൈവികമായതും. ദൈവം നിനക്കൊരു ദർശനം തന്നാൽ, വെളിപ്പാട് തന്നാൽ, ഇത് ഊഹാപോഹത്തിന്റെ അല്ല, അത് നല്ല ക്ലിയർ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. പ്രൈസലോ. കർത്താവ് വ്യക്തമായി സംസാരിക്കണമേ, വ്യക്തമായിട്ട് ഇടപെടണമേ, വ്യക്തമായി കാണിക്കണമെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ കൃത്യമായും വ്യക്തമായും ദൈവാത്മാവ് കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് നല്ല ധൈര്യം ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രതിഫലം കിട്ടാത്ത ഒരു കാര്യം കൂടെ വേണേ പറഞ്ഞു. എല്ലാ കരങ്ങൾ ഒരു ദൈവത്തെ സ്തുതിക്കാം. ജീവിതത്തിൽ ഞാൻ പറഞ്ഞെന്നും പറഞ്ഞാലും സ്തുതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത സ്തുതിയും സ്തോത്രവും കർത്താവിന് കൊടുക്കണം. സ്തോത്രം. അതാണ് ദൈവത്തിന് ആവശ്യം. നിങ്ങളുടെ ഉള്ളിൽ ഞാൻ എല്ലാ ദിവസവും വണ്ടി ഇരിക്കുമ്പോഴും എടുക്കുമ്പോഴും പോകുമ്പോഴെല്ലാം ഞാനിങ്ങനെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ കൂടുതലും 2 വീലർ ഓടിക്കുമ്പോഴൊക്കെ പ്രാർത്ഥനയിലായിരിക്കും. പ്രൈസ് ദി. ചിലപ്പോൾ കരയും, ചിലപ്പോൾ സ്തോത്രം ചെയ്യും. ഞാൻ പ്രത്യേകം വേറൊരു ലോകത്താണ്, ദൈവത്തിന് മുഖത്ത്. എനിക്ക് എന്നെ ലോകത്ത് നടക്കുന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതാണ്ടൊക്കെ നടക്കുന്നു, ആരാണ്ടൊക്കെ പോകുന്നു, ആരാണ്ടൊക്കെ 108 പോകുന്നു, ആംബുലൻസായി പോകുന്നു, കാറിക്ക് പോകുന്നു, അതിലേലും പോട്ടെ. എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി അങ്ങനെ ജീവിക്കാൻ പറ്റും. ദൈവമക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? എന്നെ കൊണ്ട് എന്ത്, എൻ്റെ ഈ ആയുഷ്കാലം എൻ്റെ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? അതെന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നൊരു വിഷയം. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്നോട് കൂടെ അടിക്കാനുള്ള ആഹാരവും ധരിപ്പാനുള്ള വസ്ത്രവും എല്ലാം കർത്താവ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. ഒന്നിനും കുറവില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശുന്മാരെ അയച്ചപ്പോൾ യേശു ചോദിച്ചു, അതിലൊന്നും കുറവുണ്ടോ? ഒരു കുറവില്ല കർത്താവ്. ശാപ്പാട് എങ്ങനെ ഉണ്ടായിരുന്നേ? നല്ല ശാപ്പാടായിരുന്നു. പൈസയ്ക്ക് ഒന്നിനും കുഴപ്പമില്ലായിരുന്നു. സ്തോത്രം. ഉണ്ടോ? ദൈവം നിന്നെ അയച്ചാൽ ഒരു കുറവ് നിനക്ക് സംഭവിക്കത്തില്ല. എന്തുകൊണ്ടാ? കർത്താവ് അയച്ചതായിരിക്കണം. ഇന്നേ പകൽക്കാലം ഇവിടെ ദൈവാത്മാവിന് നിങ്ങളോട് പേരിട്ട് പറയാനുള്ളത്, വ്യക്തമായി പറയാനുള്ളത്, എൻ്റെ ഓരോ ദിവസത്തെ നടത്തിപ്പ് പരിശുദ്ധാത്മ നിയോഗത്തിലായിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശപ്രകാരം ആയിരിക്കണം. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുണ്ടവൻ കേൾക്കട്ടെ. യെഹെസ്കേലിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു, താഴ്വരയുടെ നടുവിലാണ് നിർത്തിയത്. അല്ലെ കുറ്റിക്കാട്ട് നിർത്തിയിട്ട് നമുക്ക് പ്രാർത്ഥന ആരംഭിക്കാം. കാട്ടിക്കിടന്ന് പ്രാർത്ഥിക്കുന്നവനല്ല. നിന്നെ ചില നേരിട്ട സ്ഥാനങ്ങളിൽ നടുവിൽ നിർത്തി ചില കാര്യങ്ങളെ ചെയ്യാനുണ്ട്. ചില വലിയ വലിയ കാര്യങ്ങളുടെ, വലിയ വലിയ സംഭവങ്ങളുടെ, വലിയ വലിയ ആളിന്റെ നടുവിൽ നിർത്തി ചില വൻകാര്യങ്ങൾ ചെയ്യാൻ മിസ്റ്റർ യെഹെസ്കേൽ നിന്നെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. പിച്ചും പേയുമല്ല, ആത്മാവിന്റെ ശുശ്രൂഷ. അസ്ഥിയോടും പ്രവചിച്ചപ്പോൾ അത് മാംസത്തോട് വന്ന് ചേർന്നു. ബന്ധം വിട്ട് കടന്ന പല രൂപങ്ങളും, ഐക്യതയില്ലാത്ത പല കുടുംബങ്ങളും, വ്യക്തികളും, ജീവിതങ്ങളും കരങ്ങൾ കൊടുത്ത് ക്രൈസ്തലോട് പറഞ്ഞ് ക്ഷമയോദിച്ചവർ ഐക്യതയിലേക്ക് വരുന്ന ഒരു വലിയ നിരപ്പിന്റെ ശുശ്രൂഷ. സ്തോത്രം. നിങ്ങളും അങ്ങനെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ വാഴിക്കണം. ഇരിക്കാൻ പറയണം. അവിടെ യേശു ഇവിടെ ഇരിക്കണമെന്ന് പറയണം. യേശു ഇറങ്ങിപ്പോരെന്ന് പറയണം. ഇറങ്ങിപ്പോ ഞാൻ എൻ്റെ പണിക്ക് പോകുന്നു പറയണം. യേശു ഇവിടെ ഇരിക്കാൻ പറയണം. നീ ഇല്ല ഞാനും ഇല്ല, ഞാനില്ല നീയും ഇല്ല. ചുമ്മാ അങ്ങ് പറഞ്ഞാല് സ്തോത്രം. അത് ഉറപ്പായിരിക്കും. നീ ഇല്ലെങ്കിൽ ഞാനില്ല, അങ്ങില്ല ഞാനില്ല. സ്തോത്രം. അങ്ങുള്ളത് കൊണ്ടാണ് ഓരോ ദിവസം ജീവിക്കുന്നത്. എന്നോട് കൂടെ പഠിച്ചവരും പാടിയവരും ജീവിച്ചവരും കഴിഞ്ഞ കൊല്ലം ബിരിയാണി കഴിച്ചവരും, പ്രൈസ് ദി ലോർഡ്, എറണാകുളം സിറ്റിയിൽ തലങ്കം വിലങ്കം നടന്നവരും, കഴിഞ്ഞ വർഷം വോട്ട് ചെയ്യാൻ എൻ്റെ മുമ്പിൽ നിന്നവൻ പോലും ഇപ്പം ജീവിച്ചിരിപ്പില്ല. അവനാണ്ട പാട്ട് പാടി പെട്ടിക്കകത്ത് പോയി. ഞാൻ വേണ്ട പുതിയ പാട്ട് പാടി ബിജുവിൻ്റെ സഭയ്ക്കകത്തിരിക്കുന്നു.
ഉഴപ്പ് പരിപാടിയായിട്ട് നടക്കരുത്. 10 ദിവസമുള്ളെങ്കിലും വിശ്വസതയോടെ നീ കർത്താവിനെ സേവിച്ചാൽ ഉണ്ടല്ലോ, നീ പാകുലപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ നിന്റെ കുടുംബത്തിൽ നിന്ന് നീ പ്രാർത്ഥനാലയത്തിൽ വന്ന് കയറി കഴിയുമ്പോൾ ആ കഥകന്റെ പുറകിൽ ഒരുത്തം വന്ന് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. പ്രൈസ് ദി ലോർഡ്. ഉടനെ വിരിപ്പാഷ് വയ്ക്കുന്നത്, ആരാ നിൽക്കുന്നത്? ഞാനാ അവിടെ മിനിയുടെ ഹസ്ബൻഡ്. എന്നാ അവിടെ നിൽക്കുന്നത്? കയറി വാ. പ്രൈസ് ഇവിടെ ഞാൻ കയറി വാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്മോളിന്റെയും കൊച്ചുവഴിയുടെയും മണം അവനിലുണ്ടായിരുന്നു. പക്ഷെ ഈ അടുത്ത ദിവസം ദൈവം അവന്റെ ഹൃദയത്തിൽ ഇടപെടാനായിട്ട് തുടങ്ങി. ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, എൻ്റെ ഭാര്യയും കുടുംബവും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ സ്വന്തങ്ങളും പറഞ്ഞ നല്ല വഴിയിലേക്ക് എനിക്ക് തിരിയണം, ദൈവത്തെങ്കിലേക്ക് തിരികെയണം. ജനത്തിന് മാനസാന്തരം കൊടുക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് തയ്യാറായിട്ട് നിൽക്കുകയാണ്. വന്നു കയറിയവർ ഒരുക്കത്തോടെ നിന്നാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രവാസത്തിലേക്ക് പോയതായ ദൈവത്തിന്റെ ജനം പല നിലകളിലേക്ക് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ചെതറിപ്പോയി. അവരുടെ അടുപ്പുകൾ പുകഞ്ഞില്ല, അവർക്ക് താമസ സ്ഥലമില്ല. അവരുടെ കിന്നരങ്ങളിലെ അലർവൃക്ഷത്തിന്മേൽ തൂക്കി നിട്ടു. നാട്ടുകാർ കൂടി പറഞ്ഞു, നിങ്ങൾ പാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സിയോൻ ഗീതങ്ങളിൽ ഒരെണ്ണം നന്നായിട്ടൊന്ന് പാടാമോ? അതിലൊരു വിദ്വാൻ കല്ല് വെച്ച് നുണ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അന്യദേശത്ത് യഹോവയുടെ ഗീതം പാടുന്നത് എങ്ങനെ? സ്തോത്രം. നിങ്ങൾ വചനം വായിച്ചു നോക്കുക. കിന്നരങ്ങളെ മുഴുവൻ അലിവൃക്ഷത്തെ തൂക്കിയിട്ടു. ഇവർക്ക് പാടാനും അറിയാം, ഇവന് സ്വോത്രം പറയാനും അറിയാം, എല്ലാവരും അറിയാം. ഇവൻ സംഗതി തൂക്കിയിട്ടേച്ച് പ്രൈസ് ദി ലോർഡ് ഇവനിപ്പോ തൂങ്ങുമായിരുന്നു. സ്വോത്രം. ഞങ്ങളുടെ കിന്നരങ്ങളെ അലിവൃക്ഷത്തിനെ തൂക്കിയിട്ടു. എന്നിട്ട് അന്യദേശത്ത് ഈ ദേശത്തൊക്കെ ഞങ്ങളുടെ ഈ പാട്ട് പാടുന്നത് എങ്ങനെ? രക്ഷിക്കപ്പെട്ടവന്റെ പാട്ട് എവിടെയും പാടാം. ആ പാട്ട് കേട്ട് കൊതിക്കുന്ന ജാതികളും ദൈവമക്കളും ഉണ്ട്. നാട്ടുകാർക്ക് ആ പാട്ട് സുഖിച്ചില്ലെങ്കിലും ആ പാട്ടിനെ സ്നേഹിക്കുന്ന യേശുവിനെയും യേശു പിതാവായ ദൈവത്തെയും പരിശുദ്ധാത്മാവിനെ സ്തുതിക്കുന്നത് കേൾക്കുന്ന അറിയുന്നൊരു ജനമുണ്ട്. സ്തോത്രം. അല്ല, നീ അങ്ങോട്ട് മാറിയിരുന്നു. മാനസ നീളയിൽ പൊന്നോളങ്ങൾ തീർന്നു. ആ പാട്ട് തീർന്നപ്പോൾ അതിന്റെ എനർജി അങ്ങ് പോയി. നീ ആത്മാവിൽ നിന്ന് പാടി നോക്കി. ഒറ്റപ്പാട്ടിൽ ഇറങ്ങി വന്ന ദൈവശക്തി 1 മണിക്കൂറോ 2 ദിവസത്തോ അല്ല, നീ മരിക്കുന്നിടം വരെ ആ പാട്ടിന്റെ അകത്തെ ശബ്ദം ഏറ്റെടുത്ത സ്വർഗത്തിലെ ദൈവം നിന്റെ സൗരഭ്യവാസന, നിന്റെ സ്തുതിയാലും സ്തോത്രത്താലും എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവഴുത്ത് പറയുന്നത് പോലെ ഒഴുകിയ ജീവജലത്തിന്റെ നദികൾ, ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഒറ്റപ്പെടലും നിന്നയും വഴിവയറ്റി വേദനയുണ്ടായിട്ടും നീ ഇരുന്ന് ഈ കൊട്ടുന്ന കൂട്ടും പാടുന്ന പ്രാർത്ഥനയും കാണുന്ന അദൃശ്യനായ ഒരു ദൈവമുണ്ടെന്ന്. ചീഞ്ഞളിഞ്ഞ ലാസ്റ്റർ തുണിക്കകത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുക, വായിക്കകത്ത് തുണി കുത്തിക്കയറ്റി. 5 കെട്ടാ ഉള്ളത്. തലയ്ക്കൊരു കെട്ട്, കണ്ണിനൊരു കെട്ട്, മൂക്കിനൊരു കെട്ട്, വായിക്കൊരു കെട്ട്, കയ്യും കാലും കൂട്ടിയൊരു കെട്ട്. സ്തോത്രം. ആര് പൊട്ടിക്കാൻ, എങ്ങനെ കെട്ടാൻ? കെട്ടിയവന്മാരെല്ലാം വീട്ടിൽ പോയി. സ്തോത്രം. ദേ ലാസർ ചീഞ്ഞ 4 days 4 ദിവസമായിട്ടും കല്ലറയ്ക്കകത്തിരിക്കുക. സഹോദരിമാർ 2 കൂടെ അവിടെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. യേശു ഉണ്ടായിരുന്നേ മരിക്കത്തില്ലായിരുന്നു. ഏതായാലും കൊള്ള, യേശു 4-ാം ദിവസം വന്നു. സ്തോത്രം. പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോലും ശരിയായ തെളിവ് കിട്ടാത്തൊരു സാധനം പോലെ ലാസർ ഇരിക്കുക. യേശു ചോദിച്ചു, എവിടെ ലാസർ? എന്തിയെ? ഉടനെ മറിയ പറഞ്ഞു, മാർത്ത പറഞ്ഞു, അകത്തിരിക്കുക, നാറ്റം വെച്ച് തുടങ്ങിയെന്ന് പറഞ്ഞു. ആ നാറ്റം മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. നാറ്റം വെച്ച് തുടങ്ങിയല്ലോ. ഒരു സംഭവത്തിന്റെ ഭീകരത നിന്റെ കണ്ണിലെ മുഖത്തും എടുത്ത് കാണിക്കരുത്. ഇന്നലെയായിരുന്നു ഞാനങ്ങോട്ട് ചെയ്തപ്പോ എന്റെ കുഞ്ഞച്ചായ എന്തായിരുന്നു സംഭവം, അവന്റെ മുഖമൊക്കെ ഇരിക്കുന്നത് കാണണം. ആ ഭീകരത നിന്റെ മുഖത്തൊരു മോണാക്ട് വരുത്തേണ്ട കാര്യമില്ല. സഹോദരന് വളരെ ഇഷ്ടപ്പെട്ടു. പ്രൈസലോ. ചൂടുവെള്ളമുള്ള ഗ്ലാസ് കുടിച്ചു. ഇങ്ങനെയൊക്കെ പ്രോത്സാഹനം ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മളിരിക്കുമ്പോൾ നമ്മുടെ മടിയിൽ തേജോമാനായ ദൈവം കർത്താവായ യേശു വേറെ സിമ്പിളായിട്ട് വന്ന് നിൽക്കുക. അതിന് നമ്മൾ മരണോപ്രാളം ഒന്നും എടുക്കണ്ട. നാഥൻ്റെ എനിക്ക് വരാൻ കഴിഞ്ഞല്ലോ, എൻ്റെ കണ്ണുനീരും തുടയ്ക്കുവാനും എനിക്ക് 2 വാക്ക് കേൾക്കുവാനും അങ്ങനെ സ്നേഹിക്കാനും എനിക്ക് കഴിഞ്ഞല്ലോ. ആ ഒരു ലെവലിൽ ഹൃദയത്തെ നിർത്തിവെച്ചാൽ മതി. അതിന് ചങ്കിടിച്ച് BP കൂട്ടി ബഹളമൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇതിനെ ഫയർ എഞ്ചിൻ വരുന്നുണ്ടോ? തീപിടുത്തം ഉണ്ടായോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്ന പോലെ അല്ല. വല്ലാർത്താടം നമ്മൾ കാര്യം മേടിച്ച് നിങ്ങൾക്ക് തരുന്ന അസമാധാനമല്ല. ഒന്നും ചെയ്യാൻ നിനക്ക് ഫ്രീ ആയിട്ട് തരുന്ന ക്രൂശിന്റെ സ്നേഹവും സമാധാനമാണ്. സ്തോത്രം. അപ്പൊ എന്താ അതിൻ്റെ കാര്യം? ലാസറിനെ പുറത്തു വരാൻ പറഞ്ഞു. ലാസർ പുറത്തിങ്ങോട്ട് വന്നു. ചീഞ്ഞളിഞ്ഞ സാധനം തുണിക്കകത്തുനിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, നല്ല സാൻഡ് പേപ്പർ ഓടിച്ചോണ്ടിരുന്നു. പ്രൈസലോ. കോൾഗേറ്റ് ചെരിയൊക്കെ ആയിട്ട് മസിലും ഒക്കെ ആയിട്ട് അവന്റെ പഴയ മസില്, അവന്റെ പഴയ ചെരി. ഉപവാസം എടുക്കുമ്പോൾ ചില ഓഞ്ഞും കോഞ്ഞും ഒക്കെ ഇരിക്കത്തുള്ളൂ. പ്രൈസലോ. പിള്ളേർ സ്ലൈറ്റെ പടം എടുത്ത പോലെ തന്നെ 10 ദിവസം കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇച്ചിരി ഫുഡുമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം. ഒരു മിസ്റ്റർ മോഹൻലാലിന്റെ ഒരു പ്രതീതിയൊക്കെ നിനക്ക് ഉണ്ടാകും. മുഖത്തൊരു തേജസ് ഉണ്ടാകും, സന്തോഷമുണ്ടാകും. കണ്ണുനീരോടെ നീ കുടലുരി ഉപസിച്ച് പ്രാർത്ഥിച്ച, ശരീരം ജീർണിച്ച് നീ പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ പുഷ്ടിയും പുറത്തുള്ള ചില നന്മകളും ദൈവം നിനക്ക് ഇവിടെ ഒരുക്കുന്നുണ്ട്.
ബോവസിന്റെ വയലിൽ രൂത്തിന് വേണ്ടി മാറ്റിയിട്ട കറ്റ പോലെ പഞ്ചായത്തുകളിലും ചില വ്യക്തികളുടെ ഹൃദയത്തിലും ദൈവം നിനക്ക് വേണ്ടി പേഴ്സണലായിട്ട് ചിലത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കയ്യിലും പോക്കറ്റിലും അക്കൗണ്ടിലും ഒക്കെ വന്നു കയറുമ്പോൾ നീളിക്കരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. യഹോവയിൽ നിന്റെ ഹൃദയം ആശ്രയിച്ചുറച്ചിരിക്കണം. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ വളവ് ഈ ദിവസങ്ങളിൽ നന്നായിട്ടൊന്ന് വർദ്ധിച്ചു, നല്ലപോലെ വർദ്ധിച്ചു. ഈ ആണ്ടിൽ കിട്ടാത്തതിലും കൂടുതൽ വലിയൊരു നന്മ അവന് കിട്ടാൻ പോയി. നന്മയെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളി എന്നായിട്ടെന്ന് അറിയാമോ? പ്രൈസലോ, കളപ്പുരകളൊക്കെ ഒന്ന് പൊളിക്കണം. എന്നിട്ട് ഞാൻ എന്റെ വീട്ടുകാരത്തെ അറിയുന്നില്ല, അവൻ കല്യാണം കഴിച്ചോ നമുക്ക് അറിഞ്ഞുകൂടാ, അവിടെ പറഞ്ഞിട്ടില്ല. പ്രൈസ് അന്ന് രാത്രി ഈ പുള്ളി പറഞ്ഞ കാര്യങ്ങളാ. കളപ്പുരയൊക്കെ ഒന്ന് പൊളിക്കണം, എന്നിട്ട് ഏറിയ നാള് തിന്ന് കുടിച്ച് സുഖിച്ച് എനിക്ക് നല്ലൊരു ജീവിതം ഉള്ള കളപ്പുര പൊളിക്കാൻ പോവാണ്. അപ്പൊ അന്ന് രാത്രി, അന്ന് മൊബൈലിലൊന്നും ഇല്ലല്ലോ, പിന്നെ ചെവിക്കകത്ത് പറഞ്ഞു, മൂഢ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ നിന്നോട് ചോദിക്കും, നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് ചോദിച്ചു. ആര് ചോദിച്ചു? ദൈവം അവനോട് ചോദിച്ചു. സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. ഇന്നോ നാളെയോ ഇന്ന പട്ടണത്തിൽ പോയി, ബോംബെ പോയി, ദുബായി പോയി, ഹോങ്കോങ്ങിൽ പോയി, ഇന്നിടത്ത് ഞങ്ങൾ ചില ജോലികളൊക്കെ ചെയ്ത് 3 വർഷം നിന്ന് കാശ് കൊണ്ടുവന്ന് ഫ്രണ്ടിലെ ഷീറ്റ് എല്ലാം പൊളിച്ച് വാർക്ക വീട്ടുണ്ടായി, ഇപ്പോഴത്തെ 1.5 സെന്റ് കൂടെ മേടിച്ച് റെഡിയാക്കി കൊച്ചിനെ ഞങ്ങൾ ആസ്ട്രേലിയയിലും വിട്ടത് ഞങ്ങൾ വിൽക്കുമല്ലോ എന്നൊക്കെ പറയുന്ന പുള്ളികളെ, കർത്താവിന് ഹിതമുണ്ടെങ്കിൽ ഞങ്ങളിത് ചെയ്യും എന്നല്ലയോ നിങ്ങൾ പറയേണ്ടത്? ആഗ്രഹങ്ങളൊക്കെ നല്ലത് തന്നെയാണ്, നീ തന്നെ അത് നടപ്പിലാക്കാൻ ശ്രമിക്കരുത്. ആഗ്രഹങ്ങളെല്ലാം കർത്തൃകരങ്ങളിലേക്ക് ഫയലുകൾ ഓരോന്ന് വിട്ടുകൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. മോടെ കാര്യം, കുഞ്ഞിന്റെ കാര്യം, ആരോഗ്യത്തിന്റെ കാര്യം, പ്രവർത്തനത്തിന്റെ കാര്യം, ഉയർച്ചയുടെ കാര്യം എല്ലാം വിട്ടുകൊടുക്കുമ്പോൾ സ്വർഗം ചില ഹൃദയങ്ങളിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും, അവിടെയായി പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ശൗൽ രാജാവായി വന്നപ്പോൾ ചില നീചന്മാർ അവർ പറഞ്ഞു, ഇവനെങ്ങനെ നമ്മളെ രക്ഷിക്കും, ഇവനെങ്ങനെ നമ്മളെ രക്ഷിക്കും? നീ ഒരു നല്ല കാര്യത്തിന് വേണ്ടി വലതുകാലി വെക്കുമ്പോഴത്തേന് അതിനകത്ത് തന്നെ ചില നീചന്മാരുണ്ടായിരിക്കും. നീ സ്വോത്രവും കല്ലെറിയാൻ പറയുന്നത് മുഴുവൻ അങ്ങ് അയ്യോ മദർ തെരേസയെ പോലെ, സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയെ പോലെ, മിസ്റ്റർ പൗലൂസിനെ പോലെ, DL മൂഡിയെ പോലെ, സ്പർജനെ പോലെ അങ്ങ് ആണെന്നൊന്നുമല്ല. പക്ക കാട്ടുമാക്കാന്മാരുണ്ട് ഇതിൻ്റെ അകത്ത്. സൂത്രവും സ്തുതി എല്ലാം വരും. പ്രൈസലോ. സമയം കിട്ടുമ്പോൾ എന്നും വെക്കും, അല്ലാത്തപ്പോൾ പോവുകയും ചെയ്യും. ഡബിൾ സ്വരം ഉണ്ടാക്കുന്ന ബന്ധക്കോസുകാരുണ്ട്. ഒറ്റ വാക്കേ നിനക്ക് വരാവൂ, ഒറ്റ സ്വരമേ നിനക്ക് വരാവൂ, ഒറ്റ ലൈഫേ നിനക്ക് വരാവൂ. ഒരു വിശ്വാസം, ഒരു പ്രമാണം, ഒരു ദൈവം, ഒരു സ്വർഗം, ഒരു സൂട്ടായ്മ, ഒരു സഭയുണ്ടായിരിക്കണം. അതാണ് നിലപാടുണ്ടായിരിക്കണം. സ്വന്തമായൊരു നിലപാടുണ്ടായിരിക്കണം. ആത്മീയത്തിൽ ദൈവമക്കൾക്ക് നിലപാടുണ്ടായിരിക്കണം. അതാണ് പ്രൈസലോ. ഞാൻ യഹോവയുടെ ഒരു തീരുമാനം എടുത്തുപോയി. ഇഫ്താഖിനെ നോക്ക്, തോപദേശത്ത് തീർത്തു പറഞ്ഞു, ഞാൻ യഹോവയുടെ ഒരു തീരുമാനം എടുത്തുപോയി, എനിക്കതിന് പിന്മാറിക്കൂടാ. എന്റെ കൊച്ചിനെ ഹോമയാൻ കഴിക്കാമെന്ന് ഞാൻ യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞതാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്തിരിക്കും. നാടെടുത്താലും വീടെടുത്താലും ആരെടുത്താലും പ്രൈസലോ, മുഖ്യമന്ത്രി തെടുത്താലും ബീഡി എടുത്താലും സിഗരറ്റ് എടുത്താലും ആര് എതിർത്തെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യുമെന്ന് പറയും. പ്രൈസലോ. അവനാണ് ഭക്തൻ, അവനാണ് ഭക്തൻ. പ്രൈസലോ. നിലപാടുകൾ ഉണ്ടായിരിക്കണം. അബ്രഹാം മോരിയാമലയുടെ മുകളിലേക്ക് പോയി, സ്തോത്രം, ഒരു മുട്ടൻ കോലാട്ടും കൂട്ടി കിടക്കുന്നു. അവന് ശാപ്പാടാക്കിയാൽ തന്നെ 50 പേർക്ക് അന്നേരം കാലുകൂട്ടി അടിക്കാം. ദൈവത്തിന് സ്തോത്രം. കള്ളിക്കാട്ട് കിടക്കുക, കിടന്ന് പ്രൈസലോ. ചെറുക്കം കിടക്കുക. പ്രൈസലോ. അച്ഛാ അഴിച്ചു വിടച്ചോ, അച്ഛാ അഴിച്ചു വിടച്ചോ, അച്ഛാ അഴിച്ചു വിടച്ചാന്ന് പറഞ്ഞു. പ്രൈസലോ. നമ്മുടെ കീബോർഡ് വായിക്കുന്ന മോന്റെ പ്രായം അന്നേരം ഇസ്ഹാക്കിനുള്ളത്. പേടിക്കുകയും ചെയ്യരുത് കേട്ടോ. ബിജു ആവശ്യമില്ലാത്തൊന്നും തന്നെ കാണിക്കത്തില്ല. പ്രൈസലോ. വള്ളിക്കാട്ടിൽ ഇവനെ കുട്ടി ആട്ടിൻകുട്ടിയും വള്ളി കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്ന മോനും വള്ളിക്കാട്ടിൽ ആട്ടിൻകുട്ടിയും. ഭക്തൻ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. എന്താ ചെയ്യേണ്ടത്? സ്തോത്രം. ഏതായാലും ഞാൻ ദൈവത്തോട് പറഞ്ഞതാ, ദൈവം എന്നോട് പറഞ്ഞതാ. സ്തോത്രം. പെട്ടെന്ന് വെട്ടിത്തുടങ്ങിയൊരു കത്തി ഇങ്ങോട്ട് ഊരി ഇങ്ങോട്ട് എടുത്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയാ, സ്തോത്രം എന്ന് പറഞ്ഞൊരു ഒറ്റ വെട്ട് കൊടുക്കുകയും അബ്രഹാമിന്റെ കൈക്കിട്ട് ദൂതം തട്ടി, അബ്രഹാമേ അരുത്. സ്തോത്രം. തടഞ്ഞു കഴിഞ്ഞ ശേഷം ഒരു ആട്ടിൻകുട്ടിയുടെ ശബ്ദം, ആടപടി, നിന്റെ മോന് പകരമായിട്ട് ദൈവം ഒരു ആട്ടിൻകുട്ടി ഒരുക്കിയിരിക്കുകയാണ്. സ്തോത്രം. അതിനെ പിടിച്ച് അവനെ കെട്ടടിച്ചു വിടാൻ പറഞ്ഞു, പയ്യനെ കെട്ടടിച്ചു വിടാൻ പറഞ്ഞു. നീ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുവോ, നീ എന്നെ പൂർണ്ണമായിട്ട് എന്നെ അംഗീകരിക്കുന്നോ, എൻ്റെ വാക്ക് നീ അനുസരിക്കുകയോ ഇല്ലയോ എന്ന് അറിയാനായിട്ടാണ് നിന്റെ കൊച്ചിനെ പിടിച്ചെന്ന് പറഞ്ഞു. നീ അത് നിന്റെ കൊച്ചിനെക്കാട്ടിലും ഉള്ളതിനെക്കാട്ടിലും നിന്റെ ഭാര്യയെക്കാട്ടിലും നിന്റെ കുടുംബത്തെക്കാട്ടിലും നിനക്കുള്ളതിനെക്കാട്ടിലും എല്ലാം ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്ന ഭക്തനായ ഒരു ഏബ്രഹാമാണെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് അബ്രഹാമേ, ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും, ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ് എന്നാണ് പറയുന്നത്.
3 പരീക്ഷണങ്ങളിൽ അബ്രഹാം കനത്ത മാർക്കിൽ വന്നു ഇല്ല. ആദ്യത്തെ 2 എണ്ണത്തിൽ കനത്ത പരാജയമാണ്. ദേശത്ത് ക്ഷാമം വന്നപ്പോൾ അബ്രഹാം മിസ്രൈമിലേക്ക് പോകരുതായിരുന്നു. അത് വലിയ അബദ്ധമായി പോയി. പ്രൈസലോ, അവരുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ചില പ്രശ്നമുണ്ടായി. സഹോദരി വേറൊരു സ്ഥലത്ത് പോകേണ്ടതായിട്ട് വന്നു. ചില കയ്യബദ്ധങ്ങളൊക്കെ പറ്റി. ദൈവത്തിന് സ്തോത്രം. പിന്നെ ദൈവം തമ്പുരാൻ രക്ഷിച്ച് അവനെ പേടിപ്പിച്ച് വീണ്ടും പറഞ്ഞു വിട്ട് രണ്ടും കൂടെ അവിടുന്ന് ആ നാടിൽ നിന്ന് വിടിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ആലോചനയില്ലാതെ, തീരുമാനമില്ലാതെ പെട്ടെന്ന് ഞെരുക്കവും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാകും. വീണ്ടും വിട്ടുപോകുന്ന ഭവനത്തിലേക്കും തെറി വിളിച്ച ആളുടെ അടുത്തേക്കും പോകരുത്. തലയും ചൊറിഞ്ഞോണ്ട് പ്രൈസലോ, നിന്നെ ആട്ടി ഇറക്കി അവഗണിച്ച് കയറിപ്പോകരുതെന്ന് പറഞ്ഞ് വൃത്തികെട്ട വർത്താനം പറഞ്ഞവരുടെ വീട്ടിൽ കല്യാണത്തിന് വിളിച്ച ശേഷം പ്രൈസലോ, മോടെ കല്യാണമാ, എല്ലാവരും വരണം കേട്ടോ. പ്രൈസലോ, ഇത് കേട്ടപ്പോഴേ വായിക്കാത്ത വെള്ളം ഓടി കപ്പൽ ഓടിക്കുക, ബിരിയാണി അടിക്കാം. അവൻ നേരത്തെ നിന്നെ നിന്റെ കുടുംബത്തെ അടച്ചു പറഞ്ഞതും ആക്ഷേപിച്ചു പറഞ്ഞതും മനത്തറിയാത്ത കാര്യങ്ങൾ ടൗണിൽ വെച്ച് വിളിച്ചു പറഞ്ഞു നോക്കി ഇവൻ തന്നെയാ പറഞ്ഞത്. പിന്നെ നിന്ദിക്കപ്പെട്ടവന്റെ വീട്ടിലും ആ കുടുംബത്തിലും പോയി ഉച്ചിഷ്ടം കഴിക്കാൻ നീ പോകരുത്. വയറ് കഴിഞ്ഞാലും നീ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഇട്ട് കുടിച്ച കുഞ്ഞ്, അതാണ് അന്തസ്, ദൈവസന്നിധിയിലെ നീതി. നിങ്ങളാരും പോകത്തില്ല. അവഗണിക്കപ്പെടുന്നിടത്തും നിന്ദിക്കപ്പെടുന്നിടത്തും അംഗീകരിക്കപ്പെടാത്തിടത്തും ദൈവമക്കൾ പോകരുത്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. നിങ്ങളെ സ്നേഹിക്കുകയും മാനിക്കുകയും ആദരിക്കുകയും നിങ്ങളുടെ കഴിവിനെ, നിങ്ങളുടെ ബലഹീനതകൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്നേഹിക്കുന്നില്ല ദൈവമക്കളുണ്ട്. അവർ ഒരിക്കലും നിങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ ആ സ്നേഹം ഒരു വലിയ സമ്പത്ത് തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം ഇസ്രായേലിലേക്ക് പോയി. അത് വലിയൊരു നഷ്ടമായിട്ട് മാറി. അതിൽ അബ്രഹാം തകർന്നു. പക്ഷെ ദൈവം താപയത്ത് ഇടപെട്ടു. ദൈവമക്കളെ, എത്രയെത്ര കയ്യബദ്ധങ്ങൾ നമുക്ക് പറ്റുമെന്നറിയാവോ? എത്ര സൂക്ഷിച്ചാലും എന്തെങ്കിലും നീനാമ്പെച്ചി നീർക്കോലും കട്ടപ്പുളവനും നമ്മുടെ കാലയെ വന്ന് ചുറ്റും. അവിടുന്നെല്ലാം പക്ഷേ ദൈവം അത്ഭുതകരമായി വലയിൽ നിന്നും കുടുക്കിൽ നിന്നും വിടുവിക്കും. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയാണ് നീ 10ാം ക്ലാസ് കഴിഞ്ഞപ്പം ആ മാക്കാച്ചി ചെറുക്കനുമായിട്ട് നീ പ്രേമത്തിലായി ചില ചുറ്റിക്കളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഡബിൾ പട്ട് 2 കിണ്ണരെ പ്രൈസലോ, നാരായം പോലത്തെ ചെരുപ്പ്, മുത്തുമാല 15 രൂപയുടെ മുത്തുമാലയെ മേടിച്ചിട്ട് 2 പ്രൈസലോ വരവ് കമ്മലും കാതിലിട്ട് അവന്റെ പോയി കൂടെ ഞട്ടുകാരി ഇങ്ങനെ നടന്നോണ്ടിരിക്കുക. പ്രൈസലോ അവനെന്ത് ചെയ്യും? അവനവന്റെ പാട്ടിന് പോയി. പോകരുത്. ഒരു ജന്മം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതൊരു സുന്ദരമാക്കാൻ കഴിയുന്ന ഒരു ബന്ധത്തെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവഹിതമില്ലാത്തതൊന്നും താലി കെട്ടി നിന്റെ വീട്ടിൽ വരരുത്. ദൈവഹിതമില്ലാത്തതൊന്നും നിന്റെ വീട്ടിൽ മരുമോളായിട്ട് വരരുത്, മരുമോനായിട്ട് വരരുത്. ദൈവമുള്ളത് മാത്രം കടന്നു വരട്ടെ. ആ വരവ് ആ കുടുംബത്തിന് അനുഗ്രഹമായിരിക്കും. ചിലതിനെ കെട്ടിയത് കൊണ്ടും ചിലത് മരുമകളായി വന്നതുകൊണ്ടും മരുമനായി വന്നതുകൊണ്ട് ചില കിടന്ന് അനുഭവിക്കുന്ന അനുഭവങ്ങൾ പ്രൈസലോ. അന്നേരം വേറൊരാള് പറയും, പോർട്ട് എനിക്കങ്ങനൊന്നും ഇല്ല, എനിക്ക് പിള്ളേരില്ല, മരുമോനുമില്ല, മരുമക്കളുമില്ല, എന്നിട്ട് ഞങ്ങൾ ഐ ആം വെരി ഫ്രീ. നീ ഭാഗ്യവാൻ. പ്രൈസലോ, പ്രൈസലോ, നീ ഭാഗ്യവാൻ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ സത്യം പറയാൻ ചിലപ്പോഴൊക്കെ ഓർക്കുക, കല്യാണം ഒന്നും കഴിക്കണ്ടായിരുന്നു. അപ്പോസ്തലനായ പൗലോസിനെ പോലെ ദൈവത്തിന് സ്തോത്രം അങ്ങ് പറന്ന് നടക്കായിരുന്നു. ദൈവത്തിന് അങ്ങ് കർത്താവിന്റെ വേല എണിഞ്ഞ് പോകായിരുന്നു. പ്രൈസലോ, ഇങ്ങനെ ആയിപ്പോയി, എന്നടക്കാൻ പറയാം, അങ്ങനെ സംഭവിച്ചു പോയി, പോട്ടെ, സാരമില്ല. ആ ദൈവത്തിന് സ്തോത്രം. ഞാൻ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞാൽ ഈ വിശ്വാസി വരുന്നതിന് വിവാഹം കഴിച്ചു. ദൈവത്തിന് സ്തോത്രം. നെടുങ്കുന്നത്ത് ഞാനൊരു ജോലിക്ക് പോക്കാം. അവിടെ ചെന്നപ്പോൾ ഇവളെന്നെ ഇങ്ങനെ എന്നെ കണ്ടെന്ന് കേട്ടോ. ഞാനൊന്ന് വലിയ ഹിപ്പിയായിട്ട് മുടിയെല്ലാം വളർത്തി ഇങ്ങനെ ഒരു ചുമന്ന ലുങ്കിയും ചുമന്ന ബ്ലൗസും ഒക്കെ ഇട്ട് സംഗീതം പഠിച്ച, ഡാൻസും സംഗീതവും ഒക്കെ പഠിച്ചതുകൊണ്ട് ഇവർക്ക് മനസ്സിലായി ഇവൻ കലാകാരനാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവളെന്നെ എടുത്തു. ഇങ്ങനെ പോകുമ്പോഴൊക്കെ പ്രശ്നം എന്നോട് ചോദിച്ചു, എവിടെയാ പണി? ഞാൻ പറഞ്ഞു, ഇവിടെ തടിയാൽ. ദൈവത്തിന് അതല്ല ചോദിച്ചു, നിങ്ങൾ എവിടെയാ ജോലിക്ക് പോകുന്നത്? ഇവിടെ 1 പറഞ്ഞ് 2 പറഞ്ഞൊക്കെ ഉണ്ടല്ലോ. പിന്നെ അവിടെ വീട്ടുകാരൊക്കെ ഇടപെട്ട് എന്നെ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മോശെ സിപ്പോറെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ പോലെ എന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു. പ്രൈസ് ലോർഡ്. സ്തോത്രം. എൻ്റെ ഷർട്ടെ പൊക്കി, എൻ്റെ മുണ്ടയെ പൊക്കി, എൻ്റെ ഹിപ്പിയുടെ മുടി പോലെ എൻ്റെ തലമുടിയെ പൊക്കി എന്നെ അങ്ങ് പൊക്കി. ഞാനങ്ങ് പൊങ്ങി. ഞാൻ ചേട്ടനോട് പറയും, ചേട്ടാ പ്രൈസ് ലോർഡ്, നമുക്ക് അവളെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു. മെണ്ടിയപ്പോൾ അടിക്ക് കാരണക്കുറ്റി പൊട്ടിക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് സമയമായില്ലെന്ന് അവയവൻ പറയാൻ പറയും, അത് പറഞ്ഞാൽ മതി. പ്രൈസലോ. ദൈവത്തിന് അന്ന് അറിയത്തില്ല ദൈവഹിതം എന്താണെന്ന് അറിയത്തില്ല, ദൈവാലോചന എന്താണെന്ന് അറിയത്തില്ല, ഇത് ദൈവത്തിൻ്റെ ആലോചന എന്താണെന്ന് അറിയത്തില്ല. അന്ന് ജാതികളായിട്ടുള്ള ലൈഫായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായല്ലോ പറഞ്ഞത്. നമ്മൾ വിശ്വാസത്തിൽ വന്ന ശേഷം നമ്മൾ തിരഞ്ഞെടുക്കുന്നതെല്ലാം അത് വളരെ ഉചിതമാവണ്ണമായിരിക്കണം. മനുഷ്യൻ്റെ വാക്ക് കേട്ടോ, ബ്രോക്കറുടെ വാക്ക് കേട്ടോ ചെന്ന് വീടരുത്. ദൈവത്തിന് സ്തോത്രം. ബ്രോക്കർ വന്ന് പറയും, നല്ല ബെസ്റ്റ് ഫാമിലിയാണ് കേട്ടോ, ആലുവ യൂസി കോളനി തൊട്ട് പറയില്ല, സ്ഥലം അങ്ങ് പുറകോട്ട് കിടക്കുന്നതല്ലേ ഇവരുടെ. പ്രൈസലോ. എന്താ പുറകോട്ട് കിടക്കുന്ന വീടുണ്ടല്ലോ, എന്നതാ പ്രൈസലോ, ആലുവ 6 കിടക്കുന്നത്. പ്രൈസലോ. ആർക്ക് വേണോ അത്? ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഫ്രണ്ട് മാത്രം ഷീറ്റ് കൊണ്ട് 2 ലൈറ്റ് വിട്ട് 2 വിട്ട് ഇതെല്ലാം കൂടെ വെച്ച് കഴിഞ്ഞ് ഗെറ്റപ്പുള്ള വീട്. അകത്തോട്ട് കയറിയില്ല, അകത്തോട്ട് കയറി ആറ്റി പോകും. പ്രൈസലോ. ഇതെല്ലാം കാണിച്ച് അതിൻ്റെ അകത്ത് എന്നങ്ങ് വീണു. ദൈവത്തിന് സ്തോത്രം. കുറച്ച് വ്യാജ സർട്ടിഫിക്കറ്റ് എല്ലാം കാണിച്ച് ഇവിടെ കുറച്ച് പൗഡറും ബ്ലീച്ചിങ് പൗഡറും ചാണകം എല്ലാം തോന്നി 2 കോൾഗേറ്റ് ചിരി ഇവനെ ചിരിച്ച് കാണിച്ച് ഇവൻ്റെ അകത്ത് അങ്ങ് വീണു. അഭിഷേകം പ്രാപിച്ചതാണോ, രക്ഷിക്കപ്പെട്ടതാണോ, വീട്ടിൽ കയറ്റാൻ കൊള്ളുന്നതാണോ, കണ്ണുനീരുള്ളതാണോ, പ്രാർത്ഥനയുള്ളതാണോ?
പ്രായപൂർത്തിയായ എൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അപ്പൻ്റെ സ്ഥാനത്തോ അമ്മയുടെ സ്ഥാനത്തോ താങ്ങും നള്ളും കൊടുക്കുന്നതാണോ എന്നുള്ള വെളിപ്പാട് കിട്ടാതെ പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പ്രിയമക്കളെ. അതുകൊണ്ടൊരു കാര്യം പറഞ്ഞേക്കാം, ഈ കാലഘട്ടങ്ങളിൽ ഈ വർഷം തന്നെ ചില വിവാഹങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. കുടുക്കിലും കുരുക്കിലും അകപ്പെടരുത്, ദൈവത്തിനെ സൂക്ഷിക്കുക. രണ്ടാമതായി അബ്രഹാമിന് സംഭവിച്ചത് എന്താണെന്നറിയാമോ? അബ്രഹാം ഇങ്ങോട്ട് വന്ന കൂട്ടത്തിൽ വാഗ്ദത്തമുണ്ട്, നിന്റെ ഉദരത്തിൽ നിന്ന് വരുന്നവൻ എനിക്ക് അവകാശിയാകുമെന്ന് പറഞ്ഞു. പക്ഷെ എന്തെടുത്തു? വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ ആലോചന അബ്രഹാമിനോടും സാറയോടും കേക്ക പറഞ്ഞതാണ്. പക്ഷേ സാറായുടെ ദേഹത്ത് പിശാച് കയറി. എന്നിട്ട് പറഞ്ഞു, സ്തോത്രം, നീ മിസ്രയീമിലെ ദാസിയായിരിക്കുന്ന ഹാഗാറിന്റെ അടുത്ത് ചെല്ലുക, ഒരു കുട്ടിയെ ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മുടെ നിന്ന് മാറുമെന്നും പറഞ്ഞു ചുമ്മാതിരുന്ന അബ്രഹാമിനെ ഇവള് കുത്തിപ്പോക്കി എത്യോപ്യക്കാരത്തിയായ കറമ്പിപ്പെണ്ണിന്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടു. ആര് വിട്ടു? സാറായി അബ്രഹാമിനെ പറഞ്ഞു വിട്ടു. പ്രൈസ് ദി ലോർഡ്. അവൾ എത്യോപ്യക്കാരിയായിരുന്നു, അവൾ കറമ്പിപ്പെണ്ണ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. സ്തോത്രം. അങ്ങോട്ട് ചെന്നു, അവർക്ക് കുട്ടിയുണ്ടായിക്കുമ്പോൾ അവിടെ പാവവും രൂപമായി. കുടുംബത്തകർച്ചയ്ക്ക് ഒന്നാമത്തെ കാരണത്തിനിടയാക്കിയത് സാറയായിരുന്നു. ദൈവശബ്ദത്തിന് പിന്തുണ കൊടുക്കാതെ അതിനെ മാറ്റിവെച്ചിട്ട് അന്നേരം എങ്ങനെയെങ്കിലും മുമ്പോട്ട് പോകാനുള്ള ഒരു ഉപാധി മാനുഷികമായിട്ട് ഉണ്ടാക്കിയത് അവർക്ക് കെണിയായിട്ട് മാറി. പാവം പിടിച്ച കൊച്ചൻ സഹോദരി മരുഭൂമി പോകുന്നു, പിന്നെ ദൈവം കയറി ഇടപെടുന്നു, തിരിച്ചുപോടി എന്ന് പറയുന്നു, ഇവളെ ഇറക്കി വിടാൻ പറയുന്നു, എന്തെല്ലാം ഗുലുമാല ഉണ്ടാകുന്നത്. പിന്നെ ഉണ്ടായ ഇറക്കനും ഇവനുമായിട്ട് തമ്മിൽ അടി നടക്കുന്നു, പിച്ചാത്തി എടുക്കുന്നു, കണ്ണുരുട്ടുന്നു, പേടിപ്പിക്കുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളാ ഉണ്ടായത്. സഹോദരിമാരെ, ഭർത്താവ് ഒരു വിഷയം പറയുമ്പോൾ അതിൻ്റെ അകത്ത് ദൈവത്തിന്റെ ആലോചന ഉണ്ടോ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് മനസ്സിലാക്കി, അച്ചായ ദൈവത്തിന്റെ നടത്തിപ്പുണ്ട്, നമുക്കത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിനൊരു വെളിപ്പാട് നിനക്കും കിട്ടും, നിന്റെ ഭർത്താവിനും തരും. ഒന്നിച്ചൊരു ദൂത് കേട്ടതാണ് നിങ്ങൾ രണ്ടു വാക്കാരി ഒരുമിച്ച് തന്നെ മുമ്പോട്ട് പോകണം. അല്ലാതെ LDF UD ആയിട്ട് കടന്നു പോയാൽ കുഴപ്പമെന്നറിയാവോ? ഒരാൾക്ക് 33 സീറ്റും മറ്റേ ആൾക്ക് 110 സീറ്റും കിട്ടും. മാമയ്ക്ക് സന്തോഷമായി. സ്തോത്രം. ഹല്ലേലൂയ. തുള്ളലുണ്ട്, ചാട്ടമുണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, സ്വോത്ര കാഴ്ചയുണ്ട്, ഇടക്കൂട്ടം ആശയം ഉണ്ടെങ്കിലും ഇപ്പോഴും നിന്റെ ഉള്ളിനകത്ത് ഒരു രാഷ്ട്രീയ ചായ്വുണ്ട് സഹോദരി, രാഷ്ട്രീയ ചായ്വുണ്ട്. അത് ഇന്നുകൊണ്ട് അവസാനിപ്പിക്കണം. ചില പാർട്ടിയുടെ കൊടി കണ്ടു കഴിയുമ്പോൾ നിന്റെ ഉള്ളിൽ അഭിഷേകത്തെക്കാട്ടിലും വലിയൊരു ആവേശം നിനക്കുണ്ട്. അത് ഇന്നുകൊണ്ട് അവിടെ അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ നീ ചാകാൻ നേരത്ത് ആ കൊടി കാണത്തില്ല, പെന്തക്കോസുകാർ കുത്തുന്ന കരികൊടിയെ കാണത്തുള്ളൂ. നമ്മുടെ രാജ്യം, നമ്മുടെ പൗരത്വം എവിടെയുള്ളതാ പാസ്റ്റർ ജോസി? സ്വർഗത്തിലാണുള്ളത്. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ചെന്നു. യെസ്. എന്നിട്ട് അവൻ എൻ്റെ ഒരു കൊടി പിടിച്ചിരുന്നു. അത് ഏത് കൊടിയായിരുന്നു? അരിവാൾചുറ്റിയ നക്ഷത്രമായിരുന്നു? അല്ല. കൈപ്പത്തി, താമര? അല്ല. പ്രൈസ് കുറുക്കന്റെ ഫോട്ടോ? അതൊന്നും അല്ലായിരുന്നു. പിന്നെന്തായിരുന്നു? അവൻ എൻ്റെ ഒരു കൊടി പിടിച്ചിരുന്നു. ആ കൊടി സ്നേഹമായിരുന്നു. നമ്മുടെ രാജാവും നമ്മുടെ ദൈവവും നമ്മുടെ പാർട്ടി നേതാവും നമുക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ വെച്ചവനും ഇന്ന് വോട്ട് കൂടിക്കൊണ്ടിരിക്കുക. സാത്താന്റെ വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും ആത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ രക്ഷിക്കപ്പെട്ട് വോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ പൗരത്വം സ്വർഗത്തിലുള്ളതാണ്. നമ്മുടെ രാജ്യം ഐഹികമല്ല. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ രാജ്യം ഐഹികമല്ല. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാണ്. അഭിഷേകത്തിന്റെ രാജ്യമാണ്. നീതി, സമാധാനം, സന്തോഷം, ദയ, വിശ്വസ്തത, പരോപകാരം. ഒരു രാജാവ് നീതിയോടെ വസിക്കൂടെ. കൈക്കൂലിയില്ല, അഴിമതിയില്ല, കൊലപാതകമില്ല. അവിടെ ED തടയത്തില്ല, വീട് കയറി ആക്രമിക്കത്തില്ല, ഹൗസിങ്ങിന് ബോംബ് വെച്ച് പൊട്ടിക്കത്തില്ല. പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കഷ്ടപ്പാടും പങ്കമ്പാട് സഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം? ദൈവരാജ്യത്തിന്റെ ആ രാഷ്ട്രമായിരിക്കണം നമ്മുടെ ഉള്ളിൽ എഴേണ്ടത്. ആ നീതിയോടെ, അല്ലാതെ ആവേശത്തിന് വേണ്ടി പോകരുത്. രാഷ്ട്രീയ ചായ ഉള്ളിൽ വെച്ചുകൊണ്ടൊന്നും ചെയ്യരുത്. വോട്ട് ചെയ്യണം, പോകണം. പക്ഷെ ആവേശത്തിന് വേണ്ടി ഒന്നും പറയാനോ എടുക്കാനോ പോകരുത്. നമ്മൾ അവന്റെ അനുഭാവികളല്ല. മാറി വരുന്ന ഭരണകൂടങ്ങളെ മനസ്സിലാക്കി നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി മനസാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യുക എന്നുള്ളത് ഒഴിച്ചാൽ, അല്ലാതെ പബ്ലിക്കായിട്ടും അയൽക്കൂട്ടത്തിലും മാസയോഗത്തിലും മാംസയോഗത്തിലും പഞ്ചായത്ത് യോഗങ്ങളും ഒക്കെ പ്രൈസ് ദി ലോർഡ് സ്തോത്രം. നമ്മുടെ പാർട്ടിയുടേതായ ഈ വർഷത്തെ ജില്ലാ മണ്ഡലം കമ്മിറ്റിയിൽ ഒരു മഹിളയെ തെരഞ്ഞെടുക്കണമെന്നൊരു ആഗ്രഹം കൗൺസിൽ ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിന് ഈ കൂട്ടത്തിൽ ഒരാളെ തെരഞ്ഞെടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരു മുട്ട ഇടുന്നുണ്ട് പറഞ്ഞു. അമ്മിണി ചേച്ചിയെ ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അമ്മിണി ചേച്ചി ഇങ്ങനെ കുതിച്ചു നിൽക്കുക. പാർട്ടിക്കകത്തൊരു ജില്ലയില്ലെന്ന് ആകാണ്ടിരിക്കുക. അന്നേരമാ മോങ്ങാനിരുന്ന് നാട് തന്നെ തേങ്ങ വീണതുപോലെ ഈ കുട്ടിച്ചാതിനത് വിളിച്ചു പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. യേശു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അതിൻ്റെ അകത്തിന് മറ്റൊരു ഭരണാധികാരി അവിടെ ഇരുത്തേണ്ട കാര്യമില്ല. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കും നിങ്ങൾ അറിയുന്നില്ലയോ? നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, നമ്മുടെ പ്രാണൻ ഇതെല്ലാം വീണ്ടെടുത്തിരിക്കുന്നത് ഈ ലോക രാജ്യങ്ങളോ അതിന്റെ ശക്തികളോ അല്ല, പരലോകത്തിന്റെ ഉന്നതനായിരിക്കുന്ന പരമോന്നത നീതിപീഠത്തിലെ സുപ്രീം കോടതിക്ക് മുകളിൽ, സുപ്രീം കോടതിക്ക് വിധി കൊടുത്ത ഒരു ഉടയവനായ ദൈവമാണ് നമ്മളെ നടത്തുന്നത്.
സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ട്. അതുകൊണ്ട് പ്രൈസലോ, പ്രശ്നങ്ങളെ നിങ്ങൾക്ക് സ്വാഗതം, ക്യാൻസറുകളെ നിങ്ങൾക്ക് സ്വാഗതം, പ്രതികൂലങ്ങളെ നിങ്ങൾക്ക് സ്വാഗതം, കടഭാരങ്ങളെ നിങ്ങൾക്ക് സ്വാഗതം. അല്ലാതെ നേരെ തിരിച്ച് പറയരുത് അത്രയും അവിഞ്ഞ വർത്താനം പറയരുത്. ഇതിനെല്ലാം സ്വാഗതം ചെയ്യണം. പോരാട്ടത്തിന് സ്വാഗതം, മിസ്റ്റർ സാത്താന് സ്വാഗതം, ഏതിന് സ്വാഗതം. എന്തുകൊണ്ട് നീ സ്വാഗതം ചെയ്യുന്നു? ഇതിനെയെല്ലാം ഉടയ്ക്കാനും തകർക്കാനും ഇല്ലാതാക്കാനും കഴിയുന്ന ഒരു അത്യന്തമായ ശക്തി ഈ മനുഷ്യ ശരീരത്തിന്റെ അന്തർഭാഗത്ത് ദൈവം നീ സ്ഥാനപ്പെട്ട നിമിഷം തന്നെ വെച്ചിട്ടുണ്ട്. അത് ഈ ലോകത്തിന്റെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മളെ അകറ്റുന്നതാർ. കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ നിന്നയോ ഇതിനൊന്നിനും യേശുവിന്റെ സ്നേഹത്തിൽ നമ്മളെ അകറ്റുവാൻ കഴിയുന്നതല്ല. വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ. കണ്ണുനീരിന്റെ താഴ്വൽ കൂടെ നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. കൂരിരുത്താഴ്വൽ കൂടെ നടന്നപ്പോൾ ഭയപ്പെടുകയില്ല. ഇതെല്ലാം വരട്ടെ, ഇത് ഇഷ്ടം പോലെ വരട്ടെ. ദുഃഖവും കടഭാരവും ഞെരുക്കവും നിന്ന അവമാനവും ആരുടെയെങ്കിലും തിരിയും വായിക്കെല്ലാം കേൾക്കട്ടെ. അപ്പോസ്തലന്മാരെല്ലാം അനുഭവിച്ചല്ലോ. എന്നാ തേജസ്സായിരുന്നു അവസാനം വന്നപ്പോൾ അതൊരു പ്രൈസലോ. അതെല്ലാം ഇങ്ങോട്ട് വരട്ടെ, വന്നോട്ടെ. അവർക്കെല്ലാം അറിയാം പ്രൈസലോ. നിങ്ങളെ ഇവിടെ ഇരിക്കുന്ന ഈ മോനെ, ഇവിടെ ഈ മണ്ണെണ്ണ വീപ്പി ഉണ്ടല്ലോ, മണ്ണെണ്ണ വീപ്പ, ഇത്രയും പൊക്കമുള്ള മണ്ണെണ്ണ വീപ്പി ഉണ്ട്. അതിന്റെ ക്യാപ്പ് കെട്ടിയാച്ചി കൊച്ചനെ അതിൻ്റെ അതിൽ ഇട്ടിട്ട് ക്യാപ്പങ്ങ് അടച്ചു. എന്നിട്ടൊരു കമ്പി കൊണ്ടുവന്നൊരു അടിയാണ് പറഞ്ഞേക്കകത്തിനാ. അന്നേരമല്ല അവൻ കണ്ട് നിക്കിളി എടുക്കുക, അടിയാ. കാരണം ഇവനിട്ടല്ല അടി കൊല്ലുന്നത്, പിന്നെ ഇവിട്ട് അടി കൊള്ളുന്നത് പാട്ടയുടെ പുറത്തിനിട്ട് അടി കൊള്ളുന്നത്. സ്തോത്രം. യേശു ക്രിസ്തുവിൽ ശരിയായിട്ട് നീ ഇറങ്ങിയിരുന്നാൽ, ക്രിസ്തുവിന്റെ വചനത്തിലും ആത്മാവിലും രക്തത്തിലും നീ മുദ്രയിട്ടിരുന്നാൽ, ഈ ലോകത്തിൽ വരുന്ന സകലതിനെയും ചെറുക്കാനും വെറുക്കാനും പ്രതിരോധിക്കുവാനും അവന്റെ രക്തത്തിനും അവന്റെ ആത്മാവിനും അവന്റെ നാമത്തിനും അവനും വചനത്തിന് ശക്തിയുണ്ട്. ദൈവവചനത്തിന് ബന്ധനമില്ല. സ്തോത്രം. അതാ നിന്നെ പിടിച്ചു നിർത്തില്ല. അല്ല നീ എമ്പോട്ടെ ഇവിടുന്ന് പോയാനും. മലയാള മനോരമയുടെ 6-ാമത്തെ പേജിൽ ബൈപ്പിൻ പ്രൈസലോ ആലയില ഒരു പേര് വിട്ടിങ്ങനെ ചിളിച്ചോണ്ടിരുന്നെ. അടക്കം ശനിയാഴ്ച രാവിലെ 8 മണിക്ക്. സന്തോഷമായി ഇല്ല, സമയമായില്ലെന്ന്, ഡേറ്റ് ആയില്ലെന്ന്. അതൊക്കെ വരട്ടെ, അതൊക്കെ വർഷങ്ങൾ കിടക്കുന്നതേ ഉള്ളൂ. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുക. അതിൻ്റെ ഇടയ്ക്കാ പ്രൈസലോ. ഉമ്മാക്കി കാണി പേടിപ്പിക്കരുതേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം, സ്തോത്രം. ദൈവം വലിയവനാണ്. അപ്പൊ നോക്കുക, നമ്മൾ ഇന്ന് വായിച്ചു കൊണ്ടിരുന്നതായ വിഷയം കോളിന്റെ അടുത്തു നിന്ന് തന്നെ, സുന്ദരം ഗോപാലയത്തിന്റെ അടുത്തു നിന്ന് തന്നെ പ്രൈസലോ അവിടുന്ന് ഒരു കുഴഞ്ഞ കേസ് കിട്ട ആലയത്തിൽ വന്ന് ദൈവത്തെ പാടാനും സ്തുതിക്കാനും തുടങ്ങി. സ്തോത്രം. തോപ്പും പഠിക്കൊന്നും ആലയിക്കൊന്നും പോർട്ട് കൊച്ചിൽ നിന്നും വന്ന് ചില കേസ് കിട്ടൊക്കെ മരം പോലെ വന്നിരുന്ന വരാല് വെള്ളം എടുക്കുന്ന പോലെ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഹോളിന്റെ അടുത്തുനിന്ന് ദൈവത്തിന് സ്തോത്രം ഇച്ചിരി വൈകല്യങ്ങളും കുഴപ്പമുള്ള ഒരു പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് പ്രൈസലോ ചാടുക സ്തുതിക്കുക, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസലോ. ഇതാ അവിടെ സംഭവിച്ചത്. ദൈവത്തിന് സ്തോത്രം. സുന്ദരമെന്ന ഗോപാലയത്തിന്റെ പടിവാതുക്കൽ പത്രോസും യോഹന്നാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുന്ന സമയത്ത് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി 40-ലധികം വയസ്സുള്ള ഒരു മനുഷ്യനെ അവിടെ ചുമക്കുന്നവർ കൊണ്ടിരുത്തി. അവർ നീ വൈകിട്ട് 6 മണി കഴിഞ്ഞേ വരത്തുള്ളൂ. സ്തോത്രം. പകലത്തെ പെരു മുഴുവൻ മേടിക്കാനായിട്ടേ വരത്തുള്ളൂ കേട്ടോ. നിന്നെ ഒരു കാഴ്ച വസ്തുവായിട്ട് പല സ്ഥലത്തും കൊണ്ടിരുത്തിയും കാണിച്ചിട്ടും നിന്നെ വെച്ച് പല ആൾക്കാരും മുതലെടുക്കുകയായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. പക്ഷെ ഇനിയും ദൈവത്തിന്റെ ആത്മാവ് ആ പണിക്ക് നിന്നെ നിർത്തത്തില്ല. നാട്ടുകാർക്കും വേണ്ടിയും വീട്ടുകാർക്കും വേണ്ടിയും അപ്പാപ്പന്റെ മക്കൾക്കും അനുജനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി നീ കടന്നോടി ജീവിക്കാൻ നീ മറന്നുപോയി. ഇപ്പോൾ ചിലതിൽ നീ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഭാരപ്പെടണ്ട. യേശുവിനെ കണ്ടതുകൊണ്ട് നിന്റെ വയറൊരിക്കലും ഒട്ടിപ്പോകത്തില്ല, നിന്റെ പോക്കറ്റ് കാലിയാകത്തില്ല, നിന്റെ ഉറക്കം മങ്ങിപ്പോകത്തില്ല, നിന്റെ ശരീരം നാശത്തിനായിട്ട് വിട്ടുകൊടുക്കത്തില്ല. ഒരു നല്ല വീണ്ടെടുപ്പും നല്ല സുദിനവും ദൈവം ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു ശവോടക്കിലേക്കൊന്ന് പോയാൽ, ഒരു അത്യാവശ്യമായിട്ടൊരു ശവോടക്ക് ഉണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എല്ലാവരും കൂടെ വന്നല്ലോ ശവോടക്കിലേക്ക് പോകാം. ദൈവത്തിന്റെ സ്തോത്രം. ശവോടക്ക് ചെന്നു. സ്തോത്രം. എപ്പോഴായിരുന്നു സംഭവം? ഇന്നലെയായിരുന്നു. അയ്യോ, ആ സഹോദരന്റെ പ്രസംഗം കഴിഞ്ഞ ആഴ്ച ഞാൻ കേട്ടായിരുന്നല്ലോ. പ്രസംഗം കഴിഞ്ഞ ആഴ്ച കേട്ടു. പക്ഷേ പുരുഷൻ ഇതന്നെ പുള്ളിയുടെ ദേഹത്തെല്ലാം പാട്, നാട്ടുകാർ മുഴുവൻ കല്ലെറിഞ്ഞ് നീര് വെച്ചിരിക്കുക. മിസ്റ്റർ സ്തെഫാനോസായി കിടക്കുന്നു. സ്തോത്രം. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ആ ശവപ്പെട്ടിക്കകത്ത് കിടക്കുന്ന ഡെഡ് ബോഡിയാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. പ്രൈസലോ. കാല് വാരാത്തവൻ. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധിക്ക് വേണ്ടി നിന്നവൻ. ഉടലോടെ യേശു തമ്പുരാനെ ഡയറക്റ്റ് ആയിട്ട് കണ്ടവനാ. സ്വർഗത്തെ അപ്പോസ്തലന്മാർ പോലും കാണാഞ്ഞിട്ട് ഉടലോടെ നേരിട്ട് യേശുവിനെ കണ്ടവൻ ഇതാ പെട്ടിക്കകത്ത് കിടക്കുന്നു. അതാ ഡെഡ് ബോഡിയുടെ മഹത്വം എന്ന് പറയുന്നത്. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. അവൻ കാലുവാരിയല്ല, നാട്ടിലൊരു കൊളപ്പുള്ളി അല്ലായിരുന്നു, ഒരു ഒറ്റപ്പുള്ളി അല്ലായിരുന്നു, അവൻ ദ്രവ്യാഗ്രഹിയല്ലായിരുന്നു, ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവനല്ലായിരുന്നു, ഉപദേശിയുടെ നെഞ്ചത്ത് കുതിര കയറുന്നവനല്ലായിരുന്നു, പാര വെക്കുന്നവനല്ലായിരുന്നു, അടിച്ചു മാറ്റുന്നവനല്ലായിരുന്നു,
വക്രഗതിയുള്ളവനല്ലായിരുന്നു, ജഡികനും പ്രാകൃതനുമല്ലായിരുന്നു, അഭിഷേകമില്ലാത്തവനല്ലായിരുന്നു. സ്തോത്രം. അവന്റെ യോഗ്യതകൾ പലതാണ്. സ്തെഫാനോസിന്റെ പ്രസംഗം കൃപയും ശക്തിയും നിറഞ്ഞതായിരുന്നു. ജനത്തിന്റെ ഇടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. സ്തോത്രം. ജനത്തിന്റെ ഇടയിൽ അടിപിടിയല്ല നടത്തിയത്, അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി. സ്തോത്രം. കൃപയും ശക്തിയും നിറഞ്ഞു കഴിഞ്ഞാൽ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്നിൽ നടക്കും. പത്രോസിന്റെ മേൽ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വലിയൊരു നീണ്ട നിരയായിരുന്നുവെങ്കിൽ യോഹന്നാന്റെ മേൽ വെളിപ്പാടുകളും വചനത്തിന്റെ എഴുത്തുകളുമായിരുന്നു. ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, പത്രോസിന്റെ മേൽ ഉണ്ടായിരുന്നത് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വരദാനമായിരുന്നു. വീര്യപ്രവർത്തികളുടെ അടയാളമാണ്. പക്ഷേ യോഹന്നാന്റെ അടയാളം, യോഹന്നാൻ വീര്യപ്രവർത്തിയൊന്നും ചെയ്തിട്ടില്ല. യോഹന്നാൻ അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയായിരുന്നു. അദ്ദേഹം വെളിപ്പാട് പുസ്തകമാണ് എഴുതിയത്. ദർശനങ്ങൾ കാണുക, വെളിപ്പാടുകൾ കാണുക, അത് അതേപടി ഒപ്പി എഴുതുക. പത്രോസിനെ സംബന്ധിച്ച് കൃപയും ശക്തിയും കൂടെ ഒന്നിച്ചു കൂടിയിട്ട് മിറക്കിൾ ചെയ്യാനുള്ള പവർ ഉണ്ടായിരുന്നു. തബീത ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താ, ഈസി ആയിട്ടല്ലേ എഴുന്നേറ്റ് വന്നത്. ദൈവത്തിന് സ്തോത്രം. തബീത പത്രോസ് സോപ്പയിലുണ്ടെന്ന് ആരോ ഇൻഫർമേഷൻ കൊടുത്തു. ഒരു ഭക്തൻ എവിടെ ഉണ്ടെങ്കിലും നാട്ടുകാരെ വിളിച്ചറിയിക്കേണ്ട, അത് അറിയിക്കേണ്ട സ്ഥാനത്ത് അറിയിക്കേണ്ടവൻ അറിയിക്കേണ്ടവരിൽ കൂടെ അറിയിച്ച് കാര്യങ്ങൾ അതിന്റെ ഭംഗിയായിട്ട് ദൈവം നടത്തും. സ്തോത്രം. അവിടെ നിൽക്കട്ടെ. അപ്പോൾ പത്രോസും യോഹന്നാനും കൂടെ രാവിലെ സമയം വരികയാണ്. കൃപയും ശക്തിയും നിറഞ്ഞവനായി ഇരിക്കുന്ന ഒരു പത്രോസാണ്. കാരണം മാളിക മുറിയിൽ നിറങ്ങി ചൂടോടെ ഇങ്ങോട്ട് വന്ന ഒരു അവസ്ഥയാണ്. ഏത് കേസ് കെട്ട് കിട്ടിയാലും അന്നേരം ഉയർപ്പിക്കും, അല്ലെങ്കിൽ വിടുതലുണ്ടാകും. ആ നിലയിലാണ് നിൽക്കുന്നത്. ഏതിനും തയ്യാറായി ഒരു ഫയർ എഞ്ചിൻ നിൽക്കുന്ന നീ നിന്നോണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എവിടെ വെച്ചാലും ഞാൻ നിന്നെ അയക്കുന്ന ഏവരിൽ പോവുകയും ഞാൻ നിന്നോട് സംസാരിക്കുന്നതൊക്കെ സംസാരിക്കുകയും ചെയ്യണം. അപ്പം ദൈവം എവിടെയെങ്കിലും അയച്ചു കഴിഞ്ഞാൽ, ദൈവമെങ്കിലും വിട്ടു കഴിഞ്ഞാൽ, ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഭംഗിയാക്കി കൊടുക്കണമെന്ന് ദൈവത്തിന് വലിയ ആഗ്രഹമുണ്ട്. എന്നെയും നിങ്ങളെയും ചില ദൗത്യം തുറക്കം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അനുകൂലത്താക്കരുത്, അലമ്പാക്കരുത്, അത് ഭംഗിയായിട്ട് ചെയ്യണം. എന്തുകൊണ്ട്? അവൻ സകലതും നന്നായി ചെയ്തു. കർത്താവ് നമുക്ക് വേണ്ടി സകലതും നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതവും ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു നല്ല അനുഭവത്തിൽ തന്നെ പോകണം. നമ്മുടെ പ്രാർത്ഥന നന്നായിരിക്കട്ടെ, നമ്മുടെ വേർപാട് നന്നായിരിക്കട്ടെ, നമ്മുടെ ദൈവസ്നേഹം നന്നായിരിക്കട്ടെ, നമ്മുടെ സഹകരണം നന്നായിരിക്കട്ടെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു നല്ല മനസ്സിന്റെ ഒരു നന്മ നമ്മൾ അനുഭവിക്കട്ടെ. സ്തോത്രം. അവർ പുന്തരം വന്ന ഗോവാലയത്തിന് പടിവാതിക്കൽ വന്നപ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ കൊണ്ടിരിക്കുന്നു. പതിവായിട്ട് അതിലെ ലേവ്യം കടന്നുപോയി, പുരോഹിതൻ കടന്നുപോയി, നാട്ടുകാർ കടന്നുപോയി, സക്കായിയപ്പറുള്ള പിരിവുകാർ കടന്നുപോയി, മുടന്തൻ, പൂക്കണ്ണൻ, പൊരിച്ചുണങ്ങൻ എന്ന് വേണ്ട വലിയ ക്യൂ വരെ കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവരോടെല്ലാം ചോദിച്ചു, വല്ലതും തരണേ. അവർക്കെല്ലാം കിട്ടിയത് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഉപദേശിമാരോടാ കളി. ദൈവദാസന്മാർ കടന്നു വന്നു. ചുമ്മാ ഒരു ചോദ്യം. സ്തോത്രം. വല്ലതും കിട്ടുമെന്ന് നോക്കി ഒന്ന് വായിച്ചു, ആ ഭാഗ്യം ഒന്ന് വായിച്ചോളൂ. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. 3-ാം വാക്യം വായിച്ചാൽ മതി. 3-ാം വാക്യം. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. ഇവൻ ചോദിച്ചത് ഈ പുള്ളി ചോദിച്ചത് ഭിക്ഷയാണ് ചോദിച്ചത്. എന്തെങ്കിലും തരണമേ. അപ്പം രാവിലെ മുതൽ തലേദിവസം കിട്ടിയതും മറ്റേ ദിവസം കിട്ടിയതും ഒക്കെ ഉണ്ട്. ചിലരെന്നാ കിട്ടിയെന്ന് പറഞ്ഞാലും ദാരിദ്ര്യത്തിന്റെ വർത്താനേ അവർ പറയത്തുള്ളൂ. ബാങ്കിൽ കാശുണ്ടെങ്കിലും കൊള്ളാം, ഇച്ചിരി സ്വർണ്ണം വരണമെങ്കിലും കൊള്ളാം, ഇച്ചിരി വരുമാനം ഉള്ളെങ്കിലും എപ്പം ചോദിച്ചാലും ഓത്രം ഓത്ത നോട്ട് കയ്യിലുണ്ട്. എന്താ പറയുക, ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ചോദിക്കില്ലെന്നോർത്ത് മിണ്ടത്തില്ല. ഞെരുക്കങ്ങളും ഇങ്ങനെ കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂല ഞെരുക്കങ്ങളുമായിട്ട് ഇങ്ങനെ കടന്നു പോകും. സ്തോത്രം. കഴിഞ്ഞ ദിവസം തെണ്ടി കിട്ടിയതല്ലേ ഒത്തിരി ഇല്ലടാവുകയും 40 വർഷക്കാലം തെണ്ടി കിട്ടിയ കാശല്ല എന്ത് ചെയ്യും. പിന്നെ ഈ ആക്രാന്ത് വന്നിനാ പിന്നെയും പ്രശ്നം. നല്ല വരുമാനം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പ്രൈസില തരൂ 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 തരൂ, വീണ്ടും വീണ്ടും വരട്ടെ വരട്ടെ. ഞങ്ങളുടെ കുറ്റപ്പുഴ റെയിൽവേ പാളത്തിന്റെ വെയിറ്റിംഗ് ഷെഡിൽ കിടന്ന് 35 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ മരിച്ചു. തമിഴ് സ്ത്രീ ആയിരുന്നു. അവൾ മരിച്ചപ്പോൾ ഉണ്ടോ അവിടെ തലയുടെ പിഴയിൽ ഒരു വലിയ മുട്ടം പാണ്ടക്കെട്ട്, ഭയങ്കര നാറ്റം, അടുക്കാൻ പറ്റത്തില്ല. സ്പ്രേ അടിച്ചാ പോലീസ് എടുത്ത് ചെന്ന്. സ്വോത്രം. ചത്തു. അവിടെ കിടന്ന് ചത്തുപോയി. അങ്ങോട്ട് ചത്തുപോയി. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് റോഡിയെല്ലാം വിടാൻ നേരത്തെ അവിടെ സാധനം വിലയിരിക്കും. അവരെ പോലീസുകാരൻ ഒരു കമ്പെടുത്തിട്ട് ഇത് കുത്തി പൊട്ടിച്ചപ്പോൾ തന്നെ ഉണ്ടല്ലോ EMS നമ്പൂതിരിപ്പാട് ഭരിച്ചപ്പോൾ മുതലുള്ളതായ ഒറ്റ നോട്ടുകൾ, പഴയ 5 രൂപ 10 രൂപ 100 രൂപ പടവരെ പ്രൈസോള പുറത്ത് ചാടിക്കൊണ്ടിരിക്കുക. അവൾ ആയുഷ്കാലം തെണ്ടി കിട്ടിയ 1,10,000 രൂപ കൊടുത്ത് ഒരു ബ്രൂ കാപ്പി പോലും ഒക്കെ കഴിക്കാൻ പറ്റിയില്ല. പ്രൈസോളോ. തെണ്ടി ചത്തു കുഴിച്ചിട്ടു. പ്രൈസോളോ.
ഇങ്ങനെ ഇരിക്കും ചിലരുടെ ആക്രാന്തം കയറിയാൽ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ഭക്ഷണം കഴിക്കാനും നല്ല കൂട്ടായ്മ അനുഭവിക്കാനും ഹൃദയത്തോട് സന്തോഷിക്കാനും ദൈവമക്കളും ആനന്ദിക്കാനും ഒക്കെ ഒരു വഴി തെളിച്ചിട്ടുണ്ട്. അല്ലാതെ എപ്പോഴും പ്രൈസ് ദി ലോർഡ് ഞെരുക്കവും പ്രയാസവും ബുദ്ധിമുട്ടും ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. കർത്താവ് ഒരുവൻ അടുത്തിരിക്കും, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എനിക്ക് ചില ദിവസം സന്തോഷം കയറിക്കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്നറിയാം, 2 കിലോ കപ്പ ഇങ്ങോട്ട് മേടിച്ചോണ്ട് വരും, അങ്ങോട്ട് വേവിക്കും. 1 കിലോ ചാള കൂടെ അങ്ങോട്ട് വേവിക്കും. കൺട്രോൾ പോകരുത്. ഞാൻ പറഞ്ഞ ഉപവാസം എടുക്കുന്നവരുടെ വലിയ നോക്കി ഒരു 5 എണ്ണം വറക്കും, 5 എണ്ണം കറിക്കും. ചാറിനകത്ത് വെച്ച് കാപ്പയൊക്കെ കഴിച്ച് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച ഒരു കാപ്പി ഒരു കാപ്പി. ദൈവത്തിന് സ്തോത്രം. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ ക്രൈസ്ത ആത്മാവിൽ സന്തോഷിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിന് ഒരു സന്തോഷം ഉണ്ടായിരിക്കണം. ശരീരം വീണുപോയാൽ ആർക്കും വേണ്ട. ശരീരം തകർന്നു കഴിഞ്ഞാൽ ഒരു IPC-കാരനോ ചർച്ചോ കൊടുക്കാരനോ ആർക്കും നമ്മളെക്കുറിച്ച് ആവശ്യമില്ല. നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങളിപ്പോഴും ശ്രദ്ധയുണ്ടായിരിക്കണം. വലിച്ചുവാരി കഴിക്കരുത്, കണ്ണുന്നതെല്ലാം വെട്ടി വിഴുങ്ങരുത്. ആവശ്യമുള്ളതേ കഴിക്കാവൂ. ഞാൻ എൻ്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നു, എൻ്റെ ഭക്ഷണത്തെ ഞാൻ ശ്രദ്ധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ നിൽക്കാൻ ദൈവം ഒരു ഭാഗ്യം നൽകിയത്. എനിക്കതിനുള്ള ബുദ്ധി ദൈവം തന്നു. എന്നാൽ കർത്താവിൻ്റെ ശരീരത്തിൽ അങ്ങ് സൂക്ഷിച്ചു. കർത്താവ് പറഞ്ഞു, നീ നിന്റെ പണി നോക്കാൻ പറ്റും, നിന്റെ ശരീരത്തെ കൂടി ഞാനാണ്. നീ വലിച്ചു വാരി തിന്നേച്ച് 10 താറാമ്പോട്ടെ 3 കിലോ ബീഫും 5 കിലോ പന്നിയെല്ലാം കൂടെ തിന്നേച്ച് കൊളസ്ട്രോളും കോച്ചും വാദവും സന്ധിവാദവും ഇതെല്ലാം കൂടെ കണ്ണും തള്ളി നിനക്ക് ഇതും കയറി വെച്ച് ഞാനെ നോക്കാനായിട്ട് പിന്നെ എനിക്കെന്തൊരു നോക്കണം. ഈ പറയും സ്തോത്രം. ചിട്ടയായ ജീവിതം, ശരിയായ വ്യായാമം, മനഃശുദ്ധിയോടെ കർത്തൃമേശ എടുത്തോണം. നിന്റെ ജീവിതത്തിൽ നന്മയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അല്ലാതെ ഈ കുന്തത്തിന് എപ്പോഴും നക്കി പട്ടി നിൽക്കുന്നവരെ അവസാനം ഡോക്ടർമാർ ഈ പിടിയായിരിക്കും. പ്രൈസില് ഈ കുഴൽ ഒരു സാധനം വെച്ച് ഒരു സർജറി ആവശ്യമാണ്. ഒരു 4 ലക്ഷം രൂപ അതിനോട് ധാരണ. പക്ഷെ പിന്നെ നമുക്കിവിടെ ഉള്ള ക്രമീകരണമുണ്ട്. ആദ്യം CT സ്കാൻ എടുക്കും, 6,000 രൂപ കൊടുത്ത്. അന്നേരമാണ് മുഖത്തിന്റെ ഷേപ്പ് എല്ലാം മാറിയത്. അന്നേരം ഭയന്ന് വരുന്നതാണ്. സ്തോത്രം 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 സ്തോത്രം. നാണമില്ലേ നിനക്ക്? സ്തോത്രം. സ്തോത്രം. എന്തിനാ 6,000 ഒപ്പിക്കാനാ? എന്നാലും ഞാൻ ശരിയാൻ പോകുന്നില്ല. ഈ 6,000 എങ്ങനെ ഒപ്പിക്കാൻ പറ്റും? ഈ 4,500 എങ്ങനെ റേറ്റ് കൊടുത്തൊരു 3-ന് മാറ്റാൻ പറ്റും? അതൊക്കെ അങ്ങ് മാറ്റണം. നമ്മുടെ ശരീരം യേശു നമുക്കെന്ന ശരീരമാണ്. ഈ ശരീരം ആരോഗ്യത്തോടും പുഷ്ടിയോടും ഇരിക്കേണ്ട ദൈവത്തിന്റെ വലിയൊരു നിയമമാണ്. എങ്കിലേ നമുക്ക് കർത്താവിന് വേണ്ടി ഒന്ന് പാടാനോ കൊട്ടാനോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനേ പറ്റത്തുള്ളൂ. അല്ലെ നമ്മളിവിടെ ആരെങ്കിലും വീൽ ചെയറിലോ അല്ലെ വടികുത്തി എടുത്തുകൊണ്ട് നടക്കേണ്ടത്. അതിന് അന്ത്യ സമയത്ത് വീൽ ചെയറിൽ ഇരിക്കാനോ വടികുത്തി നടക്കാനോ ഇവിടെ ഒരൊറ്റ കുഞ്ഞിനെ ദൈവം അനുവദിക്കരുത്. അതിപ്പോഴും നിങ്ങളായിരിക്കണം. കർത്താവെ, മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും എനിക്ക് ആരോഗ്യമുള്ളതാക്കി മാറ്റണം. എൻ്റെ ഭാഗത്ത് ഒരു കുറവുകളൊന്നും ഉണ്ടായിരിക്കരുത്. കർത്താവ് പറയുന്ന ഏത് കാര്യം ചെയ്യാൻ ഈ ഉന്നവൾ സന്നദ്ധനാണ്. നിങ്ങളെ തന്നെ അങ്ങ് സറണ്ടർ ചെയ്യണം. കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ ഭരിക്കാൻ തുടങ്ങും. ചില ഫുഡ് എടുക്കും. ഞാൻ ചില ഹോട്ടലിൽ കയറി ചില ഫുഡ് എടുക്കാൻ തുടങ്ങുമ്പോണ്ടല്ലോ, പ്രൈസ് ദി ലോർഡ്, വേണ്ട ഫുഡ്, അത് വേണ്ട 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 കഴിക്കണ്ട. കാരണം അത് കഴിച്ചാൽ ശരീരത്തിന് കുഴപ്പം ചെയ്യുന്നത് എനിക്കറിയത്തില്ല. കണ്ട ബംഗാളിയായിട്ട് പ്രൈസല അവൻ കയറിയിരുന്ന പ്രൈസല കാണിച്ച പരിപാടിയല്ല എന്നുള്ള വിവരം ആ പൊറോട്ടയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതാണ് ഈ വിശുദ്ധ ശരീരത്തിലേക്ക് കുത്തി ഇറക്കി. പിന്നെ എനിക്ക് ടോയ്ലറ്റിൽ നിന്ന് കയറാൻ പറ്റത്തില്ല, എൻ്റെ കൈയും കാലും നീര് വെച്ച് വീങ്ങി തെറ്റി. പ്രൈസ് ദി ലോർഡ്. കറിഞ്ഞ് മനസ്സിലായല്ലോ പറഞ്ഞത്. ഇങ്ങനെ ചില ആൾക്കാർക്കാവുന്ന വിഷയമല്ല. ഈച്ച 10,000 ഈ പരിപ്പുറോടെ പുറത്ത് 10,000 ഈച്ച കറത്തിരിക്കുക, കരിവേലൊടിച്ച പോലെ. എന്നാലും ചില ആൾക്കാർ എടുത്ത് കഴിച്ചുകൊണ്ട് വരും. സ്തോത്രം. പറയും മനസ്സിലായല്ലോ പറഞ്ഞത്. ദൈവത്തിന്റെ മഹത്വം. കൺട്രോൾ പോകരുത്. ദൈവസനിൽ നിന്ന് ഈ ദിവസങ്ങൾ ഒരു പുതിയ രൂപമായി നീ പുറത്തു വരണം. നിന്നെ കാണുമ്പോൾ സാത്താന് വ്യക്തമായി മനസ്സിലാക്കണം, ഇനി കഴിഞ്ഞ നാളിൽ ഞാൻ അവളെ ഒത്തിരി ഫുട്ബോൾ കളിച്ചു, അവനെ ഇട്ട് വട്ടം കറക്കി, പക്ഷെ ഇനിയും നടക്കത്തില്ല എന്ന് അവൻ തന്നെ പറഞ്ഞവൻ പിന്തിരിയും. അങ്ങനെ പരീക്ഷ തികച്ച ശേഷം പിശാച് അവനെ കുറച്ചു നാളത്തേക്ക് വിട്ടുമാറി. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ആ വിട്ടുമാറലിലൂടെ ചില വിടുതലിന്റെ ശുശ്രൂഷകളും ചില അനുഭവങ്ങളും ഉണ്ടാകാൻ പോവുകയാണ്. അവനെനിക്ക് ഭിക്ഷ ചോദിച്ചു, പക്ഷെ ഇവര് കൊടുത്തതും ഭിക്ഷയാ. അവൻ ചോദിച്ചതും ഭിക്ഷയാ, ഇവര് കൊടുത്തതും ഭിക്ഷയാ. ഇവർക്ക് സൗജന്യമായി ലഭിച്ചത് അവർ സൗജന്യമായി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പത്രോസ് യോഹന്നാനോട് ഉറ്റുനോക്കി ഇങ്ങനെ. പ്രൈസ് ദി ലോർഡ്. അവർക്ക് സന്തോഷമായി. അഡ്വാൻസ് ആയിട്ട് ആദ്യം കിട്ടിയൊരു ശുശ്രൂഷയാ. അഭിഷേകം പ്രാപിച്ച് മാളികമുറി അന്യഭാഷ കിട്ടിയ ശേഷം ആദ്യത്തെ ശുശ്രൂഷയാ. സ്നാനത്തിന് ശേഷം കിട്ടിയ ആദ്യത്തെ ശുശ്രൂഷയാ. അതിവിടെയാ കിട്ടിയത്. സ്റ്റേജോ ഹോളിലോ വീട്ടിലോ ഒന്നുമല്ല, പബ്ലിക് ഗ്രൗണ്ടിന്റെ സൈഡിൽ കിടന്ന് ഉണങ്ങി കിടക്കുന്ന ഒരു സാധനം. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും ദൈവത്തിന് എന്തെങ്കിലും ചളുങ്ങിയതാണെങ്കിലും ഉണങ്ങിയതാണെങ്കിലും ഒടിഞ്ഞതാണെങ്കിലും ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തിരുനാമം മഹത്വപ്പെടും. പ്രൈസ് ദി ലോർഡ്. പത്രോസ് യോഹന്നാനോട് നോക്കിയിട്ട് പറഞ്ഞു, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾക്കുള്ളൂ നിനക്ക് തരുന്നു.
ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നില്ല, ഞങ്ങൾ പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല. കാരണം ഇവൻ്റെ ഭാര്യയുടെയും ഇവൻ്റെ കൊച്ചുങ്ങളുടെയും ഇവൻ്റെ ദേഹത്ത് ഈ സാധനം ഉണ്ടെങ്കിൽ എങ്ങനെ ഈക്ക് പറയാൻ പറ്റും പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ലെന്നും പറയാൻ പറ്റുമോ? അവർക്കതില്ലായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. സ്വോത്രം. വരവ് 3-4 അവിടെ നിങ്ങളുടെ 3-4 വരവ് കമ്മൽ 50 രൂപ കൊടുത്ത് പ്രൈസ്തലോ ചില വരവ് കമ്മലും ഒക്കെ ഇട്ടേച്ച് മഞ്ജുവാര്യരെ പോലെ ചില ആൾക്കാർ പ്രൈസ്തലോ സ്തോത്രം ഹല്ലേലൂയൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യ രത്നകുമാരിയെ അങ്ങ് ഓർത്തു പോവുക. എൻ്റെ ഭാര്യ മിസ്സസ് രത്നകുമാരി വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതായ സമയത്തോ അവർക്ക് ധാരാളം ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ കാലേ കൊലുസുണ്ടായിരുന്നു, അവൾക്ക് കമ്മലുണ്ടായിരുന്നു, അവൾക്ക് വളയുണ്ടായിരുന്നു, അവൾക്ക് മാലയുണ്ടായിരുന്നു, ഇഷ്ടംപോലെ ആഭരണങ്ങളുണ്ടായിരുന്നു. എല്ലാം വരവായിരുന്നു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം ഒരു സുപ്രഭാതത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, മുറ്റത്തെ പുല്ല് പറിച്ച പോലെ മുഖവും ചെവിയെല്ലാം ഇരിക്കുന്നു. ഞാൻ ഇത് തന്നെ ഇരിക്കുന്നത്. എല്ലാം മാറ്റി. ഞാൻ പറയുന്നത് മാറ്റിയതാണോ മാറിയതാണോ? കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ ഹൃദയത്തിൽ ദൈവം ഇവിടെ വിട്ടതൊന്നും വേണ്ട, ഇതിൻ്റെ അകത്തൊന്നും യാതൊരു കാര്യമില്ല. പ്രൈസലോ മുകളിലത്തെ ആ വലിയ സൗന്ദര്യമാണ് ഏറ്റവും വലുതെന്ന് അന്നേരമാണ് ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നത്. അതുവരെ കാവടിയാട്ടത്തിന് കൈമണി അടിക്കുന്നത് പോലെ ഏലീശയുടെ പിന്നാലെ ഈ ഗേഗസ് ചുമ്മാ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന മേടിച്ചോണ്ട് ചുമ്മാ അച്ചാ പറഞ്ഞ് നടക്കുകയായിരുന്നു. സ്തോത്രം. യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമെന്ന് വെളിപ്പാടുള്ള ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ ഈ ഗുണപ്പെടാത്തവൻ മേലോട്ട് നോക്കിയപ്പോൾ അഗ്നിരഥങ്ങളും അഗ്നിക്കുതിരകളും ഇസ്രായേലിന്റെ മുകളിലൂടെ ഇറാഖ് വിട്ട മിസൈല് പോലെ കിടന്ന് വട്ടത്തിൽ കറങ്ങുന്നു. പേടിച്ച് കിടന്ന് പോയി. അയ്യോ എന്റെ പിതാവേ, എന്റെ പിതാവേ, അടങ്ങി നിൽക്കണമെന്ന് പറഞ്ഞു. അവിടെ പ്രൈസലോ ആള് ഗുണപ്പെട്ടല്ലേ പോയി. ആ ഗുണപ്പെടാത്ത നായ്മാൻ വന്നപ്പോൾ അവന്റെ പിന്നാലെ ഇച്ചിരി ചില്ലറയ്ക്ക് വേണ്ടി പോയതാണ്. പുണ്ണും പിടിച്ചു കുരുവും പിടിച്ചു കാലിൽ ആണിയായി ആകപ്പാടെ തകർന്ന് തരിപ്പണമായി പോയി. ദൈവത്തിന് സ്തോത്രം. വല്ലവന്റെ പോക്കറ്റ് വീർത്തിരിക്കുന്നത് കണ്ട് അടിച്ചു മാറ്റാനായിട്ടും ഇടനില നിന്നും കാശ് മേടിക്കാനൊന്നും പോകരുത്. ദഹിക്കത്തില്ല. വയറിളകി നിന്റെ ഊപ്പാട് തരും. ഞാനേ കാനവച്ചനെ ലാസർ മാത്യു. അങ്ങനെ ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളെല്ലാം പ്രസംഗമായിരുന്നു. അപ്പം ഞാൻ വെള്ളയിൽ ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി. കൺവെൻഷൻ പ്രസംഗം കഴിഞ്ഞ ശേഷം അവിടെ ഒരു വീട്ടിൽ ഞാൻ വിശ്രമിച്ചു. ഇന്നേ പോലെ ഓർക്കുന്നു. അന്ന് കുറച്ച് പൈസയെല്ലാം കൂടെ അന്ന് ദൈവമക്കൾ എനിക്ക് കൊണ്ട് തന്നു. 5-10 രൂപയൊക്കെ വലിയ വിലയായിരുന്നു കൊണ്ടത്. ഞാനൊന്നും എണ്ണിയില്ല, ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ആ മുറിക്കകത്ത് കട്ടിലിട്ട് ക്ഷീണം കൊണ്ട് ഞാനങ്ങ് ഉറങ്ങി. എൻ്റെ കൂടെ വേറൊരു ഉപദേശി ഉറങ്ങാൻ കിടക്കായിരുന്നു. നേരം വെളുത്തപ്പോൾ തന്നെ ഇങ്ങനെ പിള്ളേരാണ്ട് ഇച്ചിരി പൈസ കൊണ്ടുവന്നൊക്കെ നോക്കിയപ്പോൾ 5 പൈസയില്ല അവിടെ. അത് ഇച്ചിരി പൈസ ഇവിടെ ആരാണ്ട് കൊണ്ടിട്ടായിരുന്നല്ല പോയാ. ഇവിടെ തന്നെയാണോ പാസ്റ്റർ കൊണ്ട് വെച്ചത്? അടുത്ത് കിടന്ന് ഉപദേശി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ തന്നെയാണ് വെച്ചത്. പോട്ടെ പ്രൈസലോ എന്ന് പറഞ്ഞാൽ അതാര് കൊണ്ടുപോയി? നമ്മൾ രണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോദരം മനുഷ്യന്റെ കാര്യമേ എന്നും പറഞ്ഞ് എന്നെ അങ്ങ് പറഞ്ഞങ്ങ് വിശ്വസിപ്പിച്ചു. സോദരം എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു പ്രൈസലോ ഇവനെ എടുത്തു എൻ്റെ കാശ് വീടൂ. ഞാൻ പറഞ്ഞില്ല, ഞാനൊന്നും ചോദിച്ചില്ല. സോത്രം എടുത്തോട്ടെ, കൊണ്ടുപോകട്ടെന്ന് വെച്ചു. ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്താ സംഭവിച്ചത്? ഈ എടുത്ത പുള്ളി റാന്നി മേനാന്തോട്ടം ആശുപത്രിയിൽ 3 മാസം ആശുപത്രി കിടക്കുന്നതായിട്ട് വന്നു. വയറിളകി ഊപ്പാട് തീർന്നു. കപ്പയും മീനും കൊടുത്താൽ 2 സെക്കൻഡ് കൊണ്ട് തറയെ വീഴത്തക്ക രീതിയിൽ സിസ്റ്റം മുഴുവൻ തകരാറിലായി പോയി. ആമാശം നോക്കിയിട്ട് ഗ്യാസ്ട്രോ എൻട്രോളജി പറഞ്ഞു പിടിച്ചാൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. സംഗതി മൊത്തം പ്ലേ ആന്ന് പറഞ്ഞു. 3 മാസം കുടിക്കുന്ന വെള്ളം അതുപോലെ ക്ലോസറ്റിൽ പോയി. വല്ല ആവശ്യമുണ്ടോ? സ്വോത്രവും. ദൈവഗതമില്ലാത്ത നമ്മുടെ മനസ്സിൽ വന്നാലും ശരീരത്തിൽ വന്നാലും കർത്തൃഗതമില്ലാത്തത് ശപിക്കപ്പെട്ടെന്നാലും പ്രൈസലോ നിന്നയുള്ളത് മേടിച്ച് നമ്മുടെ ഈ ശരീരത്തിൽ തിന്നരുത്. ദൈവം തമ്പുരാൻ നിനക്ക് എന്തെങ്കിലും തന്നാൽ അത് നിന്റെ മനസ്സിന് ശരീരത്തിനും ഒരു നാഴി കഞ്ഞിവെള്ളമാണെങ്കിലും അത് സന്തോഷമായിരിക്കും. ദൈവമക്കളെ, അത് സന്തോഷമായിരിക്കും. എല്ലാ നാളിലും അങ്ങനെ കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ആലയത്തിന്റെ അടുത്ത് കിടന്ന ആ മുടന്തനായ മനുഷ്യനെ ആലയത്തിന്റെ അകത്ത് കൊണ്ടുവരുവാൻ 2 കർത്തൃദാസന്മാരെ ദൈവം ഉപയോഗിച്ചു. അതാണ് പത്രോസും യോഹന്നാനും കൂടെ. അവർ വന്നിട്ട് എന്താണ് സംഭവിച്ചത്? ആ പറഞ്ഞതായ മെസ്സേജ് നിമിത്തം ഇപ്പോൾ മുടന്തൻ ആലയത്തിലേക്ക് വന്നിരിക്കുകയാണ്. കർത്താവിന്റെ ദാസന്മാർ ആലയത്തിൽ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ വയ്യാത്ത മനുഷ്യൻ എവിടെ വന്നു? ദൈവത്തിന്റെ ആലയത്തിൽ വന്നു. ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അത് ഞാൻ പറയുന്നതിന് മുമ്പ് കൊടുക്കുക, എന്താ വല്ലതും കിട്ടിയാൽ. മുടന്തൻ ആലയത്തിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ദൈവദാസന്മാർ പത്രോസും യോഹന്നാനും ആലയത്തിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ മുടന്തൻ ആലയത്തിൽ കയറി. കണ്ടോ? അല്ലാതെ വിടുതല കിട്ടിയപ്പോൾ അന്നേരം അവനുള്ളതും കൊണ്ട് നേരെ വീട്ടിലോട്ട് ഓടുകയല്ല. നന്ദി ഉണ്ടായിരിക്കണം, മനസാക്ഷി ഉണ്ടായിരിക്കണം.
തെരുവീതി കിടന്ന് അന്തവും ബന്ധമില്ലാതെ കടന്ന് നിന്നെ സ്നേഹിക്കാനും നിന്നെ നോക്കാനും ആ ദൈവദാസന്മാർ ദൈവത്തിന്റെ വചനം ഒരുക്കി നിന്റെ വീട്ടിൽ വന്ന് നിനക്കൊരു വിടുതൽ കിട്ടിയപ്പോൾ നീ ഒന്നാമതായിട്ട് ചെല്ലേണ്ടത് നിന്നെ വിടുവിച്ച ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് പോകേണ്ടത്. അമ്മയ്ക്ക് നിന്നെ വേണ്ടായിരുന്നല്ലോ, അപ്പന് നിന്നെ വേണ്ടായിരുന്നല്ലോ. ദാവീദ് പറഞ്ഞ എൻ്റെ അപ്പനും അമ്മയും എല്ലാം എന്നെ ഉപേക്ഷിച്ചു. ചേട്ടൻ്റെ മക്കള്, സ്വന്തക്കാർ, ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഓരോ സന്ദർഭം വന്നപ്പോൾ കൈമലത്തി. നിന്റെ ആരാണ്ടൊക്കെ അമേരിക്കയിലെ ഗൾഫിലും ഒക്കെ ഇല്ലേ, ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും കൈമലത്തിയില്ലേ? പക്ഷെ ഇപ്പൊ നീ ആലയത്തിൽ വന്നത് എങ്ങനെയെന്നറിയാവോ? ആ കർത്താവിന്റെ ദാസന്മാര് കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് ആ ദൈവകൃപയാണ് നിന്നെ ഈ ആലയത്തിൽ കൊണ്ടുവന്നത്. സ്തോത്രം. അവൻ ആലയത്തിൽ വന്നു കഴിഞ്ഞ ശേഷം എന്നെ എടുത്തു. അവനവിടെ വന്ന് വായും പൊളിച്ച് സിമെന്റ് കൊണ്ട് പ്രതിമ ഉണ്ടാക്കിയതുപോലെ അവിടെ സാധനം കയറ്റി വെച്ചേക്കല്ലായിരുന്നു. അവൻ വന്നപ്പോഴത്തേന് ഇന്നലെ വരെ അനങ്ങാതിരുന്നു. ഞാൻ ചോദിച്ചാൽ പറയും, സഹോദര എന്താ സഹോദര, എൻ്റെ അച്ഛാ ഇന്നലെ വരെ ഞാൻ അവിടെ മണ്ണപ്പം പോലെ ഇരിക്കുകയല്ലായിരുന്നു, ഇപ്പം ഞാൻ ആലയത്തിലാ, ഞാനിപ്പോൾ 10:30 വന്നതാ. പ്രൈസ് 2 പാട്ട് പാടി എൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ഞാൻ ആരാധിച്ചു, എൻ്റെ കടം കടന്ന് ആരാധനയല്ല ഞാൻ ആരാധിച്ച് വീട്ടിൽ നിന്ന് പറഞ്ഞു. എന്റെ മുടങ്ങി കിടന്ന് തുള്ളലെല്ലാം ഞാൻ തുള്ളി തീർത്തെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 40 വർഷം എനിക്ക് ആരാധിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ സന്തോഷം എന്റെ ആലയത്തിൽ വെച്ച് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. അവൻ എന്തായാലും നടന്നു, അവൻ തുള്ളിയ ശേഷം അവൻ തുള്ളൽ. ചില ആൾക്കാർ ദൈവത്തിന്റെ ദാസന്മാരുടെ മുമ്പിൽ കിടന്ന് തുള്ളിയേച്ചു പോകും, ദൈവത്തിന് മഹത്വം കൊടുക്കത്തില്ല. ഒരു പാട്ടായിട്ട്, ഒരു പ്രാർത്ഥനയായിട്ട്, ഒരു സ്തുതിയായിട്ട്, സ്വോത്രമായിട്ട് വരത്തില്ല. 2 ജിലേബിയും 3 പപ്സും കുഴലപ്പം എല്ലാം കൂടെ കൊണ്ട് കൊടുത്താലുണ്ടല്ലോ പ്രൈസ് ദി ലോർഡ്, പെറുക്കി എറിഞ്ഞേച്ചേ അങ്ങോട്ടും ഉണ്ട്, പുറത്തോട്ട് വരത്തില്ല. ഇൻകമിങ് ഉണ്ട്, ഔട്ട് ഗോയിങ് ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ആരാധനയ്ക്ക് വരും, അവർക്ക് വീഡിയോ ഉണ്ട്, ഓഡിയോ ഇല്ല. പ്രൈസ് ദി ലോർഡ്. മുട്ടാൻ പാട്ട് മൈക്കിൻ്റെ അകത്തോടെ വെട്ടി തകർന്ന് നടന്നു നിൽക്കുമ്പോൾ അവർ പാടത്തില്ല. ഇത് ഓരോ മോഡലാണ്, ഓരോ സ്ഥലത്ത് ഓരോ മോഡലായിട്ട്. ചില നിന്നെയൊക്കെ അർത്ഥം എന്നാന്നുള്ള കാര്യം അവരോട് ചോദിച്ചു, എന്നോട് ചോദിച്ചൊരു കാര്യമില്ല. ഇന്നലെ ഇവന്റെ അണ്ണാക്കിവനെ കടിച്ചേ പിടിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറയത്തില്ല. അന്നേരം ഒരു കട്ടപ്പുളവനെ പിടിച്ചു എന്നെ മടിയിലോട്ടോട് ശബ്ദം വന്ന് കണ്ടോ? അവനാണ് എടുക്കാൻ മുടന്തൻ. അവനെ ആരെല്ലാം പറഞ്ഞായിരുന്നു? അവിടുത്തെ പുരോഹിതനോ ആരും പറഞ്ഞില്ലല്ലോ, എന്റെ ചട്ടുകാല, എന്റെ മുടന്ത, നീ ഒന്ന് സ്തുതിക്കേ എന്ന് പറഞ്ഞോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. വിടുതൽ കിട്ടിയവൻ അറിയാം. ശരീരത്തിലും മനസ്സിലും രക്ഷയുടെ സന്തോഷമുള്ളവനെ പാടാനും പ്രാർത്ഥിക്കാനും പ്രൈസ് ദി ലോർഡ് പറയാനും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവന്റെ ഉള്ളിൽ നിന്നും എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, ഞാൻ നാവെടുത്ത് സംസാരിച്ചു, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. യഥാർത്ഥമായി വീണ്ടും ജനനം പ്രാപിച്ചവൻ മാത്രമേ ദൈവത്തെ സ്തുതിക്കത്തുള്ളൂ. ആ കൊണപ്പെടാത്ത ശൗലിന്റെ മോള് മീകൾ എന്ന് പറഞ്ഞൊരു കൊണപ്പെടാത്ത വിളി ഉണ്ടായിരുന്നു. ആരാ മീകൾ? അവള് നന്ദിയില്ലാത്തവളാണ്. പ്രൈസ് ദി ലോർഡ്. അവൾ ദാവീദിന്റെ ജഡത്തെയും ദാവീദിനെയാണ് സ്നേഹിച്ചത്. അവൾ ദൈവത്തെയും ദൈവത്തിന്റെ ആരാധന അവൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പം കാണിച്ചല്ലേ മോള് കാണിക്കത്തുള്ളൂ. സ്വോത്രം. ശൗൽ എവിടെങ്കിലും പാട്ട് പാടി ആരാധിച്ചായിട്ടുണ്ടോ? ഇല്ല. അവൻ പാട്ട് പാടുന്നവരെ പിടിക്കാൻ ചെല്ലുന്നതായിരുന്നു. പിന്നെ മുണ്ടെല്ലാം അറിഞ്ഞ് താഴെ പോയി അവിടെ കിടന്ന് ഉരുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ റാമേൽ വെച്ച്. എനിക്കറിയത്തില്ല അവിടെ എഴുതിയിരിക്കുന്നത്. സ്വോത്രം. ദാവീദ് അത്യുച്ചത്തിൽ പെർറോഡിൽ വെച്ച് നിന്നുകൂടാതെ അവൻ ദൈവത്തെ പാടുകയും സ്തുതിക്കുകയും ചെയ്തപ്പോൾ മീകളിന് ഇഷ്ടപ്പെട്ടില്ല. അവൾ എന്നാ എടുത്തു? അഴിക്കടയിലൂടെ നോക്കിയിട്ട് ദാവീദിനെ നിന്ദിച്ചു. എന്നാ പറ്റി? അടുത്ത വീടുകളിലെല്ലാം കുഞ്ഞുങ്ങളുടെ ശബ്ദം മമ്മി പപ്പ എന്ന് കേൾക്കുമ്പോൾ ഇവിടെ വീട്ടിൽ കേട്ട ശബ്ദം എന്നറിയാവോ? സ്തോത്രം. കഴുതയുടെ ശബ്ദമായിരുന്നു. ജീവിതകാലത്ത് നമുക്ക് മക്കളില്ലായിരുന്നു. ആരാധനയെ നിന്ദിച്ചാൽ, ദൈവശബ്ദത്തെ നിന്ദിച്ചാൽ, ഉള്ളു തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്ന, അന്യഭാഷയിൽ കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുന്നത് ജനത്തെ നിന്ദിച്ചാൽ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ദൈവത്തെ മഹത്വപ്പെടുന്നവന് യാതൊരു തടസ്സമില്ലായിരുന്നു. RSSകാരൻ, ഞാൻ BJPയുടെ നേതാവായിരുന്നു, RSSന്റെ നേതാവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ശബരിമലയ്ക്ക് പോകാനായിട്ട് ഞാൻ ശരണം വിളിച്ചു പോകായിരുന്നു. എപ്പോൾ മാലയിട്ടോ കെട്ടുമുറുക്കി അന്നേരം പോലും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. പക്ഷെ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നപ്പോൾ ദൈവത്തിന് മഹത്വം. എപ്പോഴും ദൈവം എല്ലാത്തിനും സ്തോത്രം ചെയ്യുവാൻ, എപ്പോഴും ദൈവത്തെ സ്തുതിപ്പീൻ. ഏത് നിമിഷവും ആ ബന്ധം നമുക്കുണ്ടായിരിക്കണം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി BD സതീശൻ, അദ്ദേഹം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇൻഫർമേഷൻ കൊടുക്കും. അദ്ദേഹം കാസർഗോഡിലേക്കുള്ള യാത്രയാണെങ്കിൽ, കാറിലാണെങ്കിൽ ഉടനെ അന്നേരം എല്ലാ പോലീസ് സ്റ്റേഷനും വിളിച്ചു പറഞ്ഞാ, ഹലോ ഓവർ കൊച്ചി സൗത്ത് പോലീസ് സ്റ്റേഷനല്ലേ? അതെ, മുഖ്യമന്ത്രി പുറപ്പെട്ടിട്ടുണ്ട്. ഓവർ ആലപ്പുഴ കഴിഞ്ഞു. ഓക്കെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്, ഇൻഫർമേഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇതുപോലെ തന്നെ ഒരു ഭക്തൻ ഒരു പ്രഭാതയാമത്തിൽ എഴുന്നേറ്റ് അവൻ യാത്ര പുറപ്പെട്ടാൽ ആ നിമിഷം മുതൽ അവന് ഒരു പ്രൊട്ടക്ഷൻ ദൈവം കൊടുത്തിട്ടുണ്ട്. ആകാശത്തിലും ഭൂമിയിലും ഉള്ളവ എന്റെ ദൈവം കുനിഞ്ഞു നോക്കുന്നു. നീ ഇരിക്കുന്നത്, എഴുന്നേക്കുന്നത്, നടന്നത്, കേറിയത്, പോയത്, വന്നത്, വീണത്, ഞെരുക്കം അനുഭവിച്ചത്, കഴിഞ്ഞ രാത്രിയിൽ നീ ഉണർന്നെഴുന്നേറ്റിരുന്ന് രാത്രി 2 മണിക്ക് നിന്റെ ചങ്കുപെട്ടി നിലവിളിച്ചത്, അത് കാണുന്നൊരു ദൈവമുണ്ടോ?
സ്തോത്രം. എന്തുകൊണ്ടാ അന്വേഷിച്ചുകൊണ്ടിരിക്കുക? മോളിൽ നിന്ന് ഓർഡർ കൊടുത്തിരിക്കുക. അവൻ തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൂതന്മാരെ വിട്ട് തന്റെ ഭക്തന്മാരെ അവൻ വിടുവിക്കുന്ന ദൈവമാണ്. കർത്താവ് ആജ്ഞ കൊടുക്കുന്നു, സുവാർത്ത ദൂതുകൾ വലിയൊരു ഗണമാകുന്നു. എന്നിട്ടും വിശ്വാസം വന്നില്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ഈ പ്രസ്തുത പത്രോസിനെ കാരാഗൃഹത്തിലിട്ട് പൂട്ടിയില്ലേ? കരോദോവ് അടച്ചു പൂട്ടിയില്ലേ? 16 പട്ടാളത്തെ വെച്ചില്ലേ? 1-ാം വാതിലും 2-ാം വാതിലും പട്ടണത്തിൽ ഇരുമ്പ് വാതിലും 3 എണ്ണമില്ലായിരുന്നു. കൊല്ലനെ അട്ടിമറിച്ച് അവന്റെ തന്ത്രങ്ങളെ പൊളിച്ചുകൊണ്ട് ദൂതനെ അയച്ച് പത്രോസിനെ പുറത്തു കൊണ്ടുവന്നില്ലേ? ദൈവസഭയ്ക്കകത്ത് പത്രോസ് വന്നില്ലേ? അതേ സംരക്ഷണം അദ്ദേഹത്തിനുണ്ടെങ്കിൽ നിനക്കും ഉറപ്പാണ്. ഒരു സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ട്. ദൈവകൃപയും ദൈവത്തിന്റെ ദൂതന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നീ മരിക്കാതെ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അല്ലെ, നീ തട്ടിപ്പോണ്ട സമയം കഴിഞ്ഞു. സ്തോത്രം. ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ അളിയാൻ തുടങ്ങിയതാണ്. ചില ശരീരഭാഗങ്ങൾ പ്രവർത്തനം നിശ്ചലമായതാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ നീ കഴിച്ച പാരസെറ്റമോളും ഡോക്ടർ ഹൗസിങ്ങിനെടുത്ത ഇഞ്ചക്ഷനൊന്നുമല്ല. ഒരു നിലവിളിയുടെ ശബ്ദം മറ്റൊരാളുടെ നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ചെന്നു. അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ പിടിപ്പിച്ച വലിയവനായ ദൈവം നിന്റെ ദാസന്മാരുടെയും രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെയും കൂട്ടപ്രാർത്ഥനയും കണ്ണുനീരും കേട്ട് ദൈവം നിന്നെ അത്ഭുതകരമായി വിടിപ്പിച്ചെങ്കിൽ നിന്നെ രക്ഷിച്ചവരോട് നിന്നെ നടത്തിയവരോട് നിനക്കൊരു നന്ദിയും സ്നേഹവും കടപ്പാടും ഉണ്ടായിരിക്കണം. അവരുടെ കാല് വാരരുത്, അവർക്കെതിരെ പാറ വെക്കരുത്. അവൻ ആലയത്തിൽ ചെന്നു. ദൈവത്തിന് സ്തോത്രം. ആ ദൈവദാസന്മാർ അത് മുഖാന്തരം എന്ത് കഷ്ടം അനുഭവിച്ചറിയ ഇവനെ രക്ഷിക്കാൻ പോയതുകൊണ്ട്. നിന്നെ രക്ഷിച്ച് നിമിത്തം പോരാട്ടം മുഴുവൻ ഉപദേശിമാർക്കാണ് ഉണ്ടായത്. നീ ഈസി ആയിട്ട് എടുത്തിട്ട് പോയി. നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. നിന്റെ ചേർത്തെ ഭൂതവും വ്യായും കൊരട്ടിമുത്തിയും ചീങ്കണ്ണി മറിയും വേളാമണ്ണി മാതാവൊക്കെ ജില്ല വിട്ടു പോയതിന്റെ കാരണം നിന്റെ മിടുക്കല്ല. ഉപസിച്ച് പ്രാർത്ഥിച്ച ദൈവദാസന്മാരുടെ ആത്മശക്തി ഇതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വന്ന് വിടുതൽ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം. കഷ്ടപ്പെട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഉപസിച്ച് ദൈവദാസന്മാരുടെയും ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട ദൈവദാസന്മാരോട് വന്ന് ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം, വിടുതൽ, അത്ഭുതകരമായ സൗഖ്യം, അത് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നേട്ടമായി, ക്രിസ്തുവിന്റെ സാക്ഷിയായി ഉള്ളുതുറന്ന് ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. തുള്ളാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും പാടാനും പ്രാർത്ഥിക്കാനും ഏതൊരു കാര്യത്തിന് സഹകരിക്കാൻ മനസ്സുണ്ടായിരിക്കണം. എൻ്റെ ആദ്യത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് കക്കൂസ് കഴുകുക, ദൈവദാസന്മാരുടെ ചെരുപ്പ് കഴുകി കൊടുക്കുക, അവരുടെ കൈലി പാത്രം, അവരുടെ ഡ്രസ്സൊക്കെ കഴുകി കൊടുക്കുക, വിറക് വെട്ടി കൊടുക്കുക. ഇതൊക്കെയായിരുന്നു എൻ്റെ ആദ്യത്തെ ശുശ്രൂഷ. അറിയാം, ആരെങ്കിലും ചെയ്യുമോ? ഞാനിത് ചെയ്തു. എനിക്ക് അതുകൊണ്ടൊരു ദോഷം വന്നില്ല. എന്നോട് കൂടെ ബൈസ്കൂളിൽ പഠിച്ചവരോട്, ഞാൻ ബൈസ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒറ്റ ദിവസം ഇരുന്നുള്ളൂ. ദൈവം പറഞ്ഞു എന്നെ പുറത്ത് പോകാൻ പറഞ്ഞു. എന്നെ ഞാനാ പഠിപ്പിക്കുന്നു പറഞ്ഞു. എന്നോട് ബൈസ്കൂളിൽ പഠിച്ചവരെല്ലാം ഒരു ലക്ഷ്യത്തിലെത്താൻ പറ്റാതെ കുറച്ച് തീയോളിയും തോഴ്സും ദാവീദിനെ അവർ രംഗത്തിറക്കി അവർ സ്തോത്രകാഴ്ച എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ച് സുവിശേഷം പറഞ്ഞിരിക്കുക, അതിനെ രക്ഷ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ചില ഭാഗത്ത് നീ ഒറ്റപ്പെട്ടാൽ, നിന്ദിക്കപ്പെട്ടാൽ, എല്ലാത്തിൻ്റെയും നടുവിൽ നീ അപമാനിക്കപ്പെട്ടാൽ നീ വിതയ്ക്കപ്പെടുക. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. സ്തോത്രം. കണ്ടോ? അതാണ് ദൈവത്തിന്റെ വലിയ വിശ്വസത. അദ്ദേഹം എവിടെ വന്നിരിക്കുമ്പോൾ അതിന്റെ അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. പ്രൈസലോ. അപ്പൊ നിന്നെ നോക്കുന്ന ചില പുള്ളികളുണ്ട്. പെന്തക്കോസിൽ പോയിട്ട് വല്ല ഗുണവും മണവും ഉണ്ടോ? സ്തുതിയും സ്തോത്രവും ഉണ്ടോ? കൃപയും ശക്തിയും ഉണ്ടോ? വിടുതലും നന്മയുണ്ടോ? ഇതൊക്കെ ജനം നോക്കിക്കൊണ്ടിരിക്കുക. പ്രൈസലോ. മാറ്റങ്ങളൊന്നുമില്ലേ? അവള് തന്നെയാ. വേറൊരു പേരൂടാ പറയുന്നു. പ്രൈസലോ. ഇരട്ട പേര് കൂട്ടി ഒരു വിളി വിളിക്കും. ഇരട്ടപ്പേര് വിളിക്കുന്ന പുള്ളികളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പ്രൈസലോ. ആരെയും ഇരട്ടപ്പേര് വിളിക്കാൻ പോകരുത് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഉള്ള കാര്യം പറഞ്ഞേക്കാം. ദൈവകൃപയില്ലേ തന്നെ ഇരട്ടപ്പേര് വിളി. ഞങ്ങളുടെ അടുത്തൊരു സൗകര്യമുണ്ട്, ഞണ്ടെന്നാണ് അവളെ എല്ലാവരും വിളിക്കുന്നത്. ഞണ്ട് എന്ന് പറഞ്ഞാൽ എവിടെ ചെന്ന് പറയും, കാല് മേലെങ്കിലും ഉണ്ടല്ലോ കൂട്ടിപ്പിടിപ്പിരുന്ന് നുണയ്ക്കും. നടക്കുമ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ നടക്കുന്നത് ഞണ്ടെന്ന് വിളിക്കുന്നു. സ്തോത്രം. ഇവിടെ നാക്കങ്ങ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ചുമ്മാ അടങ്ങിയിരിക്കത്തില്ല. ഇന്നായിരിക്കും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ആരെയാ വാഴിച്ചു കൊടുക്കണ പാത്രം കഴിച്ചു എടുത്തോ ഇന്ന് മഴ ഉണ്ടാവുക എന്നാ തോന്നുന്നു. ഞാൻ ഇന്നലെ എന്നാ പറഞ്ഞു, അവിടെ അണ്ണാക്കിലോട്ട് ഇച്ചിരി മണ്ണിട്ടച്ച് സൂപ്പറുകൾ കൊണ്ട് ഒട്ടിക്കാൻ പറയും. 2 മിനിറ്റെങ്കിലും ഒന്ന് സമയമായിട്ട് ആ നാക്കിന് റെസ്റ്റ് കൊടുക്കുക. ഇയാൾ അറിയിക്കത്തില്ല. ഇവിടെ കാണുമ്പോഴേ ആൾക്കാരങ്ങ് ഓടുക. എന്തുകൊണ്ടാ? ദൈവത്തിന് സ്തോത്രം. ഇവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. ദൈവത്തിന് നാവിനെ ക്രൂശിക്കണം. കേൾപ്പാൻ വേഗതയും പറവാൻ താമസം ഉണ്ടായിരിക്കണം. എല്ലാ കാര്യത്തിനും മറുപടി പറയാൻ പോകുന്നില്ല, കേൾക്കുന്നതെല്ലാം മറുപടി പറയാൻ പോകുന്നില്ല. പ്രൈസലോ. സ്തോത്രം. കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും ചെവി കൊണ്ടും തലമുടി കൊണ്ടും ചുണ്ടുകൊണ്ടും സംസാരിക്കുന്ന ഒരു അമ്മാമ്മ ഞങ്ങളുടെ ഇവിടെ ഉണ്ട്. അവർ സംസാരിക്കണ്ട, കണ്ണും മൂക്കും ചുണ്ടും എല്ലാം കൂടെ കാര്യങ്ങളെ പറയാ. ഇതെല്ലാം ക്രൂശിക്കപ്പെടണം. പ്രൈസലോ. ഇതെല്ലാം അതിന്റെ ഇന്ദ്രിയം, ഇതിനെല്ലാം ക്രൂശിക്കപ്പെടണം. പ്രൈസലോ. സത്യം ചെയ്യുന്നു. എന്നാ സത്യങ്ങളാ. പ്രൈസലോ. എൻ്റെ അമ്മച്ചിയാണേ സത്യം, അച്ചാച്ചനാണ് സത്യം, മുറ്റത്ത് കിടക്കുന്ന ഈ കൈസറാണ് സത്യം. ഇനി ഞാൻ പറയുക, ഇതിനൊന്നും സത്യം ചെയ്യാൻ പോകണ്ട. നിങ്ങളുടെ വാക്ക് ഊവെന്ന് പറഞ്ഞാൽ ഊവ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലേ. അധികമായതെല്ലാം മിസ്റ്റർ സാത്താനിലാണ് കടന്നു വരുന്നത്. അതെല്ലാം മാറണം. ഈ യുവാസം കഴിയുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ല വേണ്ടത്, ഒരു പുതിയ ഹൃദയത്തിന്റെ ഉടമ.
മനസ്സൊരുക്കമുള്ള നല്ലൊരു ആത്മാവ്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന നല്ലൊരു മനോനിലവാരം, പ്രൈസ് ലോർഡ്, വഞ്ചനയില്ലാത്ത ഒരു ആത്മാവ്, നിർവ്യാജ്യ സ്നേഹം, പ്രൈസ് ദി ലോർഡ്, കപടഭക്തി ഇല്ലാത്ത ഒരു നല്ല മനസ്സ് നിങ്ങൾ സമ്പാദിച്ചു നോക്കിയോ. പ്രതീക്ഷിക്കാത്ത ചില വോയിസുകളും മെസ്സേജുകളും സന്ദേശങ്ങളും നിങ്ങളുടെ ഫോണിലൂടെയും മാനസികമായും ശാരീരികമായും എല്ലാം ദൈവം നിങ്ങളെ നടത്തും. സ്വകാര്യ ദുഃഖങ്ങളെ ദൈവം പൊളിച്ചെഴുതും. ചിലരുടെ ജീവിതത്തിൽ സ്വകാര്യ ദുഃഖങ്ങളുണ്ട്. നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങൾ ഫെയിലായിപ്പോയേണ്ട കാര്യം എന്നു ചോദിച്ചാൽ, മാനസികമായി നിങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ചില ദുഷ്ട സ്വഭാവങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ പ്രക്രിയയെ ശത്രുവായവൻ തകർത്ത് കളയുക ചെയ്യുന്നത്. ഹൃദയവും മനസ്സും സന്തോഷിക്കുമ്പോൾ ആനന്ദവും സന്തോഷവും നീ കേൾപ്പിക്കണമേ, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശ്വാസ മാർഗത്തിൽ എന്നെ നടത്തണം. 3, എന്നെ കണ്ട് പകയ്ക്കുന്നവർ ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായിട്ടൊരു സിഗ്നൽ, ഒരു അടയാളം എനിക്ക് തരണമേ. അടയാളം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു നല്ല സിഗ്നൽ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, നിന്റെ ജീവിതത്തെ നീ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് ഒരു നല്ല ഹൃദയത്തിന്റെ ഉടമയായി, മാനസാന്തരപ്പെട്ട ഹൃദയമുള്ളതായി മാറണം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. മേൽപ്പറഞ്ഞ ഘടകങ്ങൾ മാറ്റിവെച്ചതർത്ഥം 10 പാട്ടുപാടി ആത്മാവിൽ ആരാധിച്ച് അന്യഭാഷ പറഞ്ഞ് കടന്നുപോയാൽ നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ സ്വഭാവവും അതുപോലെ തന്നെ ഇരിക്കും. പക്ഷേ ഞാനിവിടെ 1.5 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി സർജറി നടത്തുകയായിരുന്നു. നിങ്ങളെ പോസ്റ്റ്മോർട്ടം റൂമിൽ ഞാൻ നിങ്ങളെ കയറ്റി. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ആത്മാവിനാലുള്ള ഉപകരണം കൊണ്ടാണ് ഞാൻ നിങ്ങളെ ശുശ്രൂഷിച്ചത്. ദൈവത്തിന്റെ വചനം കൊണ്ട് നിങ്ങളെ ശുശ്രൂഷിച്ചു. നിങ്ങളുടെ പരസ്യവും രഹസ്യമായ വിഷയങ്ങൾ തിരുവഴുത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഒഴുകി നിങ്ങളുടെ ഹൃദയത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ മനസ്സിനെ തട്ടി ഇപ്പോൾ കടന്നു പോയിട്ടുണ്ട്. ചിലത് അത് വീണ്ടും മുറുകെ കയറി പിടിക്കരുത്. പോയത് പോട്ട് ചില ബന്ധങ്ങൾ മറക്കുക, ചില വ്യക്തികളെ മറക്കുക, ചില വിഷയങ്ങളൊക്കെ മറക്കുക. മറന്നിട്ടും മറത്തിട്ടും ഓർത്ത് വരുന്നുണ്ടെങ്കിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. അത് വെടിക്കെട്ട് പോലെ തകർന്നു പോകോളും. പ്രൈസ് ദി ലോർഡ്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞതിനെ ഓർത്ത് ഭാരപ്പെടേണ്ട. ചില പുതിയത് ചെയ്യുവാൻ, പുതിയത് പ്രവർത്തിക്കാൻ, പുതിയത് തുടങ്ങുവാൻ യഹോവയുടെ വൻകരം നീട്ടിയിരിക്കുന്നു. യഹോവ നിർണയിച്ചിരിക്കുന്നു. അത് മടക്കുന്നവൻ സ്തോത്രം. അപ്പൊ ഇവിടെ വന്നു, സഭാകോടിന്റെ അടുത്തു നിന്ന് തന്നെ അത്ഭുതങ്ങളാൽ ഒരു വ്യക്തി എവിടെ വന്നു? ആലയത്തിന്റെ അകത്ത് വന്നു. സ്തോത്രം. നേരത്തെ വന്നവരെ ലജ്ജിപ്പിച്ചുകൊണ്ട് പാസ്റ്റർമാർ വരെ കണ്ണു തള്ളിപ്പോയി. ഇത്ര പെട്ടെന്ന് ദൈവം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുമോ? നേരുള്ളവർക്ക് സ്തുതിക്കുന്നത് ഉചിതമാണ്. നേരുള്ളവർക്ക് ഒരു നന്മയും മുടക്കത്തില്ല. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും നിന്നില്ലെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. അല്ലാത്തവർ ജീവിതകാലം മുഴുവൻ ഇരുട്ടത്ത് തപ്പി നടക്കുക. ഓത്ര അവർക്കൊരു വെളിച്ചവും ഇല്ല. യേശുവുണ്ട്, വിശ്വാസമുണ്ട്, ബൈബിളും എല്ലാം അവരുടെ കയ്യിലുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിൽ എന്നും അവരുടെ മുഖത്തോട്ട് നോക്കിയാലുണ്ടല്ലോ ഒരു ചളിങ്ങി പറഞ്ഞ മുഖമായിരിക്കും ഇരിക്കുന്നത്. പ്രൈസിൽ എന്നാ ചോദിച്ചെന്ന് പറഞ്ഞാലും അവരുടെ മുഖമല്ല, എപ്പോഴും ദുഃഖത്തിന്റെ വാക്കുകളെ പറയത്തുള്ളൂ. പ്രാർത്ഥിക്കണം, അവരാരും വന്നൊന്നുമില്ല കേട്ടോ. 1-2 വിഷയങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മനസ്സിന് വലിയ കാര്യം. ഇത്രയും നാൾ ഈ പ്രസംഗിച്ചല്ലോ, വെള്ളം ഒഴിച്ചല്ലോ, DDT ഇട്ടല്ലോ, ഈ സ്തോത്രം ഒരു ഉറുമ്പ് പോലും ചാത്തില്ലല്ലോ. സ്തോത്രം. ക്രിസ്തുവിലുള്ള വീണ്ടും ജനനം നിങ്ങൾ പ്രാപിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ തേജസ്സും നിങ്ങളുടെ ഓജസ്സും പ്രത്യാശ നിങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങും. ചില ദിവസങ്ങൾ നിങ്ങൾ ദുഃഖത്തിലൂടെ ദൈവം നിങ്ങളെ കടത്തിവിടും. ചില ദിവസങ്ങൾ വലിയ കഷ്ടത്തിലൂടെ കടന്നു പോകും. ആ സമയത്ത് പിറുപിറുക്കും ഒന്നും ചെയ്യരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ പള്ളു പറയോ, 3 ദിവസം എനിക്കൊന്നും കിട്ടാൻ പോയി, അങ്ങനെ തന്നെ. ഇപ്പോഴും ഞാൻ പാരസെറ്റമോൾ കഴിക്കുന്നതുകൊണ്ടാണ് നിന്ന് പോകുന്നു. ഇങ്ങനെ പറയരുത്. ചങ്ങലുള്ളത് വർത്താനം പറയരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ പരിഹസിച്ചുകൂടാ. ചില കാര്യങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നീ നിന്റെ വായിലെ വാക്കറിയാൻ ദൈവം നിന്നെ പരിശോധിക്കും. യോബിന്റെ ഭവനത്തെ നോക്കൂ. അവന്റെ വായിൽ നിന്ന് പോഷത്വകരമായതൊന്നും വന്നില്ല. അവന്റെ ഭാര്യയാകുന്ന കച്ചുത്തുറു എന്ന് വേണേ അവളെ വിളിക്കാം. അവൾ വന്ന് പറഞ്ഞാൽ എന്നറിയാവും, ഇപ്പോഴും നീ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക, പ്രൈസ് ഗോഡ്, ഭക്തി പറഞ്ഞുകൊണ്ടിരിക്കുക, അവനെ ഒന്ന് ത്യജിച്ച് പറയാൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്. എന്നിട്ട് വേണം ഇവക്ക് പോയി വേറെ കല്യാണമൊക്കെ കഴിച്ച് നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കാനായിട്ട്. നിന്നെ ഞാൻ അങ്ങനെ ജീവിപ്പിക്കാം എന്ന് ദൈവം അങ്ങ് തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൾ ഒരു അനുഭാവമായി വാക്കുപോലും ആ യോബിനോട് പറഞ്ഞില്ല. നിന്റെ കുടുംബത്തിൽ 1-ലധികം പേർ പെന്തക്കോസിലായിരിക്കാം. പക്ഷെ അവരിൽ നിന്ന് നീ പ്രതീക്ഷിച്ചവരുടെ ആത്മീയ വാക്ക് നിനക്ക് ലഭിക്കാതെ വന്നിരിക്കാം. പക്ഷെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നിന്റെ വിശ്വാസം നീ മുറുകെ പിടിച്ചുകൊള്ളുക. ആരുടെയും വിശ്വാസത്തെ അനുകരിക്കരുത്. നീ തന്നെ ഒരു വിശ്വാസം കെട്ടിയുണ്ടാക്കണം. എന്നെ ആരും പഠിപ്പിക്കാനില്ല, സ്നേഹിക്കാനില്ല. സ്നേഹം തരാൻ ആരുമില്ലായിരുന്നു.
എന്നെ കൊണ്ടു നടക്കാൻ ആരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല. ഓരോ ദിവസങ്ങൾ ഞാൻ നടക്കുമ്പോൾ പോകുമ്പോഴൊക്കെയും ദൈവം ഒരു അത്ഭുതത്തിൻ്റെ വഴിയൊരുക്കി. ഒരു നേരത്തെ ആഹാരം, കാപ്പി ഇതൊക്കെ തന്നുകൊണ്ടിരിക്കുക, ഫുഡ്, ഒരു ഷർട്ട്, ഇതൊക്കെ ദൈവം തമ്പുരാൻ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. എന്നാൽ 37 പരം വർഷങ്ങൾക്ക് മുമ്പ് 6 വർഷത്തെ കനത്ത കഷ്ടം കഴിഞ്ഞപ്പോൾ അനുഭവിക്കാത്ത, നിങ്ങളോടൊന്നും പറയാൻ പറ്റത്തില്ല, അതുപോലുള്ള വേദനയിലൂടെ എന്നെ ഇറക്കി വിട്ടത് ദൈവത്തിന്. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ദൈവം എന്നോട് പറഞ്ഞതെല്ലാം എനിക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ഗോഡ്. മനസ്സിലായല്ലോ പറഞ്ഞത്? അതുകൊണ്ട് നിങ്ങൾ ഈ പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ തുടർ ദിവസങ്ങളിലോ ചില ഭാരങ്ങളിലൂടെയോ വേദനയോടെയോ പോയിട്ടുണ്ട്, നിങ്ങൾ സന്തോഷിക്കണം കേട്ടോ. സ്തോത്രം. നിങ്ങൾക്കത് പിന്നത്തിൽ വലിയൊരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. എനിക്കറിയത്തില്ലായിരുന്നു ദൈവമേ എന്നെക്കാട്ടിലും എത്രയും ആത്മീയരും മിടുക്കരും കഴിവുള്ളവരും പ്രാഗൽഭ്യമുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു മണ്ടനും പോഷനും കഴിവില്ലാത്ത എന്നോട് ദൈവം കരുണ കാണിച്ചല്ലോ. ആ റേഞ്ചിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരാനായിട്ടാണ് എന്നെ ആ നിലയിലൂടെ എന്നെ കടത്തി വിട്ടത്. മനസ്സിലായോ? അപ്പൊ എന്റെ അഹങ്കാരം മാറി, എന്റെ നിഗളം മാറി, ഞാനെന്ന ഭാവം മാറി, എല്ലാം അങ്ങ് മാറി, ഞാൻ ഇല്ലാതായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്താ കുരിശ്? ഇവിടെ കുരിശിന്റെ ചിഹ്നം കാണുന്നില്ല. കുരിശ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കുക. കുരിശ് ഐ എന്ന് പറയാൻ ഞാനാ. ഇത് വെച്ച് കഴിയുമ്പോൾ എന്നെ എടുക്കും, ക്രോസ് ആക്കി അയ്യെ ക്രൂശിക്കണം. ഞാൻ എന്ന മനോഭാവത്തെ നമ്മൾ എന്നെ എടുക്കണം, ക്രൂശിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ, എൻ്റെ, ഇതൊക്കെ എന്ന് പറയാം അഹങ്കാരത്തിന്റെ വാക്കുകളാ. ഒന്നുമില്ല, നമുക്കൊന്നും പ്രശംസിക്കാനില്ല. ഓരോ ദിവസം ദൈവം തമ്പുരാൻ നടത്തുന്നുണ്ടെങ്കിൽ കർത്താവേ നിന്റെ കരുണയൊന്നു മാത്രമാണ്. ദൈവത്തിന് മഹത്വം. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കണ്ടോ, വഴിയോരത്ത് കിടന്ന ഒരു സാധനം മിനിറ്റ് വെച്ച് ആലയത്തിൽ വന്നു. 2 ദൈവദാസന്മാരെ ദൈവം ഉപയോഗിച്ചു. ദൈവപ്രവർത്തിക്ക് തടസ്സമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകരുത്. ദൈവപ്രവൃത്തി നടക്കട്ടെ. അവിടെ മഹത്വം ആലയത്തിൽ ഉണ്ടാകട്ടെ. മുറിഞ്ഞവരും കടഭാരമുള്ളവരും ഞെരുക്കമുള്ളവരും മുണ്ടനും പൂക്കണ്ണനും പൊരിഞ്ഞനും എല്ലാം അവന്റെ അരിക്കൽ വന്നു, ആലയത്തിൽ വന്നു. അവർ വിടുതൽ പ്രാപിച്ചു, സൗഖ്യം പ്രാപിച്ചു. യേശുവിന്റെ മേൽ, ക്രൂശിന്മേൽ വ്യാപിച്ചതായ വലിയ ശക്തി അവരുടെ ശരീരത്തിന്മേൽ ഉണ്ടായെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ബലഹീന ശരീരത്തിന്മേൽ നിങ്ങൾ അറിയാതെ ഒരു പവർ ദൈവം ഫില്ല് ചെയ്തു. അതിന് ബലഹീനതയിൽ അവന്റെ ശക്തി തികഞ്ഞു വരുന്നു. അവന്റെ ശക്തി തികഞ്ഞു വരുന്നു. നിങ്ങൾ അറിയാതെ തന്നെ. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്മേൽ ഒരു ക്ഷീണം പോലെ, ഭാരം പോലെ തോന്നുന്നുണ്ട്. പക്ഷെ അതിന്മേൽ ഒരു വലിയ ശക്തി ഊർന്നിറങ്ങിക്കൊണ്ടിരിക്കുക. മുകളിൽ നിന്ന് മഞ്ഞുമൂലിറങ്ങുന്നത് പോലെ നിങ്ങളുടെ കരളിലേക്കുള്ളതും മാംസത്തിലേക്കുള്ളതും ഹൃദയത്തിന്മേലുള്ളതും നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടിയുള്ളതും ഉള്ളതായിട്ടുള്ള ഇങ്ങനെ നൂല് പോലെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാ? അത് നിറച്ചു വെക്കുക. അത്യാവശ്യം വരും. ആ സമയത്ത് ദൈവം അതിനെ പ്രതികരിക്കാനുള്ള കൃപ നൽകും. നിങ്ങൾ തളർന്നു പോകുമ്പോൾ വഴിയിൽ വെച്ച് കൊണ്ടൊരു തളർന്നൊരു വ്യക്തിയോട് എന്നെ അമ്മ ഇങ്ങനെ ഒരെണ്ണം വെച്ചിട്ട് കേട്ടോ, മിണ്ടണ്ട കേട്ടോ, പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് വിടുവിക്കും. കടന്ന് കരയുന്നു. എന്തിനാ കരയുന്നത്? അത് പറയാനുള്ളൊരു ധൈര്യം നിനി ഉണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, ഈ ഉപവാസ പ്രാർത്ഥന നീ ഇരുന്ന് പരാജയമല്ല. നീ കൊണ്ടു നടന്ന മുറിവുകളെ വെച്ച് കെട്ടി അവന്റെ രക്തം കൊണ്ട്, അവന്റെ വചനം കൊണ്ട് അതിനെ സംയോജിപ്പിച്ചു. ഇന്നലെ വരെ കൊണ്ടു നടന്ന ചില ഭാരങ്ങൾ മുള്ളിൽ നിന്ന് മാറാൻ പോവുകയാണ്. പ്രാർത്ഥനയ്ക്ക് ഇരുന്നാൽ ഉടനെ ആ കാര്യമാണ് ഓർത്തു വരുന്നത്, ആ വ്യക്തിയെ മുമ്പിൽ വരുന്നത്. ഒരു വ്യക്തിയെക്കുറിച്ചുള്ള മാനസിക സമ്മർദ്ദം നിനക്ക് ഈ പ്രാർത്ഥനയിലുണ്ട്. നാളെ മുതൽ ഒരു പരിഹാരം അതിന് ദൈവം വരുത്തും. ഇന്ന് നിങ്ങൾ മുമ്പിൽ കണ്ട മിസ്രയീമ്യരെ നാരം കടത്തല്ലെങ്കിൽ 48 മണിക്കൂർ വ്യത്യാസത്തില് ഒരു ജാതിയെ മാറ്റി മറ്റൊരു കരയ്ക്ക് ദൈവം കയറ്റിയെങ്കിൽ ഇതാ യഹോവയായ ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങയെ സ്നേഹിച്ച് തന്റെ ജനത്തിന് വേണ്ടി ഒരുക്കുന്നുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കും? ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, നിരന്തരമാ എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. ആത്മദാനങ്ങൾ പകരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ ചേർന്ന് പാടിയാൽ തീർന്നിടണമേ പ്രിയനേ, തിരുനാമ ഉയർന്നിടട്ടെ, തീർന്നിടണമേ പ്രിയനേ. എന്തോ ഒരു തകരാറ് സംഭവിച്ചതുപോലെ. പേടിച്ചിട്ടാണോ, സന്തോഷമില്ലാഞ്ഞിട്ടാണോ, സന്തോഷം കൂടിയിട്ടാണോ, പ്രൈസ് ദി ലോർഡ് 1:30 കഴിഞ്ഞത് കൊണ്ടാണോ, ആകപ്പാടെ എല്ലാവരും ഒരു പെരുവരിപ്പ്, ഒരു കിരികിരിപ്പ്. ഒരു വിഷയങ്ങളുമില്ല. യേശു നിങ്ങളോട് കൂടെ ഉണ്ട്. ഞാൻ മണിക്കൂറുകൾ പ്രാർത്ഥിച്ച് ആത്മാവിൽ പ്രാപിച്ച ദൂതുകളാണ് പറഞ്ഞത്. അവിടെ പുസ്തക കടലാസ് കഷ്ണം വെച്ച് അതിൻ്റെ അകത്തെ കാര്യങ്ങളെ വിളിച്ചു പറയുകയല്ലായിരുന്നു കേട്ടോ. ഇതെല്ലാം ദൈവത്തിന്റെ വിലയേറിയ ശബ്ദങ്ങളാണ്. ഈ ശബ്ദങ്ങൾ എന്തിനുള്ളതാണ്? നിങ്ങളുടെ ജീവന് ഭക്തിക്കും വേണ്ടിയുള്ളതാണ്.
പ്രൈസലോ. ഹോവയായ ദൈവത്തിന്റെ കരം നിങ്ങളോട് കൂടെ ഇരുന്ന് ഈ വർഷം തന്നെ അതിന്റെ ചില വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും വരുത്തുവാൻ സ്വർഗം ഹൈക്കുമാൻ ഇടപെട്ടിട്ടുണ്ട്. ആ മേശപ്പുറത്ത് ചില ഫയലുകൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളത്, നിങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ളത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളത് വരുന്നുണ്ട്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഈ വചനങ്ങളായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.